എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. ഞാൻ വളരെ സന്തോഷമുള്ള ഒരു ജോലിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യ ദർശനത്തിൽ തന്നെ നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ള ഒരാളെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് പരിചയപ്പെടുത്താനും സ്വാഗതം ചെയ്യാനും ലഭിക്കുന്ന ഈ അവസരം ഏറ്റവും ദിവ്യമായി ഞാൻ കരുതുന്നു. അടുത്ത സെഷന് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ വള്ളിക്കാവ് മോഹൻദാസാണ്. രാജ്യസമാചാരം, മാധ്യമ വായനയും ചരിത്ര വിശകലനവും എന്നുള്ള വിഷയമാണ്. നേരത്തെയുള്ള പ്രഭാഷണമൊക്കെ സൂചിപ്പിച്ചതുപോലെ രാജ്യ സമാചാരത്തെക്കുറിച്ചുള്ള കേരളത്തിൽ ലഭ്യമായ ഏറ്റവും നല്ല അതോറിറ്റി, ആധികാരികമായി പറയാൻ കഴിയുന്ന ദേഹമാണ് ശ്രീ വള്ളിക്കാവ് മോഹൻദാസ്. പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതുപോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ മുൻ യുവ കലാസാഹിതി സംസ്ഥാന പ്രസിഡൻ്റാണ്. അതുപോലെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. KPSC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. പ്രഭാത് ബുക്ക് ഹൗസ് ഡയറക്ടർ ആണ്. അതുപോലെ തോപ്പിൽ ഫാസി ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയാണ്. മണലിൽ G. നാരായണപിള്ള ഫൗണ്ടേഷൻ അധ്യക്ഷൻ എന്ന ഈ ചുമതലകളൊക്കെ അദ്ദേഹം വഹിക്കുന്നു. അതുപോലെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക പ്രസിദ്ധീകരണ വകുപ്പിൻ്റെ ഉപദേശക സമിതി അംഗമാണ്. എഡിറ്റോറിയൽ ബോർഡ് മെമ്പറാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭരണസമിതി അംഗമാണ്. ഇങ്ങനെ വിവിധ തലങ്ങളിൽ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ തന്നെ സഹായിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ പത്രപ്രവർത്തന ചരിത്രത്തിൽ അദ്ദേഹം നേരത്തെ നമ്മൾ കേട്ടതുപോലെ ഈ രാജ്യ സമാചാരം എന്നുള്ള ആ പത്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പത്രപ്രവർത്തന രംഗത്താണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളത്. പല അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മീഡിയ അവാർഡ്, സാഹിത്യ കേരള പുരസ്കാരം, മീഡിയ അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, കർമ്മചന്ദ്രൻ അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് നാട്ടിലെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിൽ പോലും ഒരു നല്ല സിറ്റിസണായിട്ട് വളരെ സഹകരിക്കുകയും നടുനായകത്വം വഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അവിടുത്തെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനുമൊക്കെ വലിയ നേതൃത്വം കൊടുക്കുന്ന, വലിയ ആവേശം നൽകുന്ന ഒരു മഹത് വ്യക്തിയാണ്. ഒരു നല്ല കുടുംബസ്ഥനുമാണ്. 2 മക്കളും ഭാര്യയും അവർ നല്ല ഒരു സന്തുഷ്ട കുടുംബ ജീവിതം നയിക്കുന്നു എന്നും എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും വളരെ പുതിയ കേൾവി അനുഭവം തീർച്ചയായിട്ടും ലഭിക്കും. നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു വെരി മച്ച്. ഈ സെഷൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമുക്കൊക്കെ ആദരണീയനായ ഷവർലെ ഡോക്ടർ കോശിയം ജോർജ് സാർ, ഇവിടെ തൊട്ടു മുമ്പ് സംസാരിച്ച നമുക്കൊക്കെ ആരാധ്യനായ ജെയിംസ് വർഗീസ് സാറ്, വേദിയിലുള്ള ബാബു സാർ ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ K. ബാലസുബ്രഹ്മണ്യം, ശ്രീ N. ജയരാജ്, മറ്റ് ബഹുമാന്യരെ, ജെയിംസ് വർഗീസ് സാറ് ഇവിടെ വർത്തമാനം പറഞ്ഞപ്പോൾ അദ്ദേഹം രാജ്യസമാചാരം എന്ന പത്രത്തെക്കുറിച്ച് സൂചിപ്പിച്ചു പോയി. നേരത്തെ തൊട്ട് മുമ്പുണ്ടായ 2 പ്രഭാഷണങ്ങളിലും രാജ്യസമാചാരവും മഹാനായ ഹെർമൻ ഗുണ്ടട്ടും കടന്നു വരികയുണ്ടായി. സ്വാഭാവികമായും ആ പ്രഭാഷണങ്ങളിലൊക്കെ തുടർച്ചയായിട്ടാണ് എൻ്റെ ഈ ചെറിയ വർത്തമാനം ഇവിടെ നടത്തുന്നത്. എൻ്റെ വർത്തമാനത്തിൽ വരുന്ന പോരായ്മകളെല്ലാം എൻ്റേതും എൻ്റെ വർത്തമാനത്തിലെ നന്മകളെല്ലാം
നമുക്ക് മുൻപേ പോയ മഹാന്മാരുടെ സംഭാവനകളുമാണ് എന്ന് വിനയത്തോടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ സന്ദർഭത്തിൽ ഭാരതം കണ്ട ഏറ്റവും മഹാന്മാരായ വ്യക്തികളിൽ ഒരാളെയാണ് നാം ഇന്ന് ഓർക്കുന്നത്, ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ്. ഞാൻ അദ്ദേഹത്തെ കേരളത്തിലേക്ക് മാത്രം ചുരുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഭാരതം കണ്ട ഏറ്റവും മഹാന്മാരിൽ ഒരാൾ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ പത്രപ്രവർത്തന ചരിത്രം പരിശോധിക്കുമ്പോൾ മലയാള പത്രപ്രവർത്തന ചരിത്രത്തിന് വലിയ സ്ഥാനമുണ്ട്. ആ സ്ഥാനമുണ്ടാക്കിയെടുക്കുവാൻ ആരംഭിക്കുന്നത് ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റിൻ്റെ ചിന്തകളിലാണ് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മറ്റൊന്ന്, ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഓർമ്മയിലേക്കൊരു കാര്യം ഞാൻ ഒരു തിരുത്ത് തുടക്കത്തിലേ പറഞ്ഞുകൊള്ളട്ടെ. ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ പറയുന്നത് ജർമ്മനിയിൽ നിന്ന് ഇവിടെ എത്തിയ ക്രൈസ്തവ മിഷണറി എന്നാണ്. മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ക്രിസ്തുമത പ്രചരണത്തിന് വേണ്ടി ഇന്ത്യയിലെത്തിയ മിഷണറി എന്നാണ് പറയാറുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി അല്ല എന്ന കാര്യം ഓർക്കണം. അദ്ദേഹം അധ്യാപകനായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അതൊരു ആദ്യത്തെ തിരുത്ത് അതാണ്. നാം ചരിത്രത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് തിരുത്തണം. അദ്ദേഹം മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയല്ല ഇന്ത്യയിലേക്ക് വന്നത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് മദ്രാശിയിൽ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കുടുംബത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വന്നതാണ്. ഹി വാസ് എ ടീച്ചർ. അപ്പോൾ നമ്മൾ ആ തരത്തിൽ ഒരു അധ്യാപകൻ എന്ന തരത്തിൽ അദ്ദേഹത്തെ ആദ്യം നമുക്ക് കാണണം. ആ കാഴ്ച നമുക്ക് പിന്നീടുള്ള ചർച്ചയിലെല്ലാം പ്രയോജനപ്പെടും. കാരണം അദ്ദേഹം അധ്യാപകനായിരുന്നു. അടിമുതൽ മുടി വരെ അധ്യാപകനായിരുന്നു. ഒരു അധ്യാപകൻ ആരായിരിക്കണം എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം പഠിക്കുകയായിരുന്നു, പിന്നെ പഠിപ്പിക്കുകയായിരുന്നു. അധ്യാപകൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് പഠിക്കുക എന്നതാണ്. നാം സാധാരണ പറയുന്നത് അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, അധ്യാപകൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അധ്യാപനം പൂർത്തിയാവുന്നത്. അപ്പോൾ ആ തരത്തിൽ അധ്യാപകനാവുക എന്നതൊരു വലിയ കാര്യമാണ്. അപ്പം ജെയിംസ് വർഗീസ് സാറിൻ്റെ സംസാരം ചെറിയ വർത്തമാനം പോലും ഒരു ക്ലാസ്സാണ് എപ്പോഴും. അത് സാർ അധ്യാപകനായിരുന്നത് കൊണ്ടാണ്. അദ്ദേഹം വളരെ ചെറിയ വാക്കുകൾ അത് അടുക്കി ഇങ്ങനെ മാല പോലെ അടുക്കി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യും. അത് അധ്യാപകൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അധ്യാപകർക്ക് മാത്രം കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ആ തരത്തിൽ ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ അദ്ദേഹം പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി മുതൽ നമ്മൾ പറയുമ്പോൾ വിദേശത്തു നിന്നെത്തിയ ക്രൈസ്തവ മിഷണറിയായ ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് എന്ന് പറയുന്നതിന് പകരം വിദേശത്ത് നിന്നെത്തിയ പണ്ഡിതനായ അധ്യാപകനായിരുന്ന ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റ് എന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങണം. അത് ഒരു പ്രധാനപ്പെട്ട തിരുത്ത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇവിടെ വരികയും നേരിട്ട് അദ്ദേഹം ബാസൽ മിഷനിലേക്ക് വരികയല്ല ചെയ്തത്. അദ്ദേഹം മദ്രാശി വരുന്നു. ഈ മിഷണറി പ്രവർത്തനം നടത്തുന്ന ഒരു കുടുംബത്തിലെ വിദേശികളായ കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം ട്യൂഷൻ മാസ്റ്ററായി ഇവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മറ്റ് പ്രവർത്തനങ്ങൾ കൂടി അദ്ദേഹം ഏർപ്പെടേണ്ടി വന്നു. അങ്ങനെ ഏർപ്പെട്ട് വന്നപ്പോഴാണ് അദ്ദേഹം മദ്രാശിയിൽ നിന്നും നാഗർകോവിലെത്തുന്നു. നാഗർകോവിലിൽ നിന്ന് നേരെ അദ്ദേഹം അങ്ങ് മലബാറിലേക്കല്ല പോകുന്നത്, അദ്ദേഹം മംഗലാപുരത്തേക്കാണ് പോകുന്നത്, കർണാടകത്തിലേക്കാണ് പോകുന്നത്. കർണാടകത്തിലേക്ക് പോകുന്നത് കേരളത്തിലൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. നാഗർകോവിലിൽ നിന്നും അദ്ദേഹം കേരളത്തിലൂടെ സഞ്ചരിച്ച് അങ്ങ് മംഗലാപുരത്തേക്ക് പോവുകയാണ്. മംഗലാപുരത്ത് പോയി കുറേ നാൾ പ്രവർത്തനത്തിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് തലശ്ശേരിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോഴാണ് നേരത്തെ ഇവിടെ ബഹുമാനായ ഓണക്കൂർ സാറിൻ്റെ വർത്തമാനത്തിൽ ആ വാചകം വന്നു. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വാചകം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ വരികയുണ്ടായി. ഞാനപ്പോൾ പെട്ടെന്ന് ഓർത്തു അത് ആരായാലും കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു വാചകം പറയാറുണ്ട്. പക്ഷേ അത് ആദ്യം പറഞ്ഞ ആൾ മഹാനായ ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റാണ്. അദ്ദേഹം ഇതുവഴി ഇങ്ങനെ നാഗർകോവിലെത്തിയിട്ട് അദ്ദേഹം ഇതുവഴി യാത്ര ചെയ്ത് പോവുകയാണ്, മംഗലാപുരത്തേക്ക് പോവുകയാണ്. കേരളത്തിലൂടെ യാത്ര ചെയ്യാണ്, കേരളം കാണാനല്ല അദ്ദേഹം വന്നത്. അദ്ദേഹം ഇതുവഴി യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ മനോഹരമായ പ്രകൃതിയും സ്വച്ഛന്തമായി ഇങ്ങനെ ഒഴുകുന്ന പുഴകളും പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രദേശങ്ങളും മാന്യതയുള്ള മനുഷ്യരും ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ യാത്രകളിലുടനീളം നമ്മൾ ഉദ്യാനങ്ങളിലൂടെ നടന്നു പോകുന്ന പോലെയാണല്ലോ തോന്നിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇത്ര മനോഹരമായൊരു ഭൂപ്രദേശം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ പ്രദേശമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ആ ഒരു പ്രയോഗത്തെയാണ് പിൽക്കാലത്ത് നമ്മൾ
നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയായി നമ്മൾ ഉയർത്തി കാണിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയെക്കുറിച്ച്, പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ആദ്യം നമ്മളെ പഠിപ്പിച്ചയാൾ യഥാർത്ഥത്തിൽ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ശരിക്കും പരിശോധിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതും നമ്മൾ സമൂഹത്തോട് പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹമാണ് നമ്മുടെ ഭൂമിയുടെ, നമ്മുടെ പ്രദേശത്തിൻ്റെ, നമ്മൾ വസിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മളോട് ആദ്യം പറഞ്ഞു തന്നയാൾ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണ്. അപ്പോൾ ആ തരത്തിൽ ഇത് വളരെ മനോഹരമായൊരു പ്രദേശമാണെന്നും ഇതൊരു ദൈവത്തിൻ്റെ തന്നെ അനുഗ്രഹമുള്ള പ്രദേശമാണെന്നും നമ്മളോട് പറഞ്ഞു തന്നത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണ്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് അദ്ദേഹം ഒരു കാരണവശാലും അദ്ദേഹം പത്രം ആരംഭിക്കുമ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള പത്രമായിരുന്നു. ഇതൊരിക്കലും നമ്മൾ സാധാരണഗതി കാറ്റഗറൈസ് ചെയ്യുമ്പോൾ മിഷണറി ജേർണൽസ് എന്ന് പറഞ്ഞാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് പൊതുവായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിൽ മിഷണറി ജേർണൽ എന്ന് മാത്രമായിട്ട് ഇതിനെ പരിമിതപ്പെടുത്തിയാൽ അത് ക്രൈസ്തവർക്കിടയിൽ മാത്രം പ്രചരിക്കുന്ന ഒന്നായി മാറും. അങ്ങനെയല്ല, അതിൽ സുവിശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ പൊതുകാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. ഇത് പൊതുകാര്യങ്ങൾ സംശയിക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വന്നത് ഈ രാജ്യസമാചാരം എന്ന പത്രത്തിലാണ് ചെറുകഥ വന്നത്. മലയാളത്തിലെ സാധാരണ പത്രങ്ങൾക്കൊക്കെ ഉള്ളൊരു ഇതിനിപ്പം എന്തിനാണ് ഈ രാജ്യസമാചാരം എന്ന പേര് കൊടുത്തതിനാണ്? ഒരു ടൈറ്റിൽ തന്നെ വളരെ പ്രകടമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് ബിബ്ലിക്കലായിട്ടുള്ളൊരു പേര് കൊടുക്കാമായിരുന്നല്ലോ. ഒരിക്കലും രാജ്യസമാചാരം ഒന്ന് പേടുക്കാണ്ട്. ഇത് ഒരു ക്രൈസ്തവീകരണത്തിന് വേണ്ടിയുള്ള, ക്രിസ്ത്യനൈസേഷന് വേണ്ടിയുള്ള ഒരു പത്രമായിരുന്നുവെങ്കിൽ ഇതിനിങ്ങനെ ഒരു പേര് കൊടുക്കേണ്ട കാര്യമില്ല. രാജ്യസമാചാരം എന്ന് പേര് കൊടുക്കുമ്പോൾ ബ്രോഡർ സെൻസിൽ, വിശാലമായ അർത്ഥത്തിലുള്ളൊരു തലക്കെട്ടാണ് അതിന് കൊടുത്തിരിക്കുന്നത്. രാജ്യത്തിൽ മുഴുവൻ നടക്കുന്ന സമാചാരങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസിദ്ധീകരണം എന്നാണ് ഈ പത്രത്തിൻ്റെ ലക്ഷ്യം. അതാണ് ഈ പത്രത്തിൻ്റെ ആദ്യത്തെ ലക്കത്തിൽ എഡിറ്റോറിയൽ അങ്ങനെയാണ്. ഈ പേർ വായിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന അങ്ങനെയാണ്. ഈ പേര് നിങ്ങൾ വായിക്കുമ്പോൾ ഈ പേരിന് പിന്നിലുള്ളത് എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ലക്ഷ്യമാക്കുന്നത് ഇത് രാജ്യത്ത് നടക്കുന്ന എല്ലാ വാർത്തകളെയും ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ആരംഭിക്കുന്ന പത്രമാണ് എന്ന് ഒന്നാമത്തെ ലക്കത്തിൽ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്ന രാജ്യസമാചാരം. അതുകൊണ്ട് തന്നെ ഇത് ജനറൽ കാറ്റഗറിയിൽ വന്ന പൊതുവിഭാഗത്തിൽപ്പെടുന്ന ഒരു പത്രമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. പത്രത്തിൻ്റെ പേരിനൊക്കെ വളരെ പ്രസക്തിയുണ്ട്. ഏത് പേരിനും ഇപ്പം മാതൃഭൂമി എന്ന് പറഞ്ഞാൽ പത്രം വായിക്കുമ്പോൾ തന്നെ മാതൃഭൂമി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് നാഷണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇത് നാഷണൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്, ഇത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഉടൻ മനസ്സിലാവും പേര് കേൾക്കുമ്പോൾ. സ്വദേശാഭിമാനി എന്ന പേര് കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ദേശാഭിമാന ബോധം ഇങ്ങനെ ഉയർന്നു വരികയാണ്. അതിനകത്തൊരു പവറുണ്ട്, ശക്തിയുണ്ട്. സ്വദേശാഭിമാനി പത്രവും അതുതന്നെയായിരുന്നു. അപ്പോൾ ആ തരത്തിൽ പത്രങ്ങളുടെ പേരുകൾക്ക് പോലും ആ പത്രം പ്രതിനിധാനം ചെയ്യുന്ന ആശയം എന്താണോ എന്ന് ആ പത്രം പ്രഖ്യാപിക്കുകയാണ്. അതാണ് പത്രത്തിൻ്റെ പ്രത്യേകതയാണ്, എല്ലാ പത്രങ്ങളുടെയും പ്രത്യേകതയാണ്. അപ്പോൾ ആ തരത്തിൽ ഈ പത്രത്തിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം എന്തെന്ന് പത്രത്തിൻ്റെ തലക്കെട്ട് തന്നെ നമ്മളോട് ബോധ്യപ്പെടുത്തുന്നു. രാജ്യസമാചാരം മലയാള പത്രചരിത്രത്തിലെ ആദ്യത്തെ പത്രമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. പത്രത്തിനുള്ള എല്ലാ സ്വഭാവവിശേഷങ്ങളും രാജ്യസമാചാരം പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ തലക്കെട്ടിൽ രാജ്യസമാചാരം എന്ന് പറയുകയും, തലക്കെട്ട് മാത്രമല്ല രാജ്യമെന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ചെറിയ ഒരു എൻറ്റിറ്റി അല്ല, ലോകമാകെയുള്ള രാജ്യമെന്ന സങ്കല്പത്തെയാണ് അദ്ദേഹം ഇതിൽ ഉപയോഗിച്ചിരുന്നത്. എന്തുകൊണ്ടെന്നാൽ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് എല്ലാ അർത്ഥത്തിലും ഒരു വിശ്വപൗരനായിരുന്നു. അദ്ദേഹം ഒരിക്കലും ജർമ്മൻകാരൻ എന്ന് എവിടെയും അദ്ദേഹം എഴുതിയിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളിൽ ഒരിടത്തും, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കൂ, എവിടെയും ഐ എം എ ജർമ്മൻ എന്ന് അദ്ദേഹം ഒരിടത്തും പറയുന്നില്ല. അദ്ദേഹം മനുഷ്യനായിട്ടാണ് എപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ഇന്ത്യക്കാരൻ എന്ന് പറയുന്നില്ല, അദ്ദേഹം കേരളീയൻ എന്ന് പറയുന്നില്ല, അദ്ദേഹം ജർമ്മൻകാരൻ എന്ന് പറയുന്നില്ല. അദ്ദേഹം ഒരു വിശ്വപൗരനാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷ പഠിച്ച ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ആ പേരിനേക്കാൾ മുന്നിൽ നിൽക്കും ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട്. 16 ഭാഷ പഠിച്ച ആരും ഇന്ത്യക്കാരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സാറിനൊക്കെ ഒരു പക്ഷേ എന്നേക്കാൾ കുറച്ചുകൂടെ ഈ കാര്യങ്ങൾ അറിയുന്ന, ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്, അതുകൊണ്ട് അറിയാമായിരിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ അറിവിൽ ഹെർമൻ ഗുണ്ടട്ടിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ ഭാഷകൾ പഠിച്ച ഒരാൾ നമ്മളോടൊപ്പം ഇല്ല എന്നതാണ് സത്യം. അപ്പോൾ ജർമ്മൻകാരനായ ഒരാൾ ഇവിടെ വരികയും ഇത്രയധികം ഇന്ത്യൻ ഭാഷകൾ പഠിക്കുകയും ചെയ്തിട്ടും അദ്ദേഹം പറയുന്നില്ല ഞാൻ ജർമ്മൻകാരനാണെന്നോ ഞാൻ ഇന്ത്യക്കാരനാണെന്നോ ഒന്നും. വേണമെങ്കിൽ അദ്ദേഹം ഇന്ത്യക്കാരനാണെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു, പക്ഷേ അതുപോലും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ഒരു വിശ്വപൗരനാണ്. ലോകത്തെ മുഴുവൻ തൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും ലോകത്തിലെ മുഴുവൻ മനുഷ്യൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ലോകത്തിലെ മുഴുവൻ മനുഷ്യനെ മാനവികതയിലേക്ക് ഉയർത്തുകയും ചെയ്യുക എന്ന മഹത്തായൊരു സന്ദേശമാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം പ്രാവർത്തികമാക്കിയത്.
ഞാൻ ബോധപൂർവമാണ് ജീവിതത്തിലുടനീളം എന്ന് പറഞ്ഞത്. ഈ വാക്കും പ്രവൃത്തിയും തമ്മിൽ വളരെ ബന്ധമുണ്ടാവണം. അതുകൊണ്ടാണ് ഗാന്ധിജിയെ നാം ഇപ്പോഴും ബഹുമാനിക്കുന്നതിന് കാരണം അദ്ദേഹം പറഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കിയ ആളാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്തതുകൊണ്ടാണ് പ്രസംഗം കേൾക്കാൻ ആൾ വരാത്തത്. കാരണം പ്രസംഗിക്കുന്ന ആളിൻ്റെ വർത്തമാനവും അയാളുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ല. പലപ്പോഴും അതാണ് പ്രശ്നം. പക്ഷേ ഗാന്ധിജി അങ്ങനെ ആയിരുന്നില്ല. ഗാന്ധിജി പറഞ്ഞതെല്ലാം അദ്ദേഹം പ്രാവർത്തികമാക്കിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ക്വാളിറ്റി അതായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധിജിയെ നമ്മൾ ലോകത്തിലെ ഒരു ഏറ്റവും വലിയ വിപ്ലവകാരി എന്ന് പറയും, ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗധനൻ എന്ന് നമ്മൾ പറയും, ലോകത്തിലെ ഏറ്റവും വലിയ സത്യസന്ധൻ എന്ന് നമ്മൾ പറയും, ലോകത്തിലെ ഏറ്റവും വലിയ അഹിംസാവാദി എന്ന് പറയും. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രകടമായിരുന്നു. ഹെർമൻ ഗുണ്ടട്ടും അതുതന്നെയായിരുന്നു. അദ്ദേഹം പ്രവർത്തിച്ചതെല്ലാം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞതെല്ലാം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തമ്മിലൊരു എവിടെയും ഒരു കോൺട്രഡിക്ഷനാണ്, ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം അദ്ദേഹം നടപ്പിലാക്കിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ ഒരിടത്ത് പോലും ഞാൻ തലങ്ങും വിലങ്ങും പരിശോധിച്ചു അദ്ദേഹം എവിടെയെങ്കിലും ഒരു കൺവേർഷൻ നടത്തിയോ എന്ന് നോക്കി. എവിടെയും നടത്തിയിട്ടില്ല. നമ്മൾ സാധാരണ പറയും മിഷണറി എന്ന് കേട്ടാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന എന്താണ്? ക്രൈസ്തവ മിഷണറി. മിഷണറി എന്ന് വാക്ക് കേട്ടാൽ പെട്ടെന്ന് ഒരു ക്രോസ് കടന്നു വരും, കുരിശ് കടന്നു വരും. സത്യം പറഞ്ഞാൽ മിഷണറി മൂവ്മെൻറ്റ് തുടങ്ങി വയ്ക്കുന്നത് ക്രൈസ്തവ മതമല്ല. ഇന്ത്യയിൽ മിഷണറിമാരുണ്ടായിരുന്നു, അത് നമ്മൾ പഠിക്കുന്നില്ല. കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മിഷണറി മൂവ്മെൻറ്റ് തുടങ്ങുന്നത് ഹിന്ദുമതവും ബുദ്ധമതവുമാണ്. ബുദ്ധമതമാണ് അത് ഏറ്റവും സഫലമായി നടത്തിയത്. മിഷണറീസ്മാർ ഏറ്റവും ലോകമാകെ വ്യാപിച്ച മിഷണറിമാരുടെ മൂവ്മെൻറ്റ് തുടങ്ങി വയ്ക്കുന്നത് സത്യത്തിൽ ഗംഭീരമായി നടത്തിയത് ബുദ്ധമതമാണ്. ബുദ്ധമതത്തിന് വേണ്ടി അതിനുവേണ്ടി വലിയ മിഷൻ, വലിയ സംവിധാനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ബുദ്ധമതത്തിന് വേണ്ടി. അപ്പം സിലോണിൽ പോയത് മിഷണറിമാരാണ്. അതുപോലെ നേപ്പാളിൽ പോയത്, ഇന്തോനേഷ്യയിൽ പോയത്, ലോകത്തിൻ്റെ എത്ര ഭാഗങ്ങളിലേക്ക് ബുദ്ധമത ഈ മതപ്രചാരകർ, മിഷണറിമാർ ലോകമാകെ സഞ്ചരിക്കുകയുണ്ടായി. അത് അശോക ഇഡിക്സിനൊക്കെ നമുക്കറിയാം. അശോകൻ്റെ കാലത്തെ ഇഡിക്സിലെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, രേഖകളുണ്ട് അക്കാര്യത്തിൽ. അപ്പോൾ പ്രീച്ചിങ് എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ മാത്രമല്ല. അപ്പോൾ മിഷണറി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ ബുദ്ധമതം വരണം, ജൈനമതം വരണം, ഹിന്ദുമതം വരണം. ഹിന്ദുമതത്തിൽ ഏറ്റവും വലിയ പ്രീച്ചറായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രീ ശങ്കരാചാര്യരുടെ അങ്ങേയറ്റം മുതൽ ഇന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങളും അദ്ദേഹം സഞ്ചരിക്കുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ഈ മഠങ്ങളൊക്കെ സ്ഥാപിച്ചത്. അങ്ങനെയാണ് ശങ്കരപീഠങ്ങൾ, ശങ്കരാചാര്യരാണ് ഈ മഠങ്ങളെല്ലാം സ്ഥാപിച്ചത്. അപ്പോൾ അദ്ദേഹം ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രചാരകനായിരുന്നു, മിഷണറി ആയിരുന്നു. ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ മിഷണറി ആരാണെന്ന് ചോദിച്ചാൽ അത് നിശ്ചയമായിട്ടും ശ്രീ ശങ്കരാചാര്യരാണ്. അപ്പോൾ ഈ മിഷണറി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം കള്ളിയിലേക്ക് മാത്രം ഒതുക്കേണ്ടതല്ല. എല്ലാ മതങ്ങൾ മാത്രമല്ല, മറ്റെല്ലാ വിഭാഗത്തിലുള്ളവരും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇപ്പോൾ എൻ്റെ വർത്തമാനം പോലും ഒരു പ്രീച്ചിങ് ആണ് യഥാർത്ഥത്തിൽ നോക്കിയാൽ. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ സമൂഹത്തോട് പങ്കുവയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ പങ്കുവയ്ക്കലാണല്ലോ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ പങ്കുവയ്ക്കൽ എന്ന പ്രക്രിയയിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം ഹെർമൻ ഗുണ്ടട്ട് അദ്ദേഹം എപ്പോഴും ചെയ്തത് എന്താണ്? അദ്ദേഹം ബൈബിൾ മാത്രം പ്രചരിപ്പിച്ച ഒരാളേ അല്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം പ്രചരിപ്പിച്ചതിനകത്തൊരു 10% ഉള്ളൂ ബൈബിൾ. യഥാർത്ഥത്തിൽ ബൈബിൾ എന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളെയും ലോകത്തിൻ്റെ മുഴുവൻ ധർമ്മസങ്കടങ്ങളെയും സ്വയം ഏറ്റുവാങ്ങുന്ന വളരെ വിശുദ്ധമായ ഒരു തത്വചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രചരിച്ചിരുന്നത്, അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യം അത് വളരെ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ നിശ്ചയമായിട്ടും ബൈബിളായിരുന്നു. അത് യാതൊരു സംശയമില്ല. പക്ഷേ ആ ത്യാഗത്തിൽ നിന്നും, അതിൽ നിന്ന് ലഭിച്ച ആ ത്യാഗത്തിൻ്റേതായ ഏറ്റവും ഉത്കൃഷ്ടമായ ആശയത്തിൽ നിന്നും അദ്ദേഹം പ്രവർത്തിച്ചത് നമുക്ക് വേണ്ടിയായിരുന്നു, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു, സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു. നിങ്ങൾ നോക്കുക, അദ്ദേഹത്തിൻ്റെ സാഹിത്യം പരിശോധിച്ചാൽ ഏറ്റവും ലളിതമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലായിടത്തും അങ്ങനെ. ഒരിക്കലും ഈ അയത്ന ലളിതമായി വായിച്ചു പോകാവുന്ന ഭാഷയിൽ മാത്രം എഴുതിയ ഒരാളാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട്. അദ്ദേഹത്തിൻ്റെ ഏത് രചനകളും നോക്കിയാലും രാജ്യസമാചാരം പത്രം തന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഒരിക്കലും ക്ലിഷ്ടമല്ല, അവ്യക്തതയുള്ള ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഏറ്റവും സാധാരണക്കാരായ ആളുകളിലേക്ക് തന്നെ തൻ്റെ ആശയത്തെ എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മലയാളത്തിൽ ഞാനിപ്പോൾ ഈ നല്ല ഭാഷ സംസാരിക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞ തെളിഞ്ഞ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളും ഉപയോഗിക്കുന്നത് തന്നെയാണ്, നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അതാണ് മലയാള ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർക്കേണ്ട ഒരാൾ നിശ്ചയമായിട്ടും ഹെർമൻ ഗുണ്ടട്ടാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അദ്ദേഹം നല്ല തെളിഞ്ഞ മലയാള ഭാഷ നമുക്ക് നൽകിയ ഏറ്റവും മഹാനായ വ്യക്തിയാണ് അദ്ദേഹം. നമുക്കതിനു മുമ്പ് ഗദ്യഭാഷ ഉണ്ടായിരുന്നില്ല. നമുക്ക് പദ്യത്തിലായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. മാത്രമല്ല നമ്മുടെ സാധാരണ കോമൺ പീപ്പിൾ, ഈ പൊതുജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന് സ്വന്തമായൊരു ഭാഷ ഉണ്ടായിരുന്നില്ല. അവരവരുടേതായ ഓരോ ജാതിയിലും, ചെറിയ ജാതിയിൽപ്പെട്ടവർ, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അവരുടെ ഭാഷ അങ്ങനെ മാത്രമായിരുന്നു. ഇപ്പോൾ കൊട്ടാരത്തിലെ രാജ്ഞി കഞ്ഞി കുടിച്ചാൽ അത് പാൽക്കഞ്ഞിയാണ്. അതേസമയം പുലയ സമുദായത്തിൽപ്പെട്ട ഒരാൾ കുടിക്കുകയാണെങ്കിൽ അത് കരിക്കാടിയാണ്.
അതിൻ്റെ നിറം പോലും മാറിപ്പോകുന്നു. കഞ്ഞിക്ക് വെള്ള നിറമല്ലേ, അതിൽ പാലൊഴിച്ചാൽ പാൽക്കഞ്ഞിയാവും. ഈ വെളുത്ത കഞ്ഞി കീഴാള വിഭാഗത്തിൽപ്പെട്ട, പുലയ വിഭാഗത്തിൽപ്പെട്ട ആളോ പറയ വിഭാഗത്തിൽപ്പെട്ട ആളോ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേര് കരിക്കാടി എന്നായിപ്പോയി. പെട്ടെന്ന് അതിൻ്റെ നിറം മാറി, പെട്ടെന്ന് അതിൻ്റെ സ്വഭാവം മാറി, അത് കഞ്ഞിയിൽ നിന്ന് മാറി കാടിയിലേക്ക് മാറി. മൃഗങ്ങൾക്ക് കൊടുക്കുന്നതാണ് കാടി. അപ്പോൾ വാക്കിനകത്ത് വലിയ അർത്ഥങ്ങളുണ്ട്, വാക്കിനകത്ത് സംസ്കാരമുണ്ട്, വാക്കിനകത്ത് അടിച്ചമർത്തലുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. വാക്കിനകത്തുള്ള വാക്കൊരു ചാട്ടവാറായി മാറുകയാണ്. തമ്പുരാൻ കുടിക്കുന്നത് പാൽക്കഞ്ഞിയാണെന്ന് പറയുകയും കീഴാളൻ കുടിക്കുന്നത് കരിക്കാടിയാണെന്ന് പറയുമ്പോൾ ഈ കരിക്കാടി എന്ന പ്രയോഗം ഒരു ചാട്ടവാറായി അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക്, അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിലേക്ക് ആഞ്ഞു വീഴ്ചുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാഷ എവിടെയാണ് ചാട്ടവാറായി മാറുന്നത്, ഭാഷ എവിടെയാണ് അടിച്ചമർത്തലായി മാറുന്നത്, ഭാഷ എവിടെയാണ് അധികാരത്തിൻ്റെ അടയാളമായി മാറുന്നത്, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ തരത്തിൽ ഭാഷയ്ക്ക് വലിയ വലിയ പ്രത്യേകതകളുണ്ട്. ഭാഷയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഭാഷയ്ക്ക് മനുഷ്യനെ നന്നാക്കാനും കഴിയും, മനുഷ്യനെ തളർത്താനും കഴിയും. ഇങ്ങനെ തളർത്തുന്ന ഭാഷ പ്രചരിച്ചിരുന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹം വന്നിട്ട് കഞ്ഞി എന്ന പ്രയോഗം അല്ലെങ്കിൽ അത്തരം വാക്കുകൾ പൊതുസമൂഹത്തിന് സ്വീകാര്യമായ വാക്കുകളിലേക്ക് നമ്മുടെ ഭാഷയെ എത്തിക്കുന്നത്. ഞാനീ പറയുന്നതെല്ലാം രാജ്യസമാചാരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, രാജ്യസമാചാരത്തിൽ പ്രയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഭാഷയിലെ ഗദ്യം എന്നുള്ളത്. നമുക്ക് മുമ്പൊരു ഗദ്യം ഉണ്ടായിരുന്നില്ല. മലയാളത്തിനൊരു ഗദ്യസാഹിത്യം തന്നത് യഥാർത്ഥത്തിൽ മിഷണറിമാരാണ്. നമ്മൾ പൊതുവായുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയാണ് ഈ മിഷണറിമാർ എന്ന് വിളിക്കുന്നത്. പണ്ഡിതന്മാരായി വിദേശത്ത് നിന്നെത്തിയ വലിയ സ്കോളേഴ്സ്. ഇദ്ദേഹം ഒന്ന് ആലോചിക്കണം, നമ്മൾ പറയുന്ന 1800കളിലെ കാലമാണ് പറയുന്നത്. 1800കളിൽ വിദേശത്ത് നിന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ട് ഇവിടെ വന്ന ആളാണ്. അപ്പോൾ ഞാനും സാറും നമ്മളൊക്കെ ഡോക്ടറേറ്റ് എടുത്തവരാണ്. നമ്മൾക്ക് എത്രയോ കാലത്തിന് ശേഷം ഒരു ആകാശം കൊണ്ട് നിൽക്കുന്ന ഒരു മഹാമേരുവിൻ്റെ തണലിൽ നിൽക്കുന്ന ചെറിയ ആളുകളാണ് നമ്മളൊക്കെ. 1800കളിൽ വിദേശത്ത് നിന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ട് ഇവിടെ വരികയും സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം. വെറും സാധാരണക്കാരുടെ ഇടയിൽ. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇന്ത്യയിൽ ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു കോളേജിൽ പ്രൊഫസറായിരിക്കുകയും ഒരിക്കലും കാറ്റും വെയിലും ഒന്നും കൊള്ളാതെ ഇങ്ങനെ കാറിനകത്ത് സഞ്ചരിക്കുകയും AC സഞ്ചരിക്കുകയും ഒന്നും ചെയ്ത ആളല്ല. അദ്ദേഹം ഈ ഭാഷ ശേഖരിക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിച്ചാൽ നമ്മൾ അതിശയിച്ചു പോകും. അദ്ദേഹം ഈ വാക്കുകളൊക്കെ എങ്ങനെയാണ് തേടിപ്പിടിച്ചത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പം ഇവിടെ ഇരിക്കുന്ന കുട്ടികളും ഞാനും ഉൾപ്പെടെയുള്ള നമ്മളൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നത്? നമ്മൾ നാട്ടിൽ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കിട്ടും. കൂടുതൽ നമ്മൾ വായിച്ചാണ് പഠിക്കുന്നത്. കാരണം നമുക്കൊരു വലിയ വൊക്കാബുലറി ഉണ്ട്, ഭാഷയുടെ വൊക്കാബുലറി നമുക്കുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമയത്ത് അതില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് പല തട്ടുകളിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. ബ്രാഹ്മണൻ സംസാരിക്കുന്ന ഒരു ഭാഷ, തൊട്ട് താഴെ നിൽക്കുന്ന ക്ഷത്രിയൻ സംസാരിക്കുന്ന മറ്റൊരു ഭാഷ, അതിന് താഴെ നിൽക്കുന്ന നായർ സംസാരിക്കുന്ന വേറൊരു ഭാഷ, അതിന് താഴെ നിൽക്കുന്ന ഈ നായർ വിഭാഗത്തിൽ തന്നെ ഉള്ള വ്യത്യസ്ത ആളുകൾ സംസാരിക്കുന്ന വ്യത്യസ്ത ഭാഷ, അത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ഈഴവ വിഭാഗത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന വേറൊരു ഭാഷ, അത് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വരുമ്പോൾ ഓരോ വിഭാഗത്തിലുള്ളവർക്കും പ്രത്യേകം ഭാഷകളും പ്രത്യേകം പ്രയോഗങ്ങളും ഉണ്ടായിരുന്ന ഒരു കേരളത്തിലാണ് ഡോക്ടർ ഹെർമൻ ഗുട്ടഡ് എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ വന്ന് ഈ ഭാഷകളിൽ നിന്നെല്ലാം ആവശ്യമുള്ള വാക്കുകളെ മുഴുവൻ ശേഖരിച്ച് ഒരു ഡിക്ഷണറി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കും ഡിക്ഷണറി ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല. കാരണം 10 ഡിക്ഷണറികൾ ആണുങ്ങളുണ്ടാക്കിയ 10 ഡിക്ഷണറി എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് കുറേ വാക്കുകൾ എടുത്ത് 5-6 പുതിയ വാക്കുകൂടെ ചേർത്താൽ ഡിക്ഷണറിയായി. പക്ഷേ അദ്ദേഹം ചെയ്തതല്ല, ഒന്ന് ശൂന്യതയിൽ നിന്നാണ് ഡിക്ഷണറി ഉണ്ടാക്കുന്നത്. ഡിക്ഷണറി എന്ന സങ്കല്പം പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഭാരതത്തിൽ നിഘണ്ടു എന്ന സങ്കല്പം ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ നമ്മൾ വായിക്കുന്ന സംസാരിക്കുന്ന വാക്കുകളൊക്കെ തന്നെ, സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ തന്നെ ശേഖരിച്ച് വയ്ക്കുന്ന പദകോശം എന്ന് പറയുന്നൊരു സങ്കല്പം നമുക്കുണ്ടായിരുന്നില്ല. അതിനൊരു ഡിക്ഷണറി ഉണ്ടായിരുന്നല്ലോ അതിനു മുമ്പ്. അപ്പോൾ അദ്ദേഹം മലയാളത്തിലെ ഭാഷ ശേഖരിക്കാൻ വേണ്ടി അദ്ദേഹം പോയിരുന്നത്, അദ്ദേഹം ഈ സാധാരണക്കാരൻ്റെ ഭാഷ സംസാരിക്കുമ്പോൾ സാധാരണക്കാരൻ്റെ അടുത്ത് പോകണമല്ലോ, അല്ലാതെ പറ്റില്ലല്ലോ. തീണ്ടലും തൊലിയിലും വളരെ കാലമാണ്, അങ്ങനെ മനസ്സിലാക്കാനും പ്രയാസമാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ചന്ത, ഈ സാധാരണക്കാർ വിൽക്കുന്ന ചന്തകളിൽ പോവുക, ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന അവരുടെ കോളനികളിൽ പോവുക, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇദ്ദേഹം കയറി ഇറങ്ങി നടന്ന് അവിടെ നിന്ന് അവർ വർത്തമാനം പറയുന്നില്ല. എപ്പോഴും പോക്കറ്റിൽ ഒരു ചിറ്റ് ബുക്ക് ഉണ്ടാകുമായിരുന്നു. ഇന്നത്തെ പ്പോൾ നമുക്ക് മൊബൈൽ എല്ലാം അതിനകത്ത് സേവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഈ ചിറ്റ് ബുക്കിനകത്ത് അദ്ദേഹം കുറിക്കും. അദ്ദേഹം അനുഭവിച്ചുള്ള ധർമ്മസങ്കടം ആലോചിച്ച് നോക്കണം. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് ഈ മരിശീനിക്ക് പറയുന്നൊരു പേരുണ്ട്. അതേ പേര് നമുക്ക് കോഴിക്കോട് പോയി പറയാൻ പറ്റത്തില്ല. കോഴിക്കോട് പറയുന്ന വാക്ക് ഇവിടെ വന്ന് പറയാൻ പറ്റത്തില്ല. ഒരേ സാധനം, നമ്മൾ കഴിക്കുന്നൊരു ഭക്ഷ്യവസ്തു, അത് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പേരുകൾ അറിയപ്പെടുകയും ചിലയിടങ്ങളിൽ അത് ഒരു മോശപ്പെട്ട വാക്കായി മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു, അങ്ങനെ തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു കാലം ഇപ്പോഴും ഉണ്ട്. പക്ഷേ അന്നത്തെ കാലത്തോ ഇതിനകത്ത് ഏതാണ് സഭ്യം, ഏതാണ് സഭ്യേതരം, ഏതാണ് അശ്ലീലം, ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അദ്ദേഹം ഒരാൾ കേൾക്കുന്ന വാക്ക് കേൾക്കുന്നു, അതപ്പോഴെ കുറിച്ചെടുക്കുന്നു. ഇവരോട് ചോദിക്കാൻ പറ്റുമോ? അയാൾ മറ്റൊരാളെ തെറി പറഞ്ഞതായിരിക്കും ഒരു പക്ഷേ ഇത് എൻ്റെ അർത്ഥം എന്താ എന്ന് ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചാൽ അടി കിട്ടുമോ? അപ്പം വീണ്ടും
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ നമ്മളാണ് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ധർമ്മസങ്കടങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരാളോട് ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ അയാൾക്ക് ആ പ്രയോഗം നടത്തിയത് എപ്പോഴാണ്, ഏത് സന്ദർഭത്തിലാണ്, ആ സന്ദർഭം കൊണ്ട് എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമുണ്ട്, അച്ഛൻ എന്നതിന് നമ്മൾ ചില സ്ഥലങ്ങളിൽ തന്ത എന്ന വാക്ക് പറയാറുണ്ട്, അല്ലേ? തന്ത എന്ന വാക്ക് അച്ഛൻ്റെ പര്യായമായി പറയാറുണ്ട്. പക്ഷേ ചില ദേഷ്യത്തിൽ പറയുമ്പോഴോ ഇത് വേറെ അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ സമയത്തെയും മൂടനുസരിച്ചിട്ട് വാക്കുകൾക്ക് അർത്ഥം മാറും, മൂടിനനുസരിച്ച് വാക്കുകൾക്ക് അർത്ഥം മാറും. അപ്പോൾ ഇത്തരം വലിയ ധർമ്മസങ്കടങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ഓരോ വാക്കും തേടിയെടുക്കുക, വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അത് ഡിക്ഷണറിയിൽ ഉൾപ്പെടുത്തുക എന്ന തരത്തിൽ അദ്ദേഹം 20 വർഷക്കാലത്തെ നിരന്തരമായ അധ്വാനമാണ് അദ്ദേഹം ഈ ഭാഷ ശേഖരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ളത്. നമുക്ക് വേണ്ടിയാണെന്ന് ആലോചിക്കണം. അദ്ദേഹം കേരളീയനല്ല, ഇന്ത്യക്കാരനല്ല, ഏഷ്യക്കാരനല്ല. അദ്ദേഹത്തിന് ഒരു ആവശ്യവുമില്ല ഇവിടെ വന്ന് ഇത്രയും ഈ ജോലിയെല്ലാം ചെയ്യേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹം വന്ന് വളരെ സമർത്ഥമായിട്ട് കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് അങ്ങനെ നല്ല VIP ആയിട്ട് ജീവിച്ചാൽ മാത്രം മതി. പക്ഷേ തെരുവിലെല്ലാം ഇറങ്ങി നടന്ന് നമ്മുടെ ഭാഷ മനസ്സിലാക്കുകയും ആ ഭാഷയ്ക്ക് വേണ്ടി ഒരു ഡിക്ഷണറി തയ്യാറാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. നമ്മളാണ് ആ സ്ഥാനത്ത്, നമ്മളെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുക. എന്നിട്ട് നമ്മൾ പുതിയ ഡിക്ഷണറി ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു, പുതിയ വാക്കുകൾ ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. നമ്മൾ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇന്നത്തെ സാഹചര്യമല്ല എന്ന് ആലോചിക്കണം, അന്നത്തെ സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇത് മുഴുവൻ ശേഖരിക്കുകയും പറയുകയും ചെയ്യുക, ഇത് മുഴുവൻ ശേഖരിക്കുകയും എഴുതുകയും ചെയ്യുക, ഇത് മുഴുവൻ അദ്ദേഹം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്ന വലിയ സാഹസികമായൊരു പ്രവൃത്തിയാണ് അദ്ദേഹം ഈ ഡിക്ഷണറി അല്ലെങ്കിൽ പദകോശം ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തത് എന്നാലോചിക്കുക. നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, ഹെർമൻ ഗുണ്ടട്ട് മലയാളത്തിൽ ഒരു ഡിക്ഷണറി തയ്യാറാക്കി, തീർന്നു. പക്ഷേ അത് എത്രയോ വർഷങ്ങളുടേതായ മഹാത്യാഗത്തിൻ്റേതായ ഒരു പരിസമാപ്തിയിലാണ് ഡിക്ഷണറി എന്നൊരു സാധനം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ തരത്തിൽ അദ്ദേഹം ചെയ്ത വലിയ സേവനങ്ങളിൽ ഒന്നാണത്. എന്തുകൊണ്ട് ഇത് ചേർത്ത് പറയുന്നു വെച്ചാൽ രാജ്യസമാചാരം എന്ന പുസ്തകം നമുക്ക് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഞാൻ ചില കാര്യങ്ങൾ പറയാം. പരിഭാഷകൾ നമ്മൾ നടത്തുമല്ലോ, ട്രാൻസ്ലേഷൻസ് നടത്തുമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ ആഫ്രിക്കയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കാപ്പിരി എന്ന വാക്ക് നമ്മളിപ്പം സാധാരണ പറയാറുണ്ട്, കാപ്പിരി എന്ന് പറയാറുണ്ട്. കറുത്തവരെ കാണുമ്പോൾ ചില ക്ലാസ്സിലൊക്കെ, എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, നല്ല കറുത്ത ആളായിരുന്നു. ആ പുള്ളിയെ ഇരട്ട പേര് വിളിക്കുന്നത് കാപ്പിരി എന്ന് വിളിക്കും. കാപ്പിരി എന്ന് വിളിച്ചാൽ അപ്പോൾ ഇടി കിട്ടും, ഉടനെ പ്രതികരിക്കും പുള്ളി. എപ്പോഴും വിളിച്ചോ ആ സമയത്ത് പടയെ എന്നൊരു സാധനം നമ്മുടെ പുറത്ത് വന്ന് വീഴും. അപ്പോൾ ഇത് ഒരു കളിയാക്കൽ, ആക്ഷേപിച്ച് പറയുന്നതാണ്. അപ്പോൾ കറുത്തവരെ കാപ്പിരി എന്ന് വിളിക്കുന്നത് ഒരു പ്രയോഗം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ കറുത്തവൻ ഇവിടെ മാത്രമല്ല ഉള്ളതെന്നും കറുത്തവൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെന്നും അവരൊക്കെ നമ്മുടെ ഇവിടെയുള്ള കറുത്തവർ അനുഭവിക്കുന്ന എല്ലാ ധർമ്മസങ്കടങ്ങളും എല്ലാ വേദനകളും അനുഭവിക്കുന്നുവെന്നും ലോകത്താകമാനം അങ്ങനെയുള്ള നിരവധി ആളുകളുണ്ടെന്നും അവരോട് അനുഭവിക്കുന്ന ഈ വേദനകൾക്കെല്ലാം പ്രതിഷേധമായി അവർ ശബ്ദമുയർത്തുമെന്നും അവർക്ക് ശബ്ദമുയർത്താനും പ്രതിഷേധിക്കാനുമുള്ള അവകാശമുണ്ടെന്നും നമ്മളെ പഠിപ്പിച്ചത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് രാജ്യസമാചാരത്തിലൂടെയാണ്. കാപ്പിരിയുടെ സുവിശേഷം എന്ന് പറഞ്ഞിട്ടൊരു കാപ്പിരിയുടെ വിശേഷം എന്ന് പറഞ്ഞിട്ടൊരു ലേഖനമുണ്ട്. അതിൽ പറയുന്നുണ്ട്, ആഫ്രിക്കയിൽ കറുത്ത വർഗ്ഗക്കാരനായ ഒരാൾ അയാൾക്ക് നേരിട്ട അനുഭവം, അയാൾക്ക് വെള്ളക്കാരൻ നേരിട്ട അനുഭവത്തെക്കുറിച്ച് അയാൾ മനസ്സിലാക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് ധൈര്യം ലഭിക്കുന്നത് അയാൾ ക്രിസ്ത്യാനിറ്റിയെ മനസ്സിലാക്കുമ്പോൾ, ക്രിസ്തുവിനെ മനസ്സിലാക്കുമ്പോഴാണ്. അയാൾക്ക് പ്രതികരിക്കാനുള്ള ധൈര്യമുണ്ടാകുന്നത്, അയാളുടെ ആത്മവീര്യം ഉണരുന്നത്, അയാളുടെ ആത്മാഭിമാനം ഉയരുന്നത് എന്ന് ഈ ലേഖനത്തിലൂടെ അറിയുന്നു. ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഇവിടുത്തെ ഒരാൾ, മലയാളിയായ ഒരാൾ, കറുത്ത വർഗ്ഗക്കാരനായ ഒരാൾ, അല്ലെ കറുത്തവനായ ഒരാൾ, അയാൾ മനസ്സിലാക്കിയത് വായിക്കുമ്പോൾ പറയും, ഞാൻ മാത്രമല്ല ഇങ്ങനെയുള്ളത്, ലോകത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ളവരുണ്ട്. അവരൊക്കെ ഇങ്ങനെ ആവുക മാത്രമല്ല, അവരെന്നും അടികൊണ്ടും ചവിട്ടുകൊണ്ടും ഇങ്ങനെ കിടക്കുകയല്ല, അവർ പ്രതിഷേധിക്കാൻ തയ്യാറാകുന്നു. പ്രതിഷേധിക്കുക മാത്രമല്ല, അവർ മനുഷ്യത്വത്തിലേക്ക് ഉയരുന്നു, അവർ മറ്റുള്ളവരുടെ തുല്യനായി നിൽക്കാനുള്ള തുല്യതയിലേക്ക് അവൻ വളരുന്നു എന്ന കാര്യം, സ്വാതന്ത്ര്യത്തിൻ്റേതായ ഏറ്റവും ശോഭനമായ ഒരു സ്വപ്നത്തെയാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ ഇവിടുത്തെ കറുത്ത വർഗ്ഗക്കാരൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം കാശ് കൊടുത്ത് കോൺഫിഡൻസ് പിള്ളേർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ക്ലാസ്സുകളിൽ പോവുക ചെയ്യുന്നത്. ഓൺലൈനിൽ ക്ലാസ് കൊടുക്കുക, ഇതൊന്നും വേണ്ട, വീട്ടിൽ തന്നെ മതി. വീട്ടിൽ തന്നെ പിള്ളേർക്ക് അഭിമാനം ബോധത്തോടെ പിള്ളേരെ വളർത്തിയാൽ മാത്രം മതി. നമുക്ക് അഭിമാനം ഉണ്ടെങ്കിൽ കുട്ടികൾക്കും അഭിമാനം ഉണ്ടാകും. അതാണ് പ്രധാന കാര്യം. രക്ഷകർത്താക്കൾക്കുള്ള അഭിമാനമാണ് യഥാർത്ഥത്തിൽ കുട്ടികളിലേക്ക് പകരുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്നോട് പലപ്പോഴും എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീട് പഴയ തറവാടായതുകൊണ്ട് കയറുമ്പോൾ എനിക്ക് എപ്പോഴും തലക്കിടി കിട്ടും. വാതിൽ താന്ന വാതിലാണ്. അപ്പോൾ മുത്തശ്ശിയെ കാണാൻ പോകുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും തലക്കൊരു ഇടി കിട്ടും. അപ്പോൾ ഇടി കിട്ടിയിട്ട് അകത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് പറയും, ഈ വാതിൽ അങ്ങനെ പറയും. അപ്പോൾ എൻ്റെ അപ്പൂപ്പൻ പറയും, മുത്തശ്ശൻ പറയും, നിനക്ക് നിൻ്റെ അച്ഛൻ്റെ തലയെടുപ്പുണ്ട്, അതുകൊണ്ട് നിനക്ക് എപ്പോഴായാലും ഇടി കിട്ടിക്കോട്ടെ, പക്ഷേ നീ ഒരിക്കലും തല കുലിക്കേണ്ടതില്ല എന്ന് പറയും. അതൊരു പ്രധാനപ്പെട്ട മെസ്സേജാണ്. വളരെ ആലോചനയൊന്നുമില്ലാതെ അത് പറഞ്ഞൊരു വാക്ക് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിൽ വരുന്നു. ഈ തലയെടുപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അതിന് മീനിങ് ആയിട്ട് അഹങ്കാരമൊന്നും കൂട്ടരുത്, ആത്മാഭിമാനമാണ്. നമ്മുടെ അഭിമാനമാണ് പ്രധാന കാര്യം.
ഒരാളുടെ മുന്നിൽ പോയി നമ്മൾ ഒരു കാര്യത്തിലും തലകുനിക്കാൻ പാടില്ല, ഒരിക്കലും തലകുനിക്കേണ്ട ആവശ്യവുമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ നിങ്ങളുടെ ഒരു സ്പേസ് ഉണ്ട് എവിടെയും. അത് എത്ര പണ്ഡിതനായിക്കോട്ടെ, ഏറ്റവും താഴെയുള്ള ആളായിക്കോട്ടെ. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഡോക്ടർ ഹെർമൻ ഗുണ്ടർ പറയുന്ന ഈ വലിയ പത്രാധിപർ നമുക്ക് നൽകിയത് ഇവിടുത്തെ നമുക്ക് ഉണ്ടായിരുന്ന നമ്മുടെ മനസ്സിലിങ്ങനെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു കീഴാള മനസ്ഥിതിയും ഒരു അടിമ മനസ്ഥിതിയും മാറ്റിയെടുക്കുകയും നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരാണെന്നും നമുക്ക് സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങാനുള്ള കെൽപ്പുള്ളവരാണെന്നും നമ്മളെ ബോധ്യപ്പെടുത്തുകയും നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടാക്കി തരികയും ചെയ്തു ഈ ഒരു ലേഖനത്തിലൂടെ എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. ഞാൻ വീണ്ടും വരാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനു മുമ്പ് ധരിച്ചിരുന്ന എന്താണ്? നമ്മുടെ പ്രദേശം മാത്രമേ ഉള്ളൂ, ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, ഇതിനപ്പുറത്തൊരു സ്ഥലമുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് ട്രെയിനുണ്ട്, ഫ്ലൈറ്റുണ്ട്, വിമാന സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ലോകത്ത് എല്ലായിടത്തും സഞ്ചരിക്കാം. അന്നത്തെ കാലത്ത് ഈ റോഡ് പോലും ഇല്ലെന്ന് മനസ്സിലാക്കണം. ഇദ്ദേഹം കേരളത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് റോഡുകളില്ല. ഇന്ന് നമ്മൾ കാണുന്ന നാഷണൽ ഹൈവേ ഇല്ല, റോഡുകളുമില്ല. ഉള്ളതെന്താണ്? മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും വേനൽക്കാലത്ത് ഉണങ്ങിക്കിടക്കുകയും ചെയ്യുന്ന നാട്ടിടവഴികൾ മാത്രമാണുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ ജലപാതയാണുള്ളത്. അപ്പോൾ ജലപാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് അന്ന് ചെയ്തിരുന്നത്. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കുട്ടികളൊക്കെ ഉള്ള മുതിർന്നവർക്കെല്ലാവരും അറിയാം, കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ ട്രിവാൻഡ്രത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് TS കനാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഷൊർണൂർ വരെയുള്ളൊരു കനാലുണ്ട് ഇവിടെ. തിരുവനന്തപുരത്ത് നിന്ന് വള്ളത്തിൽ കയറിയാൽ, ബോട്ടിൽ കയറിയാൽ, അന്ന് വള്ളത്തിൽ കയറിയാൽ അങ്ങ് ഷൊർണൂർ വരെ നമുക്ക് യാത്ര ചെയ്യാം, സഞ്ചരിക്കാം. അങ്ങനെ TS കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുറേ കായലുകളാണ്. ഈ കായലുകൾ തമ്മിൽ ഇടയ്ക്ക് തോടുകൾ മൂലം ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള തോടുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൃത്രിമമായി ഉണ്ടാക്കിയ തോടുകളിലൂടെയാണ് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഷൊർണൂർ വരെയുള്ള ഈ ജലപാത ഉണ്ടാക്കിയത് ഈ തിരുവിതാംകൂറിലെ എല്ലാവരും നമ്മൾ പറയും രാജാവാണ്. നമ്മൾ പുരുഷാധിപത്യമുള്ളൊരു സമൂഹമാണ്. പെണ്ണുങ്ങൾക്ക് നമ്മൾ ഒരിക്കലും സ്ഥാനം കൊടുക്കത്തില്ല. ഇപ്പോൾ ഈ റീസെൻ്റായിട്ടാണ് റേഷൻ കാർഡിനകത്ത് ഗ്രഹനാഥ വന്നത്. അതിനു മുമ്പ് ഗ്രഹനാഥനാണ്. മൂക്കറ്റം കുടിച്ച്, ഭാര്യയെ ഇടിച്ച്, പിള്ളേരെയും ചവിട്ടി, നാട്ടുകാരുടെ മുഴുവൻ ഇടിയും കൊണ്ട് നടക്കുന്നവനാണ് എപ്പോഴും ഗ്രഹനാഥൻ. അല്ലാതെ രാവിലെ മുതൽ വൈകുന്നവരെ പോയി പണി ചെയ്ത് വീടിനെ പുലർത്തുന്ന ഈ സ്ത്രീക്ക് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഗ്രഹനാഥ വന്നത്. അപ്പോൾ പുരുഷാധിപത്യമുള്ളൊരു സമൂഹമാണ് നമ്മുടേത്. അങ്ങനെ പുരുഷാധിപത്യമുള്ള ഒരു സമൂഹമായിരിക്കുന്ന ഒരു സൊസൈറ്റിയിലേക്കാണ് അദ്ദേഹം ഇതുപോലെയുള്ള പുറത്തുനിന്നുള്ള വലിയ അറിവുകൾക്ക് നമുക്ക് പകർന്നു തരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ലോകമാകെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ TS കനാലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പുരുഷാധിപത്യം പറഞ്ഞത്. യഥാർത്ഥത്തിൽ തിരുവിതാംകൂറിനെക്കുറിച്ച് പറയുമ്പോൾ തിരുവിതാംകൂറിലെ ഇന്ന് കാണുന്ന ഈ വലിയ വികസനങ്ങളുടെയൊക്കെ അടിസ്ഥാനമെന്ന് പറയുന്നത് സ്ത്രീകളാണെന്ന കാര്യം ഓർക്കുക. ഞാൻ എന്തിപ്പം വർത്തമാനം നിൽക്കുന്ന ഈ ഒരു ഹാളെന്ന് പറയുന്നത് മഹാനായ അയ്യങ്കാളിയുടെ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അയ്യങ്കാളിയുടെ പേരിൽ അറിയപ്പെടുന്നത് തൊട്ട് മുമ്പ് ഇത് VJT ഹാളായിരുന്നു. വിക്ടോറിയ രാജ്ഞിയുടെ പേരിലുള്ള ഹാളായിരുന്നത്. ഇംഗ്ലണ്ട് ഭരിച്ച രണ്ട് വലിയ ചക്രവർത്തിനിമാർ, ഒന്ന് വിക്ടോറിയ രാജ്ഞിയും പിന്നീട് എലിസബത്ത് രാജ്ഞിയും. അപ്പോൾ വിക്ടോറിയ രാജ്ഞിയുടെ പേരിലുള്ള സ്മാരകങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. വലിയ പാടവം പ്രകടിപ്പിച്ച ഒരു മഹാറാണിയാണ് വിക്ടോറിയ രാജ്ഞി. അപ്പോൾ ഇവിടെയാണെങ്കിലും ഈ രണ്ട് പെണ്ണുങ്ങൾ 28 വയസ്സിന് പ്രായം, അത് ഏറാണ്ട് അത്രയൊക്കെ പ്രായം മാത്രമുള്ള രണ്ട് പെണ്ണുങ്ങളാണ് തിരുവിതാംകൂറിൻ്റെ വികാസത്തിൽ മുഴുവൻ ചെയ്തത് എന്ന കാര്യം നോക്കുക. TS കനാലൊക്കെ ചെയ്തത് അങ്ങനെയാണ്. സേതു ലക്ഷ്മിഭായിയും സേതു പാർവതിഭായിയും രണ്ടുപേരും റീജൻ്റായിട്ട് ഭരണം നടത്തിയവരാണ്. വളരെ കുറച്ച് കാലം ഭരിച്ചുള്ളൂ. പക്ഷേ ആ ഭരിച്ച കാലത്ത് അവർ ചെയ്ത വിസ്മയം അത്ഭുതകരമാണ് എന്ന കാര്യം ആലോചിക്കുക. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് നമ്മൾ പറയുന്ന മഹാനായ മാർത്താണ്ഡവർമ്മ മഹാരാജനെക്കുറിച്ചാണ് പറഞ്ഞത്. ആയില്യം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. ആയില്യം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജൻ്റെ പേര് പറയുമ്പോൾ തന്നെ രക്തത്തിൻ്റെ മണമുണ്ടാവും, വാളിൻ്റെ മിനുക്കമുണ്ടാവും. എത്ര പേരെ അരിഞ്ഞു തള്ളിയത്! രക്തദാഹിയായ ഒരു ഭരണാധികാരിയെയാണ് നമ്മൾ തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന കാര്യത്തിൽ ഞാൻ പഠിച്ചു. ഞാൻ പിന്നെ കുട്ടികളെ പഠിപ്പിച്ചു. ഇപ്പം ഞാൻ തിരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് പറയുന്ന മാർത്താണ്ഡവർമ്മയാണ് 8 വീട്ട പിള്ളമാരെ മുഴുവൻ കൊന്നൊടുക്കിയത്, തമ്പിമാരെ മുഴുവൻ കൊന്നൊടുക്കിയത്. ഏറ്റവും അധികം രക്തപ്പുഴ ഒഴുകിയത് അക്കാലത്താണ്, അദ്ദേഹത്തിൻ്റെ ഭരണാധികാരത്താണ്. വാൾത്തലപ്പിലൂടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കുകയും അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന തരത്തിൽ നമ്മൾ ചരിത്രകാരന്മാരെ വാഴ്ത്തുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ചരിത്രത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന കാര്യം ഭംഗ്യം തന്നെയാണ് ഞാൻ പറഞ്ഞു പോയിക്കൊള്ളേ. അപ്പോൾ ഈ TS കനാലാണ് നമുക്കുള്ളൊരു യാത്ര. ആ യാത്രയില്ല, അതിലൂടെയാണ് പലപ്പോഴും ആളുകൾ യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഈ യാത്ര എല്ലാവർക്കും സഞ്ചരിക്കാൻ പറ്റില്ല. അതൊരു പ്രധാന കാര്യമാണ്. നമുക്കറിയാമല്ലോ വൈക്കം സത്യാഗ്രഹം സംഭവിക്കുന്നത് അതുകൊണ്ടാണല്ലോ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വൈക്കക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള റോഡിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും സഞ്ചരിക്കാം. അതിവിടെ ധാരാളം പശുക്കൾ ഓടിപ്പോകും, ആട് ഓടിപ്പോകും, നായ്ക്കൾ ഓടിപ്പോകും, കുതിരകൾ ഓടിപ്പോകും. കുതിര ഉണ്ടെങ്കിൽ എല്ലാ ജീവികൾക്കും പോവാം. പക്ഷേ കീഴാളരായ ആളുകൾക്ക് ആർക്കും സഞ്ചരിക്കാൻ അവകാശമില്ല.
ഈ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു കോളേജിൽ പോയപ്പോൾ കുട്ടികൾ ചോദിച്ചു, ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയുള്ള സമരമായിരുന്നില്ലേ എന്ന്. ഞാൻ പറയട്ടെ, ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയുള്ള സമരമേ ആയിരുന്നില്ല അത്. ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിലൂടെ നടക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു അത്. പലരും അങ്ങനെ ധരിച്ചിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹം പറഞ്ഞാൽ വൈക്കം ക്ഷേത്രത്തിനകത്ത് കയറുന്നതിന് വേണ്ടി അധസ്ഥരായ ആളുകൾ സമരം ഉണ്ടാക്കിയതാണ്. അങ്ങനെയല്ല. വൈക്കം ക്ഷേത്രത്തിന് മുന്നിലെ റോഡിലൂടെ നിങ്ങൾ ഇപ്പോഴും വൈക്കം ക്ഷേത്രം അവിടെ ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വലിയ ക്ഷേത്രത്തിന് വലിയ ചുറ്റമ്പലം, അകത്തളമൊക്കെ ഉണ്ട്. ആ ചുറ്റമ്പലം വലിയ ചുറ്റമ്പലം, ആകാശം വിട്ട് നിൽക്കുന്ന ഭയങ്കര ഗോപുരമൊക്കെയുള്ള ചുറ്റമ്പലമാണ്. ചുറ്റമ്പലത്തിന് പുറത്ത് റോഡുണ്ട്. ആ റോഡിനും അപ്പുറത്തുള്ള കിഴക്കുള്ള റോഡിലൂടെ നടക്കാൻ ഈ കീഴാളർ നടക്കാൻ പാടില്ല. അതിനുവേണ്ടിയുള്ള സമരമായിരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ അകലം കാണുന്ന 1 കിലോമീറ്ററെങ്കിലും അപ്പുറത്തുള്ള റോഡിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൂടെ പോലും നടക്കാൻ അനുവാദമില്ലായിരുന്നൊരു കാലഘട്ടത്തിലാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് ഈ പാവപ്പെട്ടവരുടെ അടുക്കലെല്ലാം പോവുകയും അവരുടെ ഭാഷ ശേഖരിക്കുകയും ഡിക്ഷണറി ഉണ്ടാക്കുകയും മാസിക ഉണ്ടാക്കുകയും ചെയ്തത്. കൂടാതെ അദ്ദേഹം ഈ പത്രത്തിലൂടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ കാര്യം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള ആളുകളുണ്ട് എന്ന് അദ്ദേഹം നമ്മളോട് പറയുന്നു. ഇപ്പോൾ ഇതിനകത്ത് നവസീലൻഡിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? നവസീലൻഡ് ന്യൂസിലൻഡാണ്. നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പം പഠിക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ ന്യൂസിലൻഡ്. അദ്ദേഹം ജ്ഞാനത്തിൽ വിസ്മയിച്ച് പോകാം. നമുക്കാർക്കെങ്കിലും പറ്റുന്നുണ്ടോ സാർ? നമ്മൾ ഇപ്പോഴത്തെ രാജ്യങ്ങളുടെ പേരുകളൊന്നും നമ്മൾ മലയാളത്തിലാക്കുന്നില്ലല്ലോ. ഈ ഭാഷയോടുള്ള അദ്ദേഹത്തിൻ്റെ ഭ്രമം, അദ്ദേഹത്തിൻ്റെ ഭാഷയോടുള്ള അനുരാഗം, ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. ഭാഷയോടുള്ള അദമ്യമായ അനുരാഗം മൂലം ന്യൂസിലൻഡ് എന്ന് പറയുന്ന യൂറോപ്യൻ വാക്കിനെ അദ്ദേഹം മലയാളത്തിലേക്കാക്കുക. നവസീലൻഡ്, എന്തൊരു മനോഹരമായൊരു ഒരു പ്രയോഗമാണെന്ന് ആലോചിച്ച് നോക്കുക. നവസീലൻഡ് എന്ന് കേൾക്കുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന നല്ല മനോഹരമായൊരു പൂച്ചെടിയോ അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നത്. അതൊരിക്കലും ന്യൂസിലൻഡിനാണെന്ന് നമുക്ക് തോന്നിക്കത്തില്ല. ന്യൂസിലൻഡ് എന്ന് പറഞ്ഞാൽ എത്ര ട്രൈ ആയിട്ടുള്ളൊരു പ്രയോഗം. പക്ഷേ അതിനെ നവസീലൻഡ് എന്നാക്കിയപ്പോഴത്തേക്കും നമ്മുടെ മലയാളത്തിൽ നമുക്കൊരു മനോജ്ഞമായ ഒരു വാക്ക് നമുക്ക് കിട്ടുകയാണ്. അദ്ദേഹം അങ്ങനെ പല കാര്യങ്ങളും മലയാളത്തിലേക്കാക്കിയിട്ടുണ്ട്. മലയാള ഭാഷയിലേക്ക് ഈ ഒരു പ്രദേശത്തിൻ്റെ പേര് പോലും മലയാളത്തിലേക്കാക്കുക എന്ന വലിയ പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഭാഷയെക്കുറിച്ച് നമുക്കിപ്പോഴും പല കാര്യത്തിലും എൻ്റെ പ്രയോഗത്തിൽ സംസാരത്തിൽ തന്നെ എന്തുമാത്രം ഇംഗ്ലീഷ് വാക്കുകൾ വന്ന് കയറുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ വെറുതെ ഇങ്ങനെ ആലോചിക്കും. ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും. കണ്ണു തുറന്നിട്ടാലും നമുക്ക് ആലോചിക്കാമല്ലോ, ഈ ഹെർമൻ ഗുണ്ടട്ട് പ്രസംഗിച്ചാൽ എങ്ങനെ ഇരിക്കും? എന്ത് നല്ല ഭാഷയിലായിരിക്കും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടാവുക. നല്ല പച്ച മലയാളത്തിൽ കൊച്ചു വാക്കുകൾ കൊണ്ട് മനോഹരമായിട്ടായിരിക്കും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അടുത്ത് നിൽക്കാൻ വേറെ ആർക്കും കഴിയുമില്ല. കാരണം ഈ പറഞ്ഞില്ലേ, ന്യൂസിലൻഡിന് നവസീലൻഡ് എന്ന് വിളിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും പ്രസംഗിക്കുക? നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എങ്ങനെയായിരുന്നിരിക്കും ആലോചിക്കുന്നു നോക്കുക. അപ്പോൾ ഈ ഭാഷയുടെ സൗന്ദര്യത്തെ, മലയാള ഭാഷയുടെ ലാളിത്യത്തെ, മലയാള ഭാഷയുടെ സംഗീതാത്മകതയെ, മലയാള ഭാഷയുടെ ആന്തരികമായ സൗന്ദര്യത്തെ ഒക്കെ എടുത്തു പ്രയോഗിച്ച ഒരു പ്രതിഭാധനനായ പണ്ഡിതനായിരുന്നു ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിൻ്റെ ഈ രാജ്യസമാചാരത്തിൻ്റെ ലക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് അതിശയം തോന്നിപ്പോവും. ആ തരത്തിലാണ് അദ്ദേഹം ഭാഷയെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊരു നല്ല ഗദ്യഭാഷ ഉണ്ടായത് യഥാർത്ഥത്തിൽ ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന ഈ മഹാമനീഷി ഇവിടേക്ക് എത്തിയതുകൊണ്ടാണ്. അദ്ദേഹമാണ് നമുക്ക് ഒരു നല്ല ഈ രാജ്യസമാചാരത്തിൻ്റെ ലക്കങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നോട് പല ആളുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യസമാചാരം. ഇതിപ്പോൾ 25 വർഷത്തിന് മുമ്പ് ഇറങ്ങിയ പുസ്തകമാണ്. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഇപ്പോഴായിരിക്കും ഈ പുസ്തകം കാണുന്നത്. ഞാനൊരിക്കലും നിങ്ങളെ ആരെയും കുറ്റം പറയത്തില്ല. കേരളത്തിലെ പത്രപ്രവർത്തനം പഠിപ്പിക്കുന്ന സർവകലാശാലകളിലെ പ്രൊഫസർമാരിത് കണ്ടിട്ടില്ല. അപ്പം നിങ്ങളുടെ കാര്യം ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമല്ല. ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ സെമിനാറിന് അടുത്ത സമയത്ത് ഞാൻ പോയപ്പോൾ ഇത് കണ്ടിട്ടില്ല, പല ആളുകളും കണ്ടിട്ടില്ല. ഇത് പ്രസിദ്ധീകരിക്കുകയും ഇത് വിൽക്കുകയും ചെയ്യുന്ന സ്ഥാപനത്തിലെ ഇത് എടുത്തു കൊടുക്കുന്ന ആളല്ലാതെ അത് ബാലസുബ്രഹ്മണ്യത്തിന് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് പോയപ്പോൾ അവിടുത്തെ 3-4 ഡെപ്യൂട്ടി ഡയറക്ടർമാരൊക്കെ ഉണ്ട്. അവരാരും ഇത് കണ്ടിട്ടില്ല. അവിടെ ഉണ്ട്, അകത്ത് ഇരിപ്പുണ്ട് ഇത്, പക്ഷേ അവരാരും ഇത് കണ്ടിട്ടില്ല. നമ്മളങ്ങനെ ഉണ്ടല്ലോ, ചില കാര്യങ്ങൾ ഭദ്രമായിട്ട് മേടിച്ച് സൂക്ഷിച്ച് അകത്ത് വയ്ക്കും. കോഴിക്കോട്ടുള്ള ഇതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ലെങ്കിലും പറഞ്ഞു പോവുകയാണ്. ഈ കോഴിക്കോട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന ഒരു ആർക്കിടെക്റ്റ് എൻ്റെ ഒരു സുഹൃത്താണ്, പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എന്നോട് ചോദിച്ചു, സാർ ഈ ഒരു 50 പുസ്തകത്തിന് എന്ത് വില വരും? ഞാൻ ചോദിച്ചാൽ 50 പുസ്തകം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള പുസ്തകത്തിൻ്റെ സൈസ്, അത് എഴുതിയ ആളുടെ കാര്യം, അല്ല അതൊന്നും വേണ്ട, നമുക്കൊരു ഷെൽഫിനകത്ത് വെക്കത്തക്കാണ് ഒരു 50 പുസ്തകം. ഞാൻ ചോദിച്ചാൽ എന്താണ് കാര്യം? അല്ല ഞങ്ങളിപ്പം പുതുതായിട്ട് വീട് വയ്ക്കുമ്പോൾ ആളുകൾക്ക് നിർബന്ധമാണ് ഈ കയറി വരുന്ന മുറിയിൽ ഒരു ഷെൽഫ് വേണം, ബുക്ക് ഷെൽഫ് വേണം, അതിൽ കുറച്ച് പുസ്തകം വയ്ക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഈ കട്ടയും കല്ലും ഒക്കെ വയ്ക്കുന്ന പോലെ ഒരു അത്രയും മാത്രമേ ഉള്ളൂ, അത്രയും സ്പേസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് പുസ്തകം, അതൊരു പാഷനായിപ്പോൾ. അപ്പോൾ ഈ വീട്ടുകാരന് ഏത് പുസ്തകം വേണമെന്നില്ല, ഇത്രയും സ്പേസ്, ഒരു ബുക്ക് ഷെൽഫ്, അതിനകത്ത് കുറച്ച് പുസ്തകങ്ങൾ, അതങ്ങനെ വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇതൊരു ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഈ വീട് വയ്ക്കുമ്പം ഈ ആർക്കിടെക്റ്റ് കൊണ്ട് അവിടെ അടുക്കി വെക്കുന്നതല്ലാതെ പിന്നെ അത് അവിടുത്തെ ജോലിക്കാരി എങ്ങാനും തൂക്കാനെങ്ങാനും ചൂലുകൊണ്ടെങ്ങാനും തട്ടിയിട്ടുണ്ടാകും, അത്രേ ഉള്ളൂ.
അല്ലാതെ കരസ്പർശമേൽക്കാതെ അനാഘ്രാത കുസുമങ്ങളായി വലിയ കൊട്ടാര സദൃശമായ വീടുകളുടെ ഷെൽഫുകളിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ടവയാണ് പുസ്തകങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ. നമ്മുടെ ദുരന്തം എവിടേക്കാണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ പഴയ കാലത്ത് നമുക്ക് ഈ പുസ്തകങ്ങൾ ഇങ്ങനെ ഷോക്കേസിലിരിക്കുന്ന പുസ്തകങ്ങളല്ലാതെ വായിക്കുന്ന പുസ്തകങ്ങൾ, പുസ്തകത്തിനുള്ളിലേക്ക് കടന്നു പോകുന്ന തരത്തിലേക്ക് ഉള്ള ഈ ഒരു ഭാഷ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എന്ന കാര്യം നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഭാഷയുടെ കാര്യം, ഭാഷ പറയുമ്പോൾ ഭാഷയുടെ ഒരു വലിയൊരു പ്രത്യേകത. എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത്, ഇത് മിഷണറി മലയാളമാണിത്, നിങ്ങൾക്കിത് പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല. ഞാനൊരു 3-4 മാസക്കാലം എല്ലാ ദിവസവും രാവിലെ പോയി ഒരു സാറിൻ്റെ അടുക്ക പോയി അവിടെ നിന്നാണ് മിഷണറി മലയാളം പഠിച്ചെടുത്തത്. സാമുൽ നെല്ലിമോൾ സാറ് അതുപോലുള്ള പല ആളുകളെയും ഞാൻ കണ്ടിട്ടാണ് ഇത് മിഷണറി മലയാളം പഠിച്ചെടുത്തത്. അപ്പോൾ മിഷണറി മലയാളം ഇങ്ങനെ പഠിച്ചെടുക്കുകയും ഞാൻ പിന്നെ നിരന്തരമായിട്ട് വായിച്ച് പഴയ ബൈബിളിൻ്റെ പഴയ ട്രാൻസ്ലേഷൻസ് ഇതെല്ലാം വായിച്ചാണ് ഞാൻ മിഷണറി മലയാളം വായിച്ച അർത്ഥം മനസ്സിലാക്കാൻ കെൽപ്പ് നേടിയത്. അപ്പോൾ എന്നോട് മലയാളത്തിലെ വലിയൊരു നിരൂപകനും വലിയ പ്രൊഫസറൊക്കെയാണ് അദ്ദേഹം, പിന്നീട് വൈസ് ചാൻസലറൊക്കെ ആയി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പുസ്തകം ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇതൊരു കാര്യം ചെയ്യണമായിരുന്നു മോഹൻദാസ്, ഈ പറഞ്ഞിരിക്കുന്ന രാജ്യസമാചാരത്തിൻ്റെ ഓരോ ലക്കങ്ങളും ഇപ്പോഴത്തെ നമ്മുടെ മലയാളം കൊടുക്കുക, ഇത് ഒരു പേജ് കൊടുക്കുക. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, പക്ഷേ താങ്കളുടെ ജോലി കുറയ്ക്കാൻ ഞാൻ തയ്യാറല്ല. താങ്കൾക്ക് ഇത് വായിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തതുപോലെ 4-5 മാസം മിനക്കെട്ടിരുന്ന് മിഷണറി മലയാളം പഠിക്കുക, എന്നിട്ട് വായിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചു. ഇതൊരു പക്ഷേ എൻ്റെ അഹങ്കാരമാണെന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ പറയുന്നത് ഒരു ജ്ഞാനം, ഒരു അറിവ് നേടണമെങ്കിൽ ആ അറിവിന് വേണ്ടിയുള്ളൊരു ത്യാഗമുണ്ടാകണം അവന് പിന്നിൽ. ഇപ്പോൾ സാർ IAS എന്ന് പറയുന്നത് പേരിനോടൊപ്പം IAS എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. IAS എന്ന് പറഞ്ഞാൽ തപസ്യാണ്, ദീർഘമായ നാളുകൾ ലോകത്തിൽ നടക്കുന്ന ബാക്കി കാര്യങ്ങളെല്ലാം വിസ്മരിച്ചിട്ട് ഒരു വിഷയത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് രാവും പകലുമില്ലാതെ പഠന പ്രക്രിയയിലൂടെ നിരന്തരമായി സഞ്ചരിച്ച അഗാധമായ പാണ്ഡിത്യത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ മാത്രം കിട്ടുന്ന ഒന്നാണ് ഈ 3 അക്ഷരങ്ങൾ. അത് എളുപ്പം കിട്ടുന്നൊരു കാര്യമല്ല. അതിന് പിന്നിലുള്ള അധ്വാനം വളരെ വലുതാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ വന്ദിച്ചു പോകുന്നതിൻ്റെ കാരണം അവർ നടത്തിയ ത്യാഗത്തിൻ്റേതായ അറിവിൻ്റെ ലോകത്തിലൂടെ അവർ നടത്തിയ സഞ്ചാരങ്ങൾ, ത്യാഗനിർഭരമായ സഞ്ചാരങ്ങൾ വളരെ വലുതാണ്. എന്ന് പറയുന്ന പോലെ ഏത് പ്രവർത്തനത്തിനും ഏത് ജ്ഞാനം നേടുന്നതിനും ഒരു വലിയ അധ്വാനം അതിൻ്റെ പിന്നിൽ വേണം. ഈ രാജ്യസമാചാരത്തിൻ്റെ ലക്കങ്ങളെല്ലാം വളരെ ബോധപൂർവമാണ് ഞാനിത് നമ്മുടെ പച്ച മലയാളത്തിലേക്ക് മാറ്റാത്തത്. അതുകൊണ്ടാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇത് പഠിക്കാൻ ആളുകളെ ഞാൻ നിർബന്ധിക്കുന്നു, ഇത് വായിച്ച് മനസ്സിലാക്കാൻ ആളുകളെ ഞാൻ നിർബന്ധിക്കുന്നു. നിങ്ങൾ മിഷണറി മലയാളം പഠിക്കണമെന്നതുകൊണ്ടാണ്. നമ്മുടെ വേറൊരു മലയാളമാണ്, നമ്മുടെ ഗദ്യത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് നമ്മുടെ പൂർവ്വഗാമിയാണ്, നമ്മുടെ മുത്തച്ഛനാണ് യഥാർത്ഥത്തിൽ മലയാളം. ഇപ്പോഴത്തെ നമ്മൾ സംസാരിക്കുന്ന മലയാള ഭാഷയുടെ മുത്തച്ഛനാണ് മിഷണറി മലയാളം. ആ മുത്തച്ഛനെ ആദരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെന്താണ്? പിന്നെ ഭാഷയോടുള്ള സ്നേഹം എന്താണ്? ഭാഷയോട് എന്തിനാണ് പിന്നെ സ്നേഹമെന്നാണ് ചുമ്മാ പറഞ്ഞു നടക്കുന്നത്? നമ്മളത് പഠിക്കണം. മിഷണറി മലയാളം നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിലെ ഓരോ വാക്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് നമ്മൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഗ്രാമറിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പങ്ക്ച്വേഷൻസ് ഉണ്ടല്ലോ, ഈ ഇംഗ്ലീഷ് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ പലരും ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്നതായിരിക്കും, അതുകൊണ്ടാണ് ഇംഗ്ലീഷിലുള്ള വാക്കുകൾ പറയുന്നത്. പിന്നെ അതൊന്നും കുത്ത്, കോമ, വിരാമം, അർത്ഥവിരാമം ഇത്തരം സാധനങ്ങളൊന്നും ഇതിനകത്തില്ല. അന്ന് അത് നന്നായി രൂപപ്പെട്ടിരുന്നില്ല. അത് വിദേശ ഭാഷയിലുണ്ടായിരുന്നു, പക്ഷേ മലയാള ഭാഷയ്ക്ക് അത് രൂപപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് പല സ്ഥലങ്ങളിലും നിർത്തിയിരിക്കുക. ചിലയിടത്ത് ഒരു ഡാഷ്, ഒരു വര മാത്രം കാണും. അങ്ങനെയുള്ള പങ്ക്ച്വേഷൻസ് ഉപയോഗിച്ചിരുന്നില്ല. പിന്നെ ഇതിലുപയോഗിച്ചിരിക്കുന്ന ഈ വിഭക്തി മലയാളത്തിലുള്ള എ, ഒട്, ആൽ, ഉടെ, ഇൽ. കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖം വിസ്മയിക്കുന്നു, ഇങ്ങനൊരു സംഭവം എന്താണെന്നുള്ള കാര്യം. ഇങ്ങനെയുണ്ട് മലയാള ഭാഷയിൽ, ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട്. ഞങ്ങളൊക്കെ പദ്യം പോലെ പഠിക്കുന്നത്, എ, എടുക്കാലുടെ, ഇൽ, ഒരു പദ്യം പോലെയാണ് പഠിക്കുന്നത്. ഇതെല്ലാം അങ്ങനെയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഇത് സംസ്കൃതത്തിലേക്ക് പോകുമ്പോൾ വ്യത്യാസമാണ്. ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ച ഒരാളാണ് കേട്ടോ. എൻ്റെ ഭാഷയ്ക്കകത്തൊക്കെ ഒത്തിരി കുഴപ്പങ്ങൾ വരുന്നെങ്കിൽ എല്ലാം ക്ഷമിച്ചേക്കണം. ഞാൻ 10 വരെ മലയാളം പഠിച്ചത്, പിന്നെ സംസ്കൃതമാണ് പഠിച്ചത്. അപ്പോൾ സംസ്കൃതത്തിലാണെങ്കിൽ ഈ എടുക്കാലുടെ ഇൽ എന്ന് പറയുന്ന വിഭക്തി പ്രത്യയങ്ങൾ സംസ്കൃതത്തിൽ പഠിക്കണമെങ്കിൽ ഒരു പുസ്തകം പഠിക്കണം, ഒരു വലിയ സാധനം പഠിക്കണം. സിദ്ധരൂപം എന്ന് പറയും. രാമ എന്ന് പറഞ്ഞിട്ട് രാമശബ്ദം വെച്ചിട്ട് നമ്മൾ ഈ സിദ്ധരൂപം മുഴുവൻ പഠിച്ചെടുക്കണം. ആ ഭാഷ പഠിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാത്, വലിയ പാടാത്. നമുക്ക് മലയാളത്തിലെ ഗ്രാമർ, വ്യാകരണം പഠിക്കുന്നതിന് കുറച്ച് എളുപ്പമാണ്. പക്ഷേ അവിടെ ആണെങ്കിലോ സിദ്ധരൂപം പഠിക്കണം, പിന്നെ ഈ വാക്കുകൾ പഠിക്കണമെങ്കിൽ അമരകോശം മുഴുവൻ പഠിക്കണം. അതൊരു വലിയ സാഹസികമായൊരു ജോലിയാണ് സംസ്കൃത ഭാഷ പഠിക്കുക എന്ന് പറയുന്നത്. സംസ്കൃത ഭാഷ ലോകത്തിലെ എല്ലാ ഭാഷകളും പഠിക്കാൻ അങ്ങനെ വേണം. പക്ഷേ അതിനെ ഇഷ്ടത്തോടുകൂടി പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, മലയാള ഭാഷ പഠിക്കണമെങ്കിൽ, മലയാള ഭാഷയെ നമ്മൾ ആദരിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും മിഷണറി മലയാളം കൂടെ പഠിക്കണം എന്നാണ് എൻ്റെ പക്ഷം. അത് മാത്രം, മിഷണറി മലയാളം മാത്രം പോരാ, അതിന് മുമ്പുള്ള മണിപ്രവാളം പഠിക്കണം. സംസ്കൃതവും മലയാളം കൂടെ ചേർന്ന് നിൽക്കുന്ന മണിപ്രവാളം ഉൾപ്പെടെയുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പല ആളുകളും കഥകളി കാണാൻ പോകും. പക്ഷേ ഉണ്ണായിവാരുടെ ആട്ടക്കഥയൊക്കെ പറഞ്ഞാൽ എല്ലാം സംസ്കൃത പദ്യങ്ങളാണ്.
ഒന്നും മനസ്സിലാകത്തില്ല. നമ്മൾ കുറച്ചേരം തലയെ കുലുക്കി ഗംഭീരമായി എന്ന് പറഞ്ഞ് തിരിച്ചു പോരും. അങ്ങനെ ആകരുത്. അത് നമുക്ക് നമ്മൾ ആത്മനിന്ന് തോന്നത്തില്ല എപ്പോഴും. നമുക്കൊന്നും എനിക്കെപ്പോൾ തോന്നുന്നതാണ് സാർ, ഈ ചിലർ കഥകൾ കണ്ടിട്ട് തൊട്ടടുത്തിരുന്നവരൊക്കെ തലയെ കുലുക്കി ഇറങ്ങിപ്പോകും. ഏതാ ഇറങ്ങിപ്പോകുമ്പോഴാണ് ചോദിക്കുന്നത് എന്ത് വരുന്നു കളി എന്ന് ചോദിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ചോദിക്കുന്ന ആളിന് ഒരു ആത്മനിന്ന് തോന്നണ്ടേ, സ്വയം തോന്നണ്ടേ, ഞാൻ ഇത്രയും സമയം പൊട്ടനായിട്ടിരിക്കുകയായിരുന്നു, എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കാൻ ഒരു ശ്രമം വേണ്ടേ, ആ ശ്രമവും നടത്തുന്നില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇവയെല്ലാം പഠിക്കാനുള്ളൊരു ശ്രമം വേണം. അപ്പോൾ മലയാള ഭാഷയുടെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ മലയാള ഭാഷയുടെ പ്രിമിറ്റീവ് സ്റ്റേജ്, പ്രാചീന ഭാഷാ രൂപങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മിഷണറി മലയാളത്തിലേക്ക് പോകണം. അപ്പോഴേ മാത്രമേ നമുക്ക് നമ്മുടെ ഗദ്യം രൂപപ്പെട്ടത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ രൂപപ്പെട്ടു വരുമ്പോഴാണ് നമ്മളുടെ ഭാഷയുടെ വികാസ പരിണാമങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എഴുത്തച്ഛൻ്റെ കൃതി എന്ന് പറയുന്നത് പദ്യമാണല്ല, പൂർണ്ണമായും പദ്യമാണ്. ഇപ്പോൾ ക്ഷണപ്രഭാചഞ്ചലം എഴുത്തച്ഛൻ്റെ പ്രയോഗമാണ്. ക്ഷണപ്രഭാചഞ്ചലം പെട്ടെന്ന് മനസ്സിലാവുമോ? നമുക്ക് മനസ്സിലാകത്തില്ല. അതേസമയം ആശാൻ അതിനെ വേറെ തരത്തിലേക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാക്കുകളുടെ പ്രയോഗങ്ങൾ, ഭാഷയുടെ വികാസം, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ പഴയ കാലത്തിലേക്ക്, പൂർവ്വഗാമികളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും സുഖകരമായ മലയാളത്തിൻ്റെ പഴയ രൂപമാണ് ഈ മിഷണറി മലയാളം എന്ന് പറയുന്നത്. ഇതിൽ ഒരു ഓമനത്വമുണ്ട്, ഇതിനകത്തൊരു സ്നേഹത്തിൻ്റേതായ ഒരു ഘടകമുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് ഏതിലാണ്? ബൈബിളിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് വെരി ക്ലിയർ. ബൈബിളിലാണ് ഏറ്റവും മനോഹരമായ ഭാഷ, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന ആളുകൾ പരിഭാഷപ്പെടുത്തിയപ്പോഴും ആ മനോഹാരിത ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ബൈബിൾ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ബൈബിളിൻ്റെ പരിഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെയാണോ ആംഗലേയത്തിൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴുള്ള ഒരു സുഖം, അത് കൃത്യമായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോഴും കിട്ടുന്നു. വന്നാറേ പോയാറേ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ, ഇത്ര ഗംഭീരമായിട്ടുള്ള പ്രയോഗങ്ങളാണ്, നമ്മുടെ നാടൻ പ്രയോഗങ്ങളത്. ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാനൊരു നല്ല മാർഗ്ഗം നോവൽസ് ഉണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാക്കനാടിൻ്റെ വളരെ പ്രഖ്യാതമായൊരു കൃതിയുണ്ട്, ഏഴാം മുദ്ര ബിബ്ലിക്കൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ TV കൊച്ചുബാബയുടെ ഒരു കൃതിയുണ്ട്, അതും ബിബ്ലിക്കലായിട്ട് എഴുതുന്നു. അങ്ങനെ പല ആളിലും ബിബ്ലിക്കലായിട്ടുള്ള ചില സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചാൽ രസകരമാണ്. അപ്പോൾ ആ ബൈബിളിൻ്റെ ഭാഷയുടെ ഒരു സൗന്ദര്യം ഇത് മലയാളത്തിലേക്ക് ആക്കിയപ്പോഴും അത് കീപ്പപ്പ് ചെയ്തു എന്നുള്ളതാണ് അത്ഭുതമായി. ട്രാൻസ്ലേറ്റ് ചെയ്ത പരിഭാഷപ്പെടുത്തിയ ആളുകൾ അത് ശ്രദ്ധിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഹെർമൻ കൊണ്ടിട്ട് ആ കാര്യത്തിൽ വളരെ സൂക്ഷ്മത കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിഭാഷകൾ, അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികളുടെ എല്ലാം സൗന്ദര്യം, ഭാഷാപരമായ സൗന്ദര്യം അദ്ദേഹം കൃത്യമായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്നു എന്നത് രാജ്യസമാചാരത്തിൻ്റെ ഏത് ലക്കം പരിശോധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി രാജ്യസമാചാരത്തിൻ്റെ ഒരു പത്രപ്രവർത്തനം എന്നൊരു മേഖലയിൽ, പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാം. അത് പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ പത്രത്തിനകത്തെല്ലാം കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റിപ്പോർട്ടിംഗ്. പത്രങ്ങൾക്കകത്ത് സാധാരണ കാണുന്നതെന്ന് പറയുന്നത് ഏറ്റവും മുകളിലൊരു എഡിറ്റർ. ഇപ്പോൾ ഒരു പത്രത്തിനും എഡിറ്ററില്ല. മുമ്പ് KP കേശവനൻ, കാമ്പിശ്ശേരി കരുണാകരൻ എന്നൊക്കെ പറഞ്ഞ് വലിയ എഡിറ്റർമാരുണ്ട്. ഇപ്പോൾ എഡിറ്ററില്ല. ഒരു പത്രം അങ്ങനെ പറയാനുണ്ട്, ഒരു പത്രത്തിൻ്റെ എഡിറ്റർ പറയാൻ പറ്റുമോ? കൊച്ചുങ്ങളോട് ചോദിക്കാം, മാധവനോട് എഡിറ്റർ ആരാ? ആരോ മുതലാളി. പലയിടത്തും മുതലാളിമാരുടെ പേരുകളാണ് ഇപ്പം പത്രത്തിൻ്റെ പത്രാധിപരായിട്ട് നിൽക്കുന്നത്. എന്തൊരു നാണക്കേട്! ഇവർക്കൊന്നും ഒരു അഭിമാനമില്ലേ? പത്രപ്രവർത്തനത്തെക്കുറിച്ച് ABC അറിയാത്ത ആളുകൾ പത്രാധിപരായി പേരും വെച്ച് പത്രം ഇറക്കുകയാണ്. മുതലാളി പൈസയുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഇതല്ല, അഭിമാനമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ പത്രാധിപർ വേറെ ഉണ്ടാവും, അറിയുന്ന പോലുമില്ല. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് പല സ്ഥലത്തും റിപ്പോർട്ടേഴ്സ് ഉണ്ട്. പല സ്ഥലത്തുനിന്നും വാർത്തകൾ അയച്ചു തരുന്ന ആളുകളുണ്ട്, റിപ്പോർട്ടർമാർ. അങ്ങനെ റിപ്പോർട്ടിംഗ്, ദൂര സ്ഥലങ്ങളിൽ നിന്നും പത്രസ്ഥാപനത്തിലേക്ക് വാർത്തകൾ അയച്ചു കൊടുക്കുന്ന റിപ്പോർട്ടിംഗ് സമ്പ്രദായം തുടങ്ങി വെച്ചത് രാജ്യസമാചാരമാണ്. ഈ പത്രത്തിലുണ്ടായിരുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്രൈസ്തവ മിഷണറിമാർ അവിടെ നടക്കുന്ന സംഭവങ്ങളെ ഇവിടേക്ക് റിപ്പോർട്ട് ചെയ്യും. അത് കുറേ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത്. മിഷണറി പ്രവർത്തനം നടന്നവരെ ബോധകൻ എന്നാണ് ഉപയോഗിച്ചേക്കുന്നത്, വാക്ക് ബോധകൻ എന്നാണ് ഉപയോഗിച്ചേക്കുന്നത്. എന്തൊരു രസമുള്ള വാക്കാണ്. പ്രീച്ച് ചെയ്യുന്ന ആളിനെ, അല്ലെങ്കിൽ ബോധകൻ, എന്ന് പേരുള്ള ബോധകൻ എഴുതുന്നത്. ഈ നവസീലങ്കിൽ നിന്നും ഇന്ന ബോധകൻ എഴുതുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള വാർത്ത. നമ്മൾ സാധാരണ പത്രത്തെ മലയാള മനോരമ കണ്ടിട്ടില്ലേ, കൽക്കട്ട കത്ത് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഈ ഓരോ സ്ഥലങ്ങളിൽ നിന്നും അവിടെ ഇരിക്കുന്ന ലേഖകൻ അവിടുത്തെ പ്രദേശത്തെക്കുറിച്ച്, അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്ന ആ റിപ്പോർട്ടിംഗ് കൃത്യമായി തുടങ്ങി വെച്ചത് നമ്മുടെ ആദ്യത്തെ പത്രത്തിന് തുടങ്ങി വെച്ചിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, അവിടെയുള്ള മിഷണറിമാർ, അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ എഴുതി അയക്കുമ്പോൾ അതൊരു റിപ്പോർട്ടായി മാറുകയാണ്. ഇതിനകത്ത് അത് കൃത്യമായിട്ട് എല്ലാ ലക്കത്തിലും അത്തരം റിപ്പോർട്ടിംഗ് ഉണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിംഗ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ റിപ്പോർട്ടിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇതിനകത്ത് കാണുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് എല്ലാ ലക്കത്തിനകത്തും നമ്മൾ ഇന്ന് പറയുന്ന എഡിറ്റോറിയൽ പോലെ ഒരു ആമുഖക്കുറിപ്പുണ്ട്.
അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എഡിറ്റോറിയൽ എന്താണ്? എഡിറ്റോറിയൽ പറഞ്ഞാൽ പത്രത്തിൻ്റെ സ്വഭാവമാണ്, പത്രത്തിൻ്റെ ക്യാരക്ടറാണ്, പത്രത്തിൻ്റെ നയമാണ് പ്രഖ്യാപിക്കുന്നത് എഡിറ്റോറിയലിലൂടെ. മുൻപ് കാലത്തൊക്കെ പത്രാധിപർ തന്നെയാണ്. ഇപ്പോൾ എല്ലാ പത്രങ്ങൾക്കും എഡിറ്റോറിയൽ എഴുതുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പാനലുണ്ട്. ആ പാനലിലുള്ള ആളുകളെ കൊണ്ടാണ് എഡിറ്റോറിയൽ എഴുതിക്കുന്നത്. മുൻപ് കാലഘട്ടങ്ങളിൽ പത്രം വായിക്കുന്ന ആളുകൾ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സാറുമാർ പറയുമായിരുന്നു നിർബന്ധമായിട്ടും. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മ നിർബന്ധമായിട്ട് പറയും അതാത് ദിവസത്തെ എഡിറ്റോറിയൽ വായിച്ചിരിക്കണം, ഉറപ്പായിട്ടും വായിച്ചിരിക്കണം. വൈകുന്നേരം ചോദിക്കും ഇന്നത്തെ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അമ്മയുടെ പിന്നാലെ നടന്ന്, അമ്മ അടുക്കള പോവും, അപ്പുറത്തെ മുറി പോവും, പിന്നെ അപ്പോൾ ഈ പോകുമ്പോൾ നമ്മൾ കൂടെ നടന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലയോ എന്ന് നമ്മുടെ പ്രശ്നമല്ല, പക്ഷേ നമുക്കിത് പറയാമെന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ വെച്ച് പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ എഡിറ്റോറിയലിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, ഏറ്റവും പുതിയ കാര്യങ്ങളാണ് എഡിറ്റോറിയൽ. എഡിറ്റോറിയൽ ഒരിക്കലും വസ്തുതാപരമായ തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല. ഞാനീ പറയുന്ന ദിവസത്തെ ഇന്നത്തെ ദിവസത്തെ പത്രം എടുത്താൽ 5 പത്രം എടുത്താൽ 5 പത്രത്തിൽ എഡിറ്റോറിയലിനകത്തും 4 or 5 വസ്തുതാപരമായ തെറ്റുകൾ കണ്ടുപിടിക്കാൻ കഴിയും. കാരണം അത് അങ്ങനെ ഒരു ആഴത്തിൽ ശ്രദ്ധിക്കുന്നതല്ല, നിലവിലുള്ള ഡേറ്റാസ് വെച്ചിട്ട് എഴുതുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ജനസംഖ്യയെക്കുറിച്ച് എഴുതുന്ന ഞാൻ ഈ റീസെൻ്റായിട്ട് ഒരു പത്രത്തിന് അത് എഡിറ്റോറിയൽ വായിച്ചതാണ്. ജനസംഖ്യയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ജനസംഖ്യയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവസാനം നടന്ന സർവേയുടെ അടിസ്ഥാനത്തിലാണ്. അവസാനം നടന്ന സർവേ കഴിഞ്ഞിട്ട് എത്ര നാളായിപ്പോൾ? അപ്പോൾ ഇതാണ് നമ്മുടെ പത്രപ്രവർത്തനത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ലെവൽ. ഇതാണ് കാരണം ഇത് ഏറ്റവും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നിലവിലുള്ള മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഈ നിമിഷം ഇപ്പോഴെന്താണ് നടക്കുന്നത്, ഇപ്പോഴത്തെ കാര്യം എന്താണ്, അങ്ങനെയുള്ളൊരു അപ്ഡേഷൻ നടക്കുന്നില്ല എന്നതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എന്താണ്, നമുക്കിപ്പം എല്ലാത്തിനെയും കുറിച്ചും ആളുകൾ ഇങ്ങനെ പറയുകയാണ്. മുൻപ് അങ്ങനെയല്ല. മുൻപ് ഓരോന്നിനെക്കുറിച്ചും പ്രത്യേകം പഠിക്കുകയാണ് ചെയ്യുന്നത്, കൃത്യമായി പഠിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പിന്നെ ശ്രീലങ്കയിലെ തമിഴ് ടൈഗേഴ്സിൻ്റെ ഗ്രൂപ്പ് അവരുടെ ഒരു സീരീസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ശ്രീലങ്കയുടെ ചരിത്രം മുഴുവൻ പഠിക്കുകയാണ് ചെയ്തത്. ശ്രീലങ്ക എന്ന ഒരു രാജ്യം എങ്ങനെയാണ് ഉണ്ടായത്, അവിടുത്തെ സ്വാതന്ത്ര്യ സമരം എങ്ങനെയായിരുന്നു, അവിടെ വിദേശികൾ വന്നെങ്ങനെയാണ്, അവിടുത്തെ തേയില ഫാക്ടറികൾ തുടങ്ങി എങ്ങനെയാണ്, ഈ തേയില തോട്ടങ്ങളിലേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എങ്ങനെയാണ് മൈഗ്രേറ്റ് ചെയ്തത്, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. യഥാർത്ഥത്തിൽ അതിനൊന്നും കാര്യമില്ല. തമിഴ് ടൈഗേഴ്സിൻ്റെ LTTയുടെ മൂവ്മെൻറ്റ് മാത്രം പഠിച്ചാൽ മതി, പോരാ. ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് പുതിയ കാലത്തെ കൃത്യമായി നിർവചിക്കാനും പുതിയ കാലത്തിൻ്റെ വികസനത്തെക്കുറിച്ചും പുതിയ കാലത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെക്കുറിച്ചും നമുക്ക് കൃത്യമായുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും കഴിയുന്നത് അങ്ങനെയാണ്. മഹേശ്വരി വേലായുധം എന്ന് പറയുന്ന LTTയുടെ വളരെ വലിയ പണ്ഡിതയായ സ്ത്രീയുമായി വർത്തമാനം പറഞ്ഞപ്പോൾ ആദ്യത്തെ 5-6 മിനിറ്റ് അവർ നമ്മളെ പരിശോധിക്കുകയായിരുന്നു. ശ്രീലങ്കയെക്കുറിച്ച് അറിയുമോ, ആ രാജ്യത്തിൻ്റെ ചരിത്രം അറിയുമോ, ആ രാജ്യത്തിൻ്റെ പ്രത്യേകത അറിയുമോ, ആ രാജ്യത്തിൻ്റെ സൊസൈറ്റിയെക്കുറിച്ച് അറിയുമോ, അവിടുത്തെ സിംഹള പിന്നെ തമിഴ് കോൺട്രഡിക്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയുമോ, ഇതൊക്കെയാണ് അവർ നമ്മളെ ആദ്യം പരിശോധിക്കുന്നു. നമ്മൾ പരിശോധിച്ച് അത് യഥാർത്ഥ ടെസ്റ്റിംഗ് ആണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ അതിൽ കേപ്പബിൾ ആണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർ മനസ്സ് തുറക്കുകയുള്ളൂ. അതാണ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നതാണ്. ഇൻ്റർവ്യൂവിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പൾ അതാണ്. ഒരാൾ നമ്മൾ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ അയാളെക്കുറിച്ച് സമഗ്രമായി അറിഞ്ഞിരിക്കണം. ഒരു എഴുത്തുകാരനെക്കുറിച്ചാണ് പോകുന്നതെങ്കിൽ എഴുത്തുകാരൻ്റെ മുഴുവൻ പുസ്തകങ്ങളും വായിക്കണം. മുഴുവൻ പുസ്തകങ്ങളും വായിക്കുക മാത്രമല്ല ആ പുസ്തകങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ വായിക്കണം. നിരൂപണങ്ങൾ വായിക്കുക മാത്രമല്ല, എന്നോട് എൻ്റെ ഒരു അധ്യാപകൻ പത്രപ്രവർത്തനത്തിലെ വലിയ അറിയപ്പെടുന്ന ഒരാൾ എന്നോട് പറഞ്ഞത്, സ്വകാര്യമായി അയാളുടെ ശത്രുക്കളെക്കുറിച്ച് കൂടി മനസ്സിലാക്കി അവരോട് വർത്തമാനം പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണ്, ഇയാളെ കൊളുത്താനുള്ള ചില കാര്യങ്ങൾ ഈ ശത്രുക്കൾ പറഞ്ഞു തരും. ഇയാൾക്ക് ഇങ്ങനൊരു കുഴപ്പമുണ്ട്, അതിലൂടെ കടന്നു കയറിയാൽ ഇയാളെ വീഴ്ത്താൻ നമുക്ക് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നതാണ് നല്ലത്. അഭിമുഖത്തിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ അതാണ്. സമഗ്രമായി അറിഞ്ഞുകൊണ്ട് പോവുക. നമുക്കൊന്നും അയാളോട് ചോദിച്ചറിയാനില്ല ശരിക്കും പറഞ്ഞാൽ. അതാണ് സത്യം. അതാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആളിന് അയാളെക്കുറിച്ച് അയാളിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാനില്ല. വി നോ എവരിതിങ്. പക്ഷേ എങ്കിലും അയാളെക്കൊണ്ട് ചില കാര്യങ്ങൾ പറയിക്കാൻ പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച്, കൃതികളുടെ ആഴത്തെക്കുറിച്ച്, കൃതി എഴുതാനുള്ള കാരണത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പോയിട്ട് പുള്ളിയെ നമ്മുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പുള്ളിയെ കൊണ്ട് പറയിക്കുകയാണ്. ആ പറയിക്കുന്ന ഉത്തരം നമ്മൾ സമൂഹത്തോട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ അതിനകത്ത് അദ്ദേഹത്തിൽ നമ്മൾ മാസ്റ്ററായിട്ടുകൊണ്ടാണ് നമ്മളൊരാളിനെ അഭിമുഖത്തിന് വേണ്ടി പോകുന്നത് പോലും നേരത്തെയുള്ള കാലത്ത്. പക്ഷേ ഇപ്പോഴാണെങ്കിലോ, ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ ആ പുള്ളിയോടെ എന്ന് ചോദിക്കും, സാറേ ഞാനൊരു അഭിമുഖത്തിന് വരുന്നുണ്ട്, കുറച്ച് ചോദ്യങ്ങൾ അയച്ചു തന്നാൽ അത് സൗകര്യമായിരിക്കും സാറ് കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞാൽ. അപ്പോൾ പുള്ളി സന്തോഷമായിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോദ്യവും ഉത്തരവും എല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അയച്ചു തരും. പിന്നെ ആ ഉത്തരം അങ്ങോട്ട് മോഡിഫൈ ചെയ്ത് കൊടുക്കുന്ന ജോലിയുള്ളൂ, എളുപ്പമാണ്. നേരിട്ട് പോയി കാണാതെ പോലും അഭിമുഖം നടത്തുന്ന ബിരുദന്മാരുള്ളൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എളുപ്പ വഴികളാണ് നോക്കുന്നത്. എൻ്റെ 2-3 പുസ്തകങ്ങളെക്കുറിച്ച്, അരയൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് 4 പേര് ഗവേഷണം നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും എന്നെ പലരും വിളിക്കും. ഈ ഗവേഷണം നടന്നവർ വിളിച്ചിട്ട് ഇന്ന പേജിൽ വരയ്ക്കുന്ന ഇല്ല സ്ഥാനമുണ്ടല്ലോ, അതിൻ്റെ സോഴ്സ് എന്തുവാണ് സാറേ, അത് എവിടെ നിന്നാണ് അത് കിട്ടിയത്? കേരളത്തിലെ തീരപ്രദേശത്തെ അരയഫ് സമുദായത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അത് ഞാൻ വളരെ ആഴത്തിൽ പഠനം നടത്തിയിട്ടുണ്ട്. 2.5 വർഷക്കാലം രാവും പകലും ഇല്ലാതെ നടക്കുകയും ഭക്ഷണം പോലും കഴിക്കാതെ കേരളത്തിൻ്റെ തീരപ്രദേശം മുഴുവൻ സഞ്ചരിക്കുകയും 100,000 പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സോഴ്സ് അന്വേഷിക്കുകയാണ്. ഗവേഷണം നടത്തുന്നയാളിന് ഈ സോഴ്സ് കിട്ടിയ എളുപ്പമുണ്ടല്ലോ, അത് താഴെ എഴുതി വെച്ചാൽ മതിയല്ലോ.
ഇതിൻ്റെ കണ്ടൻറ്റ് ഒന്ന് മാറ്റി എഴുതുക, സോഴ്സും എഴുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കാലത്തിൻ്റെ, ഞാൻ കുറ്റം പറയല്ല, ആരെയും കുറ്റം പറയുന്നതല്ല, ബ്രില്യൻ്റായിട്ട് ചെയ്യുന്നവരുമുണ്ട്, സാഹസികമായി ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ അതിൻ്റെ സംഖ്യ കുറഞ്ഞു വരുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം. അതാണ് ആ സംഖ്യ കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പം ഞാൻ എൻ്റെ ഗവേഷണ കാലത്ത് നാസത്തിൽ ഈ വേണ്ടാത്ത സ്ഥലത്തിലെ സർപ്പക്കാവിൽ കയറി കാർക്കിക്കുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. ഒരു പ്രയോഗമുണ്ട്, കുട്ടികൾക്കറിയത്തില്ല, പണ്ടത്തെ ഒരു പ്രയോഗമാണ്, സർപ്പക്കാവിനകത്ത് കയറി കാർക്കിക്കുക എന്ന് പറയുന്നത്. സർപ്പക്കാവ് എന്ന് പറഞ്ഞാൽ വളരെ ഡിവൈനായിട്ടുള്ള സ്ഥലമാണ്, നമ്മളെ പേടിപ്പെടുത്തുന്ന സ്ഥലവുമാണ്. അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ കാർക്കിച്ച് കഴിഞ്ഞാൽ തുപ്പാൻ പറ്റുമോ? തുപ്പിക്കൂടാ. ഒരിക്കലും സർപ്പക്കാവിനകത്ത് ചെരുപ്പിട്ട് പോലും കയറാൻ പാടില്ല. ഇറക്കാൻ പറ്റുമോ? ഇതൊരു വലിയ ധർമ്മസങ്കടമാണ്. ഇതിനകത്ത് പെട്ടുപോയി, ഇത് ഇറക്കാനും പറ്റത്തില്ല, അവിടെ തുപ്പാനും പറ്റത്തില്ല. അങ്ങനെ ഒരു ചെകുത്താനും കടലിനും ഇടയിൽപ്പെടുന്ന ഒരു അവസ്ഥ പോലെയാണ് എൻ്റെ ഗവേഷണത്തിൽ ഞാൻ ചെന്നുപെട്ടത്. കാരണം ഇത് ചെന്നുപെട്ട് ഇതെല്ലാം തുടങ്ങിക്കഴിഞ്ഞ് സിനാപ്സ് എല്ലാം കൊടുത്തു, എല്ലാം ചെയ്തു പോകുമ്പോഴാണ് ഈ ആദ്യം കടക്കേണ്ട ചവിട്ടുപടി ഇല്ലാതെ പോകുന്നു. രാജ്യസമാചാരം കണ്ടാലേ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. 1847 മുതലാണ് പഠിക്കേണ്ടത്. രാജ്യസമാചാരവും ഇല്ല, പശ്ചിമോദവും ഇല്ല. എൻ്റെ വിചാരം എന്താ, ഇവിടെയൊക്കെ ഉണ്ടാവും, അപ്പൻ തമ്പുരാൻ ലൈബ്രറി പോയാൽ മതി, അവിടെ ഉണ്ട് ഇതെല്ലാം, എളുപ്പമല്ലേ. പക്ഷേ അപ്പൻ തമ്പുരാൻ ലൈബ്രറി പോയിപ്പോഴും ഇല്ല, ഇവിടെ എവിടെയും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാണിക്കുന്നത്. പിന്നെ ഒരു ഭ്രാന്താണ് ഇത്, കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭ്രാന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും? ജീവിതം തന്നെ ഇല്ലാതെ പോകുന്നൊരവസ്ഥയിലേക്ക് കാണിക്കുക. ഗവേഷണത്തിൻ്റെ ഒരു കാലത്തിന് ഞാൻ പറയാം, പുതിയ വിഷയങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം അതാണ്. നമ്മൾ നമ്മുടെ ഗൈഡിനോട് പറയുന്നതാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇത്രയും ഹെവി ആയിട്ടുള്ള വിഷയം എടുക്കരുതെന്ന്. ഈ 100 വർഷക്കാലമൊക്കെ എന്തിനാ, 10-15 വർഷം ഒരു ഏതെങ്കിലും കൈ കിട്ടാവുന്ന മെറ്റീരിയൽ ഉള്ളൊരു സാധനത്തെ വെച്ച് അങ്ങ് ചെയ്താൽ പോരെ എന്ന് പറയും. പക്ഷേ അത് പോരാല്ലോ. നമ്മളെ സംബന്ധിച്ച് എന്താണ്, വേറെ ആരെങ്കിലും ചെയ്യാത്തൊരു കാര്യം, മറ്റാരും ചെയ്യാൻ ധൈര്യപ്പെടാത്തൊരു കാര്യം നമ്മൾ ചെയ്യുക. അതാണ് ഗവേഷണത്തിൻ്റെ ഇടയിൽ. നിങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഗവേഷണത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്, നിങ്ങൾ ആലോചിക്കേണ്ടത് ബാക്കി എല്ലാവരും ചെയ്ത കാര്യങ്ങൾ അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് ഇവന്മാരാരും ചെയ്യാത്ത തോറ്റു പിന്മാറിയവരുടെ മുന്നിൽ ജയിക്കുന്നവനാണ് ഗവേഷകൻ. ബാക്കി എല്ലാവരും തോറ്റ് പിന്മാറി, അവിടെ നമുക്ക് ജയിക്കാൻ പറ്റണം. അപ്പോഴാണ് നമ്മുടെ ഗവേഷണത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്, നമ്മുടെ ഗവേഷണം കാലാധിവർത്തിയായി നിൽക്കുന്നത്. നമുക്ക് എത്ര വർഷം, നമ്മൾ 10, 60, 65 വർഷം ജീവിച്ചിരുന്നിട്ട് അങ്ങ് ഇല്ലാതെ പോകുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ നമ്മൾ നിലനിൽക്കുന്നത് ഇതിലൂടെയാണ്, നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഗാന്ധിജിയെ കുറിച്ച് ഇപ്പോഴും നമ്മൾ പറയുന്നതുകൊണ്ടാണ്. ഹെർമൻ ഗുണ്ടട്ട് ഈ കാലത്ത് നിന്ന് പോയിട്ട് വർഷങ്ങൾ എത്രയായി, നമ്മളിപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് വീണ്ടും പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്, വരാൻ പോകുന്ന 100, 150, 200 നൂറ്റാണ്ടുകൾ തന്നെ ഒരു പക്ഷേ ഗുണ്ടട്ടിനെ കുറിച്ച് വീണ്ടും ആളുകൾ പറയുന്നതിൽ യാതൊരു സംശയം എനിക്കില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്, ഒറിജിനൽ കോൺട്രിബ്യൂഷൻ. ഈ സക്രിയമായ, ഏറ്റവും നവീനമായ, മറ്റാരും ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ അത് ചെയ്യുമ്പോഴാണ് നമുക്കൊരു തൃപ്തി ഉണ്ടാകുന്നത്. ഞാൻ വീണ്ടും ഡോക്ടർ ഹെർമൻ ഗുണ്ടലിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ രാജ്യസമാചാരം എന്ന പത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വിദേശത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്പോർട്ടിംഗ് സമ്പ്രദായം ഉണ്ടായിരുന്നു. എഡിറ്റോറിയൽ, ഏറ്റവും നവീനമായ വിഷയങ്ങളെ ഏറ്റവും കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു ഈ പത്രം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ പത്രത്തിൻ്റെ ഓരോ ലക്കങ്ങളും ആർക്ക് വേണ്ടിയാണ് എന്ന് പ്ലാൻ ചെയ്തിരുന്നു. നമ്മളിപ്പം തന്നെ ഒരു പ്രോഡക്റ്റ്, ഒരു സോപ്പ് വിൽക്കുന്നത് നമ്മൾ എന്തോ ആലോചിക്കേണ്ടത്, ഈ സോപ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ ആരായിരിക്കും വാങ്ങുന്നത്? ഒരു സർവേ നടത്തും നമ്മൾ. ഇത് ആരാണിത് വാങ്ങുന്നത്, ഇതിൻ്റെ ഉപഭോക്താവ് ആരാണ്, ഇത് പ്രധാനപ്പെട്ട നോക്കും. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നതാണ് സോപ്പിൻ്റെ സൗന്ദര്യം. ഇപ്പം കൂടുതൽ കാണിക്കുന്ന പെൺകുട്ടികളുടെ മുടി കൊഴിയുന്നു, ഭയങ്കരമായിട്ട് കൊഴിയുന്നു എന്നുള്ള കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? മുടി കൊഴിച്ചിൽ പരിഹരിക്കാനുള്ള സോപ്പ്. ഇത് പരട്ടിയാൽ മുടി വീണ്ടും കൊഴിഞ്ഞു പോകും. പക്ഷേ എന്നാലും നമ്മൾ കൊടുക്കുന്ന പരസ്യം എന്തായിരിക്കും? അപ്പോൾ അത് ഈ സർവേയിൽ നിന്നോട് കിട്ടുന്നതാണ്. ആളുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, സൗന്ദര്യ പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങളെ നമ്മൾ ഇതിലേക്ക് തോന്നി. നിങ്ങളറിയാം, പഴയ കാലത്തെ സിനിമ പാട്ടൊക്കെ മേടിച്ചാൽ ഈ മുഖക്കുരുവിനെ കുറിച്ചൊക്കെ മനോഹരമായിട്ട് വയലാറൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ശത്രു മുഖക്കുരുവാണ്. മുഖക്കുരു മാറ്റാനുള്ള ക്രീമുകളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. മറ്റേ മുഖക്കുരു ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് മുഖക്കുരുവിനെ പഴയ തലമുറ കണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ അല്ല. ഇപ്പോൾ അത് ഭയങ്കര കുഴപ്പമുള്ള കാര്യമാണ് എന്നാണ് നമ്മളത് കരുതുന്നത്. അത് മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളാണ്, അല്ലെങ്കിൽ പ്രോഡക്ട്സാണ് നമ്മൾ വിറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, സർവേ ചെയ്തിട്ട് ഇത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം ആലോചിക്കും. രാജ്യസമാചാരം ആർക്ക് വേണ്ടിയാണ് എന്ന് ഹെർമൻ ഗുണ്ടട്ട് മനസ്സിലാക്കി. അദ്ദേഹത്തിന് അന്ന് സർവേ സമ്പ്രദായം ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്രാന്തദർശിയായി അദ്ദേഹം മനസ്സിലാക്കി, ഇത് ആരാണ് വായിക്കേണ്ടത്, ഞാൻ ഇറക്കുന്ന പത്രം ആർക്ക് വേണ്ടിയാണ്, വായനക്കാരൻ ആരാണ്, വായനാ സമൂഹം ഏതാണ്, അത് കൃത്യമായിട്ട് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പല പത്രങ്ങൾക്കും ഇല്ലാതെ പോകുന്നൊരു പ്രശ്നമാണ്. വായനാ സമൂഹം ആരാണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് അത് നിലനിൽക്കാതെ, സർവൈവ് ചെയ്യാതെ നശിച്ചു പോകുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പം നമുക്ക് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള സൗകര്യമുണ്ട്. കാരണം സർവേ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അന്നതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കി, ഇതിൻ്റെ വായനാ സമൂഹം എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ഒരു പുതിയ മതം വന്നപ്പോൾ, ക്രൈസ്തവ മതം വന്നപ്പോൾ, മറ്റു മതങ്ങളിൽ നിന്ന് പരിവർത്തനപ്പെട്ട് ക്രൈസ്തവീകരണം നടത്തി ക്രൈസ്തവ മതത്തിലേക്ക് എത്തിച്ചേർന്ന ആളുകൾക്ക് അവർക്കൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്.
അവർ നേരത്തെ മറ്റൊരു മതത്തിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ മഹാനായ അയ്യങ്കാളിയുടെ പേരിലുള്ള ആളിലായതുകൊണ്ടും ഡോക്ടർ ഇന്ന് പിന്നെ ഭരണഘടനയുടെ ഓർമ്മ ഉള്ള ദിവസം കൂടെ ആയതുകൊണ്ടും രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ പിന്നെ നമ്മൾ സാധാരണ എഴുതാറ് പറയാറുണ്ട്, ഹിന്ദു മതത്തിൽ നിന്ന് ഒരുപാട് പേരെ ക്രിസ്ത്യാനികളിലെ ആക്കി കൺവെർട്ട് ചെയ്തു എന്ന്. യഥാർത്ഥത്തിൽ ആ ആദ്യത്തെ പറഞ്ഞ കാര്യം ഭാഗം ശരിയല്ല എന്നാണ് പ്രശ്നം. കാരണം ഒരിക്കൽ ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഐ എം നോട്ട് എ ഹിന്ദു. കാരണം ഹിന്ദുക്കളുടേതായ ഒരു പ്രിവിലേജും ഞാൻ അനുഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ എന്നെ ഹിന്ദു എന്ന് പറയാൻ കഴിയും? കാരണം ഹിന്ദുക്കൾക്കാണെങ്കിൽ ഹിന്ദു മതത്തിലെ ദേവന്മാരെ എല്ലാം ആരാധിക്കാൻ പറ്റണം. ഹിന്ദു ആയാൽ ശിവനെ ആരാധിക്കാൻ പറ്റണം, കൃഷ്ണനെ ആരാധിക്കാൻ പറ്റണം, വിഷ്ണുവിനെ ആരാധിക്കാൻ പറ്റണം, ക്ഷേത്രങ്ങളെല്ലാം കയറക്കാൻ പറ്റണം, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റണം. ഹിന്ദുമതത്തിലെ ഈ പുരോഹിതന്മാരുടെ സാമീപ്യം ഉണ്ടാകണം. ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ കഴിയണം, വേദങ്ങൾ പറയാൻ കഴിയണം, ഉപനിഷത്തുകൾ പറയാൻ കഴിയണം, രാമായണം മഹാഭാരതം ഇത്യാദികൾ വായിക്കാൻ കഴിയണം. എനിക്കിതിനൊന്നും അവകാശമുണ്ടായിരുന്നില്ല. വളരെ 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 പ്രധാനപ്പെട്ട ഹാർട്ട് പൊള്ളുന്ന ഒരു സത്യമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്നു. അദ്ദേഹത്തെ ഹിന്ദു എന്ന് നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ ഞാൻ ഹിന്ദു ആയിരുന്നില്ല. കാരണം ഹിന്ദു മതത്തിൻ്റെതായ ഒരു സൗഭാഗ്യങ്ങളും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരു ദളിതനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഹിന്ദു മതത്തിന് പുറത്തായിരുന്നു. ഞാൻ ഔട്ട്കാസ്റ്റായിരുന്നു. അങ്ങനെ പുറത്തായിരിക്കുന്ന എന്നെ എങ്ങനെയാണ് ഹിന്ദു മതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് മാറ്റിയെന്ന് കൺവെർട്ട് ചെയ്തെന്ന് പറയുന്നത് എങ്ങനെയാണ്? അതാണ് പുള്ളി പറഞ്ഞത്. ഞാൻ ഒരിക്കലും ഹിന്ദുമത വിശ്വാസിയായിരുന്നില്ല. ഞാൻ ബുദ്ധമതം സ്വീകരിച്ചത് ഞാനൊരു പുതിയ മതം സ്വീകരിക്കുകയായിരുന്നു. ഞാൻ ഒരു മതത്തിലും പെടാത്ത, തിരസ്കൃതനായ, അസ്പൃശ്യനായ, ആർക്കും തീണ്ടലും തൊടിയിൽ ഒരാളും തൊടാൻ പോലും അറയ്ക്കുന്ന ഒരു നികൃഷ്ട ജീവിയായിരുന്നു ഞാൻ. ഒരു മതം സ്വീകരിക്കുകയായിരുന്നു. അതാണ് ബുദ്ധമതം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ബുദ്ധമതത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം അതാണ് വളരെ കൗതുകരമായൊരു കാര്യം. എൻ്റെ ഈ പഠനത്തിൽ മനസ്സിലാക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഈ ദളിതരായ ആളുകൾ ക്രൈസ്തവ മതത്തിലേക്ക് വന്നത് ഒരിക്കലും മിഷണറിമാർ വാ ഈ മതത്തിൽ ചേർന്നു എന്ന് പറഞ്ഞിട്ടല്ല. അവൻ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടും അവിടെ അംഗീകാരം കിട്ടാത്തത് കൊണ്ടും അവനൊരു ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി, അവൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവൻ ഒരാളിൻ്റെ സമീപത്തേക്ക് എത്തുകയായിരുന്നു. പച്ചയായി പറഞ്ഞാൽ ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം നടത്തിയത് മിഷണറിമാർ നേരിട്ട് ദളിതരെ വിളിച്ചിട്ടായിരുന്നില്ല. ദളിതരായ ആളുകൾ മിഷണറിമാരുടെ സമീപത്തേക്ക് ചെല്ലുകയായിരുന്നു. ഞാൻ ഇറങ്ങി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നതും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരിക്കലും ഇതൊരു വലിയ മതമാണെന്നും നിങ്ങൾക്കിവിടെ സംരക്ഷണം കിട്ടുമെന്നും പറയുകയല്ല, മറിച്ച് പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങൾ നിലനിൽക്കുന്ന, ഞങ്ങൾ ജീവിക്കുന്ന, ഞങ്ങൾ വസിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചരിക്കുന്ന ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു സങ്കല്പം ഞങ്ങൾക്കുള്ളതല്ല, അത് ഞങ്ങളുടേതല്ല. കാരണം ഞങ്ങൾക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയാണോ സ്ഥാനം കിട്ടുന്നത്, ഞങ്ങളെ മനുഷ്യരായി എവിടെയാണോ അംഗീകരിക്കുന്നത്, അവിടേക്ക് ഞങ്ങളിതാ പോകുന്നു. അങ്ങനെയാണ് ഈ ദളിത് കൺവേർഷൻസ് നടന്നിട്ടുള്ളത് എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ കീഴാളൻ ഒരു കാരണവശാലും ഹിന്ദുവായിരുന്നില്ല. ഹിന്ദു മതത്തിൻ്റെതായ യാതൊരു സൗകര്യങ്ങളും യാതൊരു പദവികളും അവർക്ക് അനുഭവിക്കാൻ അവസരമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ നമ്മൾ അതിനെ അങ്ങനെ വേണം കാണാൻ. മഹാനായ അയ്യങ്കാളിയുടെ സ്ഥിതിയും അത് തന്നെയായിരുന്നു. അയ്യങ്കാളി ഒരു പെൺകുട്ടിയെ കൊണ്ട് അവിടുത്തെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ, പഞ്ചമി എന്ന പെൺകുട്ടിയെ കൊണ്ട് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? ഈ പഞ്ചമി എന്ന പെൺകുട്ടിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി വലിയ തൻ്റെടിയായിരുന്നു, ആരെയും വഹിക്കാത്ത ആളായിരുന്നു. അകത്തേക്ക് കയറി ചെന്നപ്പോൾ അകത്തിരുന്ന കുട്ടികളെല്ലാം ഇറങ്ങിപ്പോയി, സാറുമാരും ഇറങ്ങിപ്പോയി. ഈ അധസ്ഥിതയായ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിപ്പോയി. അതാണ് പ്രധാന കാര്യം. അപ്പോൾ ഈ ഒരു ദളിത് പെൺകുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് കയറ്റിയപ്പോൾ സ്കൂളിലെ കുട്ടികളും മറ്റ് ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മുഴുവൻ ഇറങ്ങിപ്പോവുകയും അധ്യാപകർ ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്ത് ഈ വലിയ ഓലക്കെട്ടിടവും പഞ്ചമിയും അയ്യങ്കാളിയും മാത്രം അവശേഷിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം തീരുമാനിച്ചത്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്കൂൾ തുടങ്ങണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അദ്ദേഹം സ്കൂൾ തുടങ്ങാൻ തീരുമാനിക്കുന്നത്. ഇത് പറയുന്നത് 19-ാം നൂറ്റാണ്ട് അവസാന കാലത്ത് 20-ാം നൂറ്റാണ്ട് തുടങ്ങുന്ന സമയത്തെ കാര്യമായി പറയുന്നത്. ഇപ്പോൾ അയ്യങ്കാളിയുടെ പേരിലൊരു സ്മാരകം, കേരളത്തിലെ ഏറ്റവും വലിയ സ്മാരകം, ആ സ്മാരകത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, ഇന്നും ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ആഴ്ച ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചതിന്, ദളിത് വിഭാഗത്തിൽപ്പെട്ടൊരു കുട്ടി വെള്ളം കോരി കുടിച്ചതിന് ആക്രമിക്കുകയും ഗ്രാമത്തിൽ നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനം തോന്നുന്ന കാര്യമാണല്ലോ. കാരണം വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞാൽ പിന്നെ അഭിമാനിച്ചല്ലേ പറ്റുള്ളൂ. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്ന കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഇവിടെയാണ് മധു എന്ന് പറഞ്ഞൊരു പയ്യനെ, അവനാകെ വിശന്നിട്ട് ഒരു ആഹാരം എടുത്ത് കഴിച്ചു എന്ന കാര്യത്താൽ നമ്മളെ ആളുകൾ അവനെ പരസ്യമായി അടിച്ചു കൊന്നത് ഇവിടെയായി, കേരളത്തിലാണ്. കേരളമെന്ന പേർ കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. മധുവിൻ്റെ രക്തസാക്ഷിത്വം. മധുവിനെ അടിച്ചു കൊന്നത് കണ്ടവരാരുമില്ല ഇപ്പോൾ. അതാണ് രസം. തെളിവില്ല.
ഇനി മധു വന്ന് പറയണം, എന്നെ ഇവർ, ഞാൻ ഈ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എടുത്ത് കഴിച്ചതിൻ്റെ പേരിൽ എന്നെ ഇവർ നശിപ്പിച്ചു, അല്ലെങ്കിൽ കൊന്നുകളഞ്ഞു, അരിങ്കൊല ചെയ്തു എന്ന് ഈ പറഞ്ഞ മധു വന്ന് പറയണം എന്നൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുക. ഇത് കേരളമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ മഹാനായ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ സേവനങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത്. അതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഈ ഒരു ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമുണ്ട്. മറ്റൊരു മതത്തിലേക്ക് വന്നെത്തിച്ചേരുമ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയല്ലോ, ഞങ്ങൾക്കൊന്നും അറിയാതെ പോകുന്ന ഒരു അവസ്ഥ, ഞങ്ങൾ അവിടെയുമില്ല ഇവിടെയുമില്ലെന്നായല്ലോ. അങ്ങനെയുള്ളവർക്ക് ശരിയായ മാർഗ്ഗം പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴി വേണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിന് ഏറ്റവും നല്ല മാർഗ്ഗം രാജ്യസമാചാരം എന്ന പത്രമാണ്. ഈ പത്രം വായിക്കുന്ന ആളിന് ഒരു ആത്മാഭിമാനമുണ്ടാകും. ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ ആകാം, ഞാനിങ്ങനെ നിലനിൽക്കും, ഞാൻ സർവൈവ് ചെയ്യും എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒന്നായി ഈ പത്രം മാറുന്നു. എന്ന് വെച്ചാൽ നേരത്തെ ഓണക്കൂർ സാർ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഓണക്കൂർ സാർ സംസാരിച്ചപ്പോഴും ശ്രീ RS ബാബു സംസാരിച്ചപ്പോഴും പറഞ്ഞുണ്ടായി, ഇന്നത്തെ പത്രങ്ങൾ നമ്മുടെ സ്ഥിതി എന്താണെന്ന് പറയുകയുണ്ടായി. നമ്മൾ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന പത്രങ്ങളാണ്. പത്രങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠ വളരെ വലുതാണ്. ഓരോ പത്രത്തിലെയും ഓരോ ദിവസത്തെയും വാർത്തകൾക്ക് നമ്മൾക്ക് ഞെട്ടലോടെയാണ് നമ്മൾ വായിക്കുന്നത്. നാളെ എന്തായിത്തീരുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ എല്ലാ ഗ്രഹങ്ങളെയും കീഴടക്കിയിരിക്കുന്ന നമ്മളെന്താണ് മനുഷ്യക്കുരുതി നടത്തുകയാണല്ലേ. മനുഷ്യനെ വെച്ചിട്ട് ബലി നടത്തുന്ന ഒരു രാജ്യമായി ഒരു പ്രദേശമായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. എന്തിൻ്റെ പേരിലാണ് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന ഈ മഹാനായ ലോകത്തിൻ്റെ പുത്രൻ്റെ ഓർമ്മയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഇതുപോലുള്ള അഭിശപ്തമായ ഒത്തിരി കാര്യങ്ങൾ കടന്നു വരികയാണ്. ഈ വർത്തമാനകാലത്തും കടന്നു വരികയാണ്. വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെ അന്ധവിശ്വാസത്തിലേക്ക് കടന്നു കയറുമ്പോൾ അന്ധവിശ്വാസത്തിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയ ഒരു എഴുത്തുകാരനാരെന്ന് ചോദിച്ചാൽ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണ് എന്ന് ഞാൻ പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ രാജ്യസമാചാരം പത്രത്തിനകത്ത് നേരത്തെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അന്ധവിശ്വാസത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ നിലപാട് എടുത്ത ഒരു പ്രസിദ്ധീകരണം, ആദ്യത്തെ പത്രം, നമുക്ക് ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ മലയാള പത്രത്തിൻ്റെ ആദ്യത്തെ പത്രത്തിന് അതുണ്ടായിരുന്നു. അന്ധവിശ്വാസങ്ങളുമായി യാതൊരു കോംപ്രമൈസും യാതൊരു ഒത്തുതീർപ്പും ഈ പത്രം പാലിച്ചിട്ടില്ല. ഈ പത്രത്തിൻ്റെ ലക്കങ്ങളിൽ എവിടെയും എന്നതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ അന്ധവിശ്വാസത്തിനെതിരെ അനാചാരങ്ങൾക്കെതിരെയൊക്കെയുള്ള ശക്തമായ നിലപാടാണ് ഈ പത്രം എടുത്തിരുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. ഇത് പത്രധർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പത്രധർമ്മത്തെക്കുറിച്ച് പറയുമല്ലോ. നമ്മൾ എഡ്യൂക്കേറ്ററാണ്. സമൂഹത്തെ മുഴുവൻ നമ്മൾ പഠിപ്പിക്കുന്നവരാണ്, സമൂഹത്തെ മാറ്റി തീർക്കുന്നവരാണ്, സമൂഹത്തെ പരിവർത്തനപ്പെടുത്തുന്നവരാണ് നമ്മൾ പത്രങ്ങൾ. അപ്പോൾ ആ തരത്തിലുള്ള സാമൂഹികമായ പരിവർത്തനത്തിന് വലിയ പങ്ക് വഹിച്ച ഒന്നാണ് നമ്മുടെ ആദ്യത്തെ ഈ പത്രം എന്ന കാര്യം പത്രത്തിൻ്റെ താളുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. മാത്രമല്ല, ലോകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചത് കേരളം 1957 ആ ലോകത്താദ്യമായി വിരൽത്തുമ്പിലൂടെ തൊഴിലാളി വർഗവും അധ്വാനിക്കുന്നവനും പണിയെടുക്കുന്നവനും അടികൊള്ളുന്നവനും ഒരു പ്രസ്ഥാനത്തെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ആണ് കേരളം. കേരളത്തിന് വലിയ ചരിത്രമുണ്ട് ആ തരത്തിൽ. നമ്മൾ അങ്ങനെ ആയിത്തീർന്ന് എന്തുകൊണ്ടാണ്? അങ്ങനെ ആയിത്തീർന്ന് നമ്മൾ കെൽപ്പുണ്ടായത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ പിന്നോട്ട് പോവുക, പുറകിലേക്ക് സഞ്ചരിച്ച് പോകുമ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ട് മനുഷ്യരറിയുന്നത് രാജ്യസമാചാരത്തിലൂടെയാണ്. ഇന്ത്യയിലെ പ്രാദേശിക വെർണാക്കുലർ ജേർണലിസം, പ്രാദേശിക പത്രങ്ങളെല്ലാം എടുത്താൽ, ഈ കാലഘട്ട പത്രങ്ങൾ എടുത്താൽ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് ആദ്യം അറിയുന്നത് മലയാളിയാണ്. അതുകൊണ്ട് അവന് പിൽക്കാലത്ത് വിപ്ലവകാരിയാകാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ചെങ്കൊടി ഉയർത്താതിരിക്കാൻ പറ്റുകയില്ല. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ഉണ്ടാകാതിരിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? നമ്മൾ അന്നേ അറിഞ്ഞിരിക്കുന്നു അവിടെ വിപ്ലവമുണ്ടായി. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് ഇന്ത്യക്കാരൻ ആദ്യം മനസ്സിലാക്കുന്നത് മലയാളിയാണ്. അതെന്തുകൊണ്ടാണ്? ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന ക്രാന്തദർശിയായ ഒരു പത്രാധിപരുണ്ടായിരുന്ന രാജ്യസമാചാരത്തിലൂടെ ഫ്രാഞ്ചിയിലെ കലാപം, അങ്ങനെ തന്നെ തലക്കെട്ട് അങ്ങനെയാണ്, ഫ്രാഞ്ചിയിലെ കലാപം. നമ്മൾ പിൽക്കാലത്തെല്ലാം കലാപങ്ങളെന്നല്ലേ പറയുന്നത്. ഫ്രാഞ്ചിയിലെ കലാപത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ അറിയുന്നു അവിടെ നടക്കുന്ന മാറ്റങ്ങൾ. ഫ്രാങ്ക്ഫർട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു, അവിടുത്തെ പ്രജാസംഘത്തെക്കുറിച്ച്. നമ്മളിവിടുന്ന് വർത്തമാനം പറയുമ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്ഥലമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു പത്രാധിപർ, അതുവരെ പൗരനെന്നാണ് വിളിച്ചിരുന്നില്ല, ആദ്യം എല്ലാവരും പ്രജകളെന്നാണ് വിളിച്ചിരുന്നത്. ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളും പരിശോധിച്ച് നോക്കുക. 1905 സ്വദേശാഭിമാനി എന്ന പത്രം ഉണ്ടാകുന്നു, 1905. 1905, 1906, 1907 ആയപ്പോഴത്തേക്ക് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രാധിപരായി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച ഈ പത്രത്തിൻ്റെ പത്രാധിപരായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എഡിറ്റോറിയൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പ്രജകൾ എന്ന വാക്ക് അദ്ദേഹം എടുത്തു കളയുകയും പൗരൻ എന്ന വാക്ക് ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. അപ്പം പൗരബോധത്തെക്കുറിച്ച് മലയാളിയെ ആദ്യമായി പഠിപ്പിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഇന്ത്യയിൽ ആദ്യമായി പൗരൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, പത്രത്തിൽ ഉപയോഗിക്കുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഇന്ത്യയിൽ ആദ്യമായി കാറൽ മാർക്സിൻ്റെ ബയോഗ്രഫി എഴുതുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഇന്ത്യയിൽ ആദ്യമായി സമഷ്ടിവാദം അല്ലെങ്കിൽ സോഷ്യലിസം, ആ സോഷ്യത്തെക്കുറിച്ച് 5 ലേഖനങ്ങൾ എഴുതുന്നതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്ക് അങ്ങനെ എഴുതാൻ പെട്ടെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? അതിനൊരു പാരമ്പര്യമുണ്ട്. നമ്മൾ വീണ്ടും പിന്നിലേക്ക് പോകുമ്പോൾ എന്താണ് ഇവിടെ നോക്കുക? പ്രജാസംഘത്തെക്കുറിച്ച് ഈ രാജ്യസമാചാരം പറയുന്നു, ഫ്രാങ്ക്ഫർട്ടിലെ
പ്രജാസംഘത്തെക്കുറിച്ച് അദ്ദേഹം അന്ന് ലേഖനം എഴുതുന്നു. ഇതൊക്കെ നിശ്ചയമായിട്ടും സ്വദേശാഭിമാനി ഉൾപ്പെടെയുള്ള നമ്മുടെ പൂർവ്വസൂരികളൊക്കെ വായിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിലൂടെയാണ് അദ്ദേഹം പ്രജ എന്ന സങ്കല്പത്തിൽ നിന്ന് മാറി അന്ന് പ്രജയാണ്. പ്രജാസംഘം ആലോചിച്ച് നോക്കുക. പ്രജാസംഘം എന്ന് പറയുമ്പം പ്രജകൾക്ക് ഒത്തുകൂടാനുള്ളൊരു ധൈര്യം ഉണ്ടാവുകയാണ്. മറ്റേ രാജാവ് ദൈവദത്തമായ അധികാരമുള്ള രാജാവ് ദൈവം തന്നെയാണ്. രാജാവിനെ ദൈവമായിട്ട് കാണുന്ന കാലത്ത് പ്രജകൾക്ക് ഒത്തുകൂടുക എന്ന് പറയുന്നത് ഒരു വലിയ വിപ്ലവമാണത്. അങ്ങനെ ഉണ്ടായ പ്രജാസംഘത്തെക്കുറിച്ച് ഈ രാജ്യസമാചാരം പത്രം നമ്മളോട് പറഞ്ഞു തരുന്നു. പിൽക്കാലത്ത് പ്രജ എന്ന വാക്കു തന്നെ എടുത്തു ദൂരെ കളഞ്ഞിട്ട് പൗരനാണ് എന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ കാര്യം ഇപ്പം ഈ രാജ്യസമാചാരം എന്ന് പറയുന്ന ആകെ 42 ലക്കങ്ങളെ ഇറങ്ങിയിട്ടുള്ളൂ. കുറച്ച് കാലത്തേ ഇറങ്ങിയുള്ളൂ. ഒരുപാട് 100 വർഷമൊന്നും ഉണ്ടായിരുന്ന പത്രമല്ലേ ഇത്. മാസത്തിൽ 1 വീതം ഈ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ മാത്രം നിലനിന്നൊരു പത്രമാണ്. അതിനെക്കുറിച്ചാണ് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പകൽ മുഴുവൻ പറഞ്ഞാലും തീരുകയില്ല, എത്രയോ മാസങ്ങൾ പറഞ്ഞാലും തീരുകയില്ല. അതുപോലെ നേരത്തെ പറഞ്ഞ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ കാര്യം നിങ്ങൾ ഓർക്കണം. ആകെ 5 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ സ്വദേശാഭിമാനി പത്രം. 1905 ആരംഭിക്കുന്നു, 1910 അത് പിന്നെ കണ്ടുകിട്ടുന്നു. ആലോചിച്ച് നോക്കുക. മലയാളത്തിൽ ഇന്ത്യൻ പത്രപ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണയുടെ പത്രത്തെക്കുറിച്ച് പറഞ്ഞേ പറ്റത്തുള്ളൂ. വെറും 5 വർഷം മാത്രമേ ഈ പത്രം പുറത്തിറങ്ങിയിരുന്നുള്ളൂ. 1905 വരികയും 10 കണ്ടുകെട്ടുകയും ചെയ്തു. വെറും 5 വർഷം ഇറങ്ങിയ ഒരു പത്രത്തെക്കുറിച്ചാണ് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയുന്നത്. നമ്മൾ 5 വർഷമല്ല 5 ദിവസമായാലും നമ്മളുടെ നിലനിൽപ്പും നമ്മൾ പറയുന്നതും നമ്മുടെ പ്രവൃത്തിയും നമ്മളുടെ സ്റ്റാമ്പ്, നമ്മുടെ കൈമുദ്ര അവിടെ പതിഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം ധാരാളം മതി ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ഏറ്റവും നല്ല എക്സാമ്പിളായി നിൽക്കുന്നു. ഇന്ന് പത്രം മുതലാളി, പത്രാധിപരായി പത്രത്തിനകത്ത് പേരച്ചടിക്കുന്ന കാലത്ത് പത്രമുതലാളിയായിട്ടും ഒരിക്കൽ പോലും പത്രത്തിനകത്ത് പേരച്ചടിച്ചിട്ടില്ലാത്തൊരു മുതലാളി ഉണ്ടായിരുന്നു. അതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ മുഴുവൻ ലക്കങ്ങൾ നിങ്ങൾ പരിധി നോക്കിയോ, എവിടെയും വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന പേര് കാണുകയില്ല. വക്കം അബ്ദുൽ ഖാദർ മൗലവി വളരെ സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എല്ലാ ദിവസവും ഓരോരോ അധ്യാപകർ ഒന്ന് പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പഠിപ്പിച്ചിരുന്ന ഒറ്റയാൾ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ രാജാക്കന്മാരായിരുന്നു, രാജകുമാരന്മാരെയാണ്. അവരാരും സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. ഇപ്പോൾ ശ്രീധരനാൾ മഹാരാജാവ് പഠിച്ച സ്കൂൾ ഏതാ, പഠിച്ച കോളേജ് ഏതാ? ഇല്ല. എല്ലാവരും അങ്ങോട്ട് പോയി പഠിപ്പിക്കുകയായിരുന്നു. രാജവർമ്മയും ഒക്കെ അവിടേക്ക് പോയി പഠിപ്പിക്കാം. സി സുബ്രഹ്മണ്യം പറ്റിയൊക്കെ അവിടെ പോയി ഓരോ സാർമാർ പോയി പഠിപ്പിക്കുകയായിരുന്നു, അങ്ങോട്ട് പോയി പഠിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ അതുപോലെ പഠിപ്പിച്ചിരുന്ന ഒരാളാണ് ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹം വളരെ സമ്പന്നനായിരുന്നു. പക്ഷേ അദ്ദേഹം മരിക്കുമ്പോൾ പാപ്പരായിട്ടാണ് മരിക്കുന്നത്. ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അങ്ങ് മാപ്പെഴുതി തന്നാൽ മതി, പത്രവും ഒക്കെ തിരിച്ചു തരാം, പ്രസും തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉത്തമ ബോധ്യമുള്ളൊരു കാര്യം ചെയ്തിട്ട് അതിന് മാപ്പെഴുതി തരാൻ ഞാൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലാതിരിക്കണം. മാപ്പൊന്നും എഴുതി കൊടുത്തില്ല. ഇന്ന് ഭരണാധികാരികളുടെ മുമ്പിൽ നട്ടല് വളഞ്ഞ് നിൽക്കുക ആളുകൾ ഓരോ കാര്യം സാധിക്കാൻ വേണ്ടി. എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, പത്രാധിപന്മാർ ഒക്കെ നിൽക്കുന്ന ഒരു കാലത്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നയാൾ 1910 അഭിമാനത്തോടെ പറഞ്ഞു, ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണ്, ഞാൻ എൻ്റെ പത്രത്തിൽ എഴുതിയതെല്ലാം ശരിയാണ്, ഞാനൊരു മാപ്പ് തരുന്ന പ്രശ്നമേ ഇല്ല. അദ്ദേഹം നിരാലംബനായി, ഒന്നുമില്ലാതെ നിസ്വനായി, പട്ടിണിയും ദാരിദ്ര്യമായിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ മക്കളോ ഒക്കെ പിൽക്കാലത്ത് പലപ്പോഴും ഈ പ്രസ് തിരിച്ചു തരാൻ ചോദിച്ചിട്ടുണ്ട്, കൊടുത്തില്ല. 1957 ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നപ്പോൾ EMS ഒപ്പുവെച്ച അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിഗ്നേച്ചർ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പ്രസ് വിട്ടുകൊടുക്കാനുള്ള ഉത്തരവാണ് ആദ്യം ഇറക്കിയത്. അപ്പോൾ നമ്മുടെ ചരിത്രം ഇങ്ങനെ കിടക്കുകയാണ്. ഇതൊന്നും സാധാരണഗതിയിൽ എവിടെ എഴുതിയിട്ടുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം റെക്കോർഡ്സുള്ള തെളിവുകളുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന ഒരു വലിയ പത്രാധിപർ. അദ്ദേഹം 2 വർഷക്കാലം അത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. നമ്മൾ സ്വദേശാഭിമാനിയെക്കുറിച്ചാണ് പറയുമ്പോഴും വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് നമ്മൾ എവിടെയും പറയാറില്ല. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നാണ് ആ പത്രത്തിൻ്റെ മോട്ടോ. അതാണ് ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. നിങ്ങൾ നാണം കെട്ട് വളഞ്ഞുകുത്തി മറ്റുള്ള മുമ്പിൽ ഭയപ്പാട് നിന്നാൽ നീ ഒരിക്കലും നാടിനെ വളർത്താൻ നീ പ്രാപ്തനല്ല സുഹൃത്തെ എന്നാണ് ഈ പത്രം എല്ലാ ദിവസവും വായനക്കാരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പത്രം അങ്ങനെ നിന്നു, ഒരിക്കലും കീഴ്വഴങ്ങിയില്ല. ഇവിടുന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തി. അദ്ദേഹം മലബാറിൽ പോയി ജീവിച്ചു. മലബാറിൽ പോയി ജീവിച്ചപ്പോഴും വായടക്കി വെച്ചില്ല. അദ്ദേഹം അവിടെ വെച്ചിട്ടാണ് ഈ 5 ലേഖനങ്ങൾ എഴുതുന്നത്. സമഷ്ടിവാദത്തെക്കുറിച്ച്, സോഷ്യലിസത്തെക്കുറിച്ച് എഴുതുന്നത്. ആത്മപോഷണി എന്ന പത്രത്തിൽ അദ്ദേഹം എഴുതുകയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പത്രം കണ്ടുകെട്ടി അദ്ദേഹം പോയി. പക്ഷേ അവിടെയും അദ്ദേഹം വെറുതെ ഇരുന്നില്ല, വീണ്ടും എഴുതിക്കൊണ്ടിരുന്നു. ആത്മപോഷണിയിൽ അദ്ദേഹം എഴുതി, സമഷ്ടിവാദത്തെക്കുറിച്ച്, സോഷ്യലിസത്തെക്കുറിച്ച് എഴുതി. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് ഏറ്റവും സങ്കടം വരുന്നൊരു കാര്യം, നമുക്ക് വല്ലാത്ത സങ്കടം തോന്നിക്കും. ഈ പാപ്പരായി നടക്കുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ അദ്ദേഹത്തോട് ഇഷ്ടമുള്ള ചില ആളുകൾക്ക് കുറച്ച് പൈസയൊക്കെ കൊടുക്കും. ഈ പൈസയൊക്കെ ശേഖരിച്ച് അദ്ദേഹം എന്താ ചെയ്യുന്നത് അറിയാമോ? അടുത്ത പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് കണ്ണൂരിലേക്ക് ഒരു മണി ഓർഡർ അയച്ചു കൊടുക്കും. ആർക്കാണ്? തൻ്റെ പത്രത്തിൻ്റെ പത്രാധിപരായിരിക്കുകയും തിരുവിതാംകൂർ രാജാവ് നാട് കടത്തുകയും അന്യനാട്ടിൽ നിരാലംബനായി കഴിയുകയും ചെയ്യുന്ന
തൻ്റെ മുൻ പത്രാധിപർക്ക് പത്രവുടമ തെണ്ടി ഉണ്ടാക്കുന്ന പൈസ എല്ലാ മാസവും അയച്ചു കൊടുത്തിരുന്നു. ഒത്തിരി ഈ ഗ്രേറ്റ് എന്നൊക്കെ വാക്ക് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത്യപൂർവമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ് ഹക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതുകൊണ്ട് നല്ല നല്ല ആഹാരം കഴിക്കാമായിരുന്നു. പക്ഷേ ആഹാരം പോലും കഴിക്കാതെ പഴയ പത്രാധിപർക്ക് അയച്ചു കൊടുത്തിരുന്നു. ഇതാണ് പത്രത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പത്ര ഉടമ പത്രാധിപർ തമ്മിലുള്ള ബന്ധം, പത്രം പ്രസിദ്ധീകരിക്കുന്നതിന് പിന്നിലുള്ള ആശയം, പത്രം പ്രസിദ്ധീകരിക്കുന്നതിന് പിന്നിലുള്ള എന്താ പറയുന്നത് ഇൻറ്റൻഷൻ, ഇതൊക്കെ വളരെ പ്രധാനമാണ്. അങ്ങനെ നോക്കുമ്പോൾ സമൂഹത്തെ ഈ ഭയകൗടില്യ ലോപങ്ങൾ വളർത്തിലൊരു നാടിനെ എന്ന ഈ സ്ലോഗൻ, ഈ പത്രം മുന്നോട്ട് വയ്ക്കുന്ന മോട്ടോ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കി പത്രാധിപരും പത്രത്തിൻ്റെ ഉടമയും പ്രാവർത്തികമാക്കിയെന്നാണ് സത്യം. നമുക്ക് വീണ്ടും സ്വദേശാഭിമാനിക്കുള്ള പ്രഭാഷണമില്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുന്നു. രാജ്യസമാജത്തിലേക്ക് തിരിച്ചു വരുന്നു. രാജ്യസമാജത്തിലേക്ക് എത്തുമ്പോൾ നോക്കുക, രാജ്യസമാചാരത്തിൻ്റെ ഈ ഇതിൻ്റെ എവിടെയും നിങ്ങൾക്ക് ഹെർമൻ ഗുണ്ടൻ്റെ പേര് കണ്ടെത്താൻ കഴിയുകയില്ല. ആകെ ഒരു ഇല്ലൻറ്റിനകത്ത് 4 മണ്ടത്തരങ്ങൾ എഴുതി അതിനകത്ത് 5 ഇടത്ത് പത്രാധിപരുടെ പേരച്ചടിക്കുന്ന മിനി മാസികകളുള്ളൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. നിങ്ങൾക്ക് അയച്ചു കിട്ടുന്നുണ്ടാവുമല്ലോ. അതിനകത്ത് 5 ഇടത്ത് കാണും പത്രാധിപർ നമ്മുടെ ഈ കുഞ്ഞിരാമൻ്റെ പേര്. ഭാഷ പോലും അറിയത്തില്ല. അതിനകത്ത് തന്നെ നമ്മൾ ചുമന്ന മഷി കൊണ്ട് തിരുത്താൻ തുടങ്ങിയാൽ ആ പ്രസിദ്ധീകരണം മുഴുവൻ തിരുത്തേണ്ടി വരും. അത്തരം ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഈ മലയാളത്തിലെ ആദ്യത്തെ പത്രം പ്രസിദ്ധീകരിച്ച പത്രാധിപർ അതിലൊരിടത്ത് പോലും അദ്ദേഹത്തിൻ്റെ പേര് അച്ചടിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയ തങ്ക ലിപികൾ, തങ്കത്തേക്കാൾ നല്ല ലോഹം വല്ലതും ഉണ്ടെങ്കിൽ ആ ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും കാണാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ്? ഈ കുട്ടികൾ ചോദിക്കാൻ പോകത്തുള്ള വലിയൊരു ക്വസ്റ്റൻ ഉണ്ട്. പിന്നെ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ഹെർമൻ ഗുണ്ടട്ട് ഇറങ്ങിയതോടെ? ഹെർമൻ ഗുണ്ടട്ടിൻ്റെ ഭാഷ, ഹെർമൻ ഗുണ്ടട്ടിൻ്റെ എഴുതിയിരുന്ന മറ്റു കാര്യങ്ങൾ, തലശ്ശേരിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയിരുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഹെർമൻ ഗുണ്ടട്ടാണ് പുറത്തിറക്കിയതെന്ന് നമുക്ക് വളരെ വ്യക്തമാവുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷയും അദ്ദേഹത്തിൻ്റെ ഭാഷാപ്രയോഗങ്ങളും അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പത്രത്തിൻ്റെ പ്രവർത്തനവും ഒക്കെ നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പത്രധർമ്മവും പത്ര മുതലാളിയും അല്ലെ പത്രത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഈ ലക്ഷ്യ സമൂഹം ഏതാണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. റിപ്പോർട്ടിങ്ങിൻ്റെ പ്രത്യേകത, എഡിറ്റോറിയൽ എഴുതുന്ന പ്രത്യേകത, പിന്നെ ഭാഷ എപ്പോഴും ലാളിത്യമുള്ള ഭാഷയായിരിക്കണം. മനസ്സിലാകാത്ത ഒന്നും നമ്മൾ സാധാരണ പത്ര ഓഫീസിലൊക്കെ നിങ്ങൾ ജോലിക്ക് ചേർന്ന് കഴിയുമ്പോൾ ആദ്യം ഒരു റിപ്പോർട്ടൊക്കെ എഴുതി കൊടുക്കുമ്പോൾ ന്യൂസ് എഡിറ്റർ ഒറ്റ എയറുണ്ട്, അതിങ്ങനെ ആകാശത്തോടെ ജനലിലൂടെ പറന്ന് പുറത്തേക്ക് പോകും. എന്താ കാര്യമെന്ന് അറിയാമോ? ഇത് തലക്കെട്ട് ആൾക്ക് മനസ്സിലാകുന്നതായിരിക്കത്തില്ല. ഇത് മനസ്സിലാകാത്ത നമ്മൾ വലിയ സാഹിത്യം എഴുതി ഇങ്ങനെ എല്ലാം എഴുതി കൊണ്ടുവരുമ്പോഴാണ് ഈ ന്യൂസ് എഡിറ്റർ മൂരാജിയായ അന്ന് നമ്മളങ്ങനെ കരുതുന്നത്, മൂരാജിയായ ന്യൂസ് എഡിറ്റർ ഞാൻ പാടുപെട്ട് എഴുതിക്കൊണ്ട് വരുന്ന സാധനം ഒറ്റ അത് ആകാശത്തോടെ പറന്ന് പുറത്ത് ഓടിപ്പോയി നമ്മൾ മുറ്റത്തുനിന്ന് പോയി ഇത് പറക്കി എടുത്തുകൊണ്ട് വരേണ്ടി വരും. അപ്പോൾ എന്താ അതിൻ്റെ അടിയിലൊരു വരയിട്ടിട്ടുണ്ടാവും. നോക്കുമ്പോൾ ശരിയാണ്, നമ്മൾ വീണ്ടും വായിക്കും, ശരിയാ ഇത് ആൾ വായിക്കും മനസ്സിലാവും. ഇത് മനസ്സിലാവണം. പത്രമെന്ന് പറയുന്നത് പുസ്തകം പോലെ വീട്ടിൽ കൊണ്ടുവച്ച് നിരന്തരം വായിക്കുന്നതല്ല, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകണം. പത്രത്തിൻ്റെ തലക്കെട്ടൊക്കെ അങ്ങനെ വേണം, ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകണം കാര്യങ്ങൾ. അത് മനസ്സിലാക്കിയില്ലേ ഒരു രക്ഷയില്ല. നമ്മുടെ പിന്നെ കൊല്ലത്തുനിന്ന് ഇറങ്ങിയ ഒരു പത്രം ഉണ്ടായിരുന്നു പണ്ടിറങ്ങിയത്. പിന്നെ ആ പത്രത്തിലെ ഒരിക്കൽ വന്ന ഒരു പ്രധാനപ്പെട്ട തലക്കെട്ട്, അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട കായിക വിനോദം ഫുട്ബോളും ക്രിക്കറ്റും ഒന്നും ആയിരുന്നില്ല, ഗുസ്തിയായിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട ഒരു യാത്ര നടക്കുകയാണ്. അതിൻ്റെ ഒരു കമ്മീഷൻ, നമ്മളിപ്പോൾ പലതരം കമ്മീഷൻ പറയുമല്ലോ. കേരളത്തിൽ ട്രാവൻകൂറിലെ ആദ്യത്തെ കമ്മീഷൻ എന്ന് പറയുന്നത് പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുമ്പ് ക്ഷേത്രപ്രവേശനം അനുവദിക്കണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ചൊരു കമ്മീഷനായിരുന്നു. ആ കമ്മീഷൻ ഇങ്ങനെ പിന്നെ യാത്ര ചെയ്ത് വരികയാണ്, പലയിടത്തും സിറ്റിംഗ് നടത്തി വരികയാണ്. അങ്ങനെ സിറ്റിംഗ് നടത്തിയപ്പോൾ കരുനാഗപ്പള്ളിയിൽ വരുമ്പോഴാണ് ഈ പന്നിശ്ശേരി നാണുപിള്ള എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും ശ്രീ നീലകണ്ഠ തീർത്ഥപാദ സ്വാമിയുടെയും ശിഷ്യനായിരുന്ന പന്നിശ്ശേരി നാണുപിള്ള എന്ന വലിയ തർക്കവിശാരദനായ ആളാണ് ഈ തർക്കത്തിൽ അന്ന് ഏർപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം എന്താണ്? ദളിത് അധസ്ഥിതരായ ആളുകൾക്കെല്ലാം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതാണ്. പക്ഷേ വന്നിരിക്കുന്ന പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ എന്ന് പറയുന്ന മഹാപണ്ഡിതനായ താർക്കികനാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹവുമായി തർക്കം നടത്തിയപ്പോൾ ഈ അദ്ദേഹം തർക്കിച്ച് അവസാനം അദ്ദേഹത്തെ കൊണ്ട് സ്ഥാപിച്ചു, ഇത് എല്ലാവർക്കും ക്ഷേത്രത്തിൽ കയറാൻ അവകാശമുണ്ട് എന്ന് അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. അപ്പോൾ അടുത്ത ദിവസം കൊല്ലത്തു നിന്നുള്ള മലയാള രാജ്യം എന്ന് പറയുന്ന പത്രത്തിൻ്റെ തലക്കെട്ടതാണ്, പുന്നശ്ശേരിയെ പന്നിശ്ശേരി മലർത്തിയടിച്ചു. എന്തൊരു ക്യാപ്ഷൻ ആലോചിച്ച് നോക്കി. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയൊരു കായിക വിനോദം പറഞ്ഞാൽ എന്താണ് ഗുസ്തിയാണ്. ഗുസ്തിയിലെ വിജയിക്കുന്ന എങ്ങനെയാണ്? നമ്മളിപ്പോൾ സിക്സർ അടിക്കുന്ന പോലെയാണ്. ഈ എതിരാളിയെ മലർത്തി അടിച്ചാൽ സിക്സറാണ്, ജയിച്ചു. അന്നത്തെ ഏറ്റവും വലിയ പ്രയോഗമാണ് മലർത്തി അടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പുന്നശ്ശേരിയെ പന്നിശ്ശേരി മലർത്തി അടിച്ചു, അതിൻ്റെ ക്യാപ്ഷൻ അങ്ങനെയാണ്. അപ്പോൾ അന്ന് മുതലേ ഉണ്ട് ഈ വളരെ സെൻസേഷനിലാണ്, ആളുകളെ വല്ലാത്ത ആകർഷിക്കുന്ന തരത്തിൽ, ആളുകളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു തലക്കെട്ടിടുക എന്ന് പറയുന്നത്. ഇപ്പോഴും അങ്ങനെയുള്ള തലക്കെട്ടുകൾ പല പത്രങ്ങളിലും തലക്കെട്ടുകൾ മനോഹരമായിട്ട് വരാറുണ്ട്, രസകരമായ തലക്കെട്ടുകൾ വരാറുണ്ട്. അപ്പോൾ ഇത് സിമ്പിളാണ്, വളരെ ലളിതമായൊരു കാര്യമാണിത്.
പക്ഷേ അതിൽ നിന്ന് കിട്ടുന്നൊരു മെസ്സേജ് ഭയങ്കരമാണ്. ഈ മുല്ലശ്ശേരി നീലകണ്ഠ ശർമ്മ എന്ന് പറയുന്ന മഹാതാർക്കികനായ വലിയ പണ്ഡിതനായ ഒരാളിൻ്റെ വാദമുഖങ്ങളെ മുഴുവൻ പന്നിശ്ശേരി നാണുപിള്ള എന്ന് പറയുന്ന വേറൊരു ചെറുപ്പക്കാരനായ താർക്കികൻ തോൽപ്പിച്ച് പുള്ളിയെ കീഴ്പ്പെടുത്തി കളഞ്ഞു എന്നുള്ളതെല്ലാം ഒരു വലിയ സെൻറ്റൻസിനകത്ത് നമ്മൾ പറയേണ്ട കാര്യമെല്ലാം ഈ ഒരു ചെറിയ പ്രയോഗത്തിനകത്തൂടെ പത്രങ്ങളിലൂടെ വരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ ഈ രാജ്യസമാജത്തിൽ നോക്കുക, രാജ്യസമാചാരത്തിൻ്റെ ഇതുപോലെയുള്ള തലക്കെട്ടുകൾ, ചെറിയ ചെറിയ തലക്കെട്ടുകളുണ്ട്. ഒരു കാപ്രിയുടെ വിശേഷം, നമുക്ക് തോന്നി പെട്ടെന്ന് ഈ കാപ്രിയുടെ എന്തോ വിശേഷമോ, കാപ്രിക്ക് എന്തോ വീട്ടിൽ വല്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടായോ, നോക്കി വരുമ്പോൾ അയാളുടെ ജീവിതത്തിൽ തന്നെയുള്ള വിശേഷങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തലക്കെട്ടുകൾ എഴുതുന്ന കാര്യത്തിനകത്ത് വളരെ ബ്രീഫായിട്ടുള്ളതും വളരെ കൺവിൻസിങ് ആയിട്ടുള്ളതും പെട്ടെന്ന് കൺവേ ചെയ്യുന്നതുമായിട്ടുള്ള തലക്കെട്ടുകൾ ഇടുക എന്ന തന്ത്രം കൃത്യമായി പ്രയോഗിച്ചിട്ടുള്ളതാണ് ഇതിനകത്ത്. അതുപോലെ വിയന്ന കലഹം ഒരു ടൈറ്റിലാണ്. വിയന്നയിൽ നടന്ന വലിയ ജനങ്ങളുടെ വലിയ മുന്നേറ്റത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. വിയന്ന കലഹം എന്ന ടൈറ്റിലാണ്. ഈ കലാപം എന്ന് പറയുന്നത് കലഹം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ടല്ലോ, പ്രയോഗത്തിൽ വ്യത്യാസമുണ്ട്, മീനിങ്ങിനകത്ത് വ്യത്യാസമുണ്ട്, സംഭവത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ വാക്കും ഉപയോഗിക്കുന്നതിനകത്ത് വരുന്ന പ്രത്യേകതകൾ അത് വളരെ കൃത്യമായി സൂചിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി മാപ്പ്. നമ്മൾ ഇപ്പം പത്രത്തിനകത്തെല്ലാം ഫോട്ടോസ് ഉപയോഗിക്കുമല്ലോ, ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഫോട്ടോസ് ഉപയോഗിക്കും. ഇപ്പോൾ ഒരാൾ രാജിവെക്കാൻ പോവുകയാണെങ്കിൽ ഉടനെ അയാൾ എന്ത് ചെയ്യും, അയാൾ താടിയിൽ കൈയും കൊടുത്തിരിക്കുന്ന ഒരു പടം നമ്മൾ കൊടുക്കും. ഇയാൾ ചിലതാണ് ഈ കണ്ണ് നിറഞ്ഞിരിക്കുന്ന ഒരു പടം. ഇതൊക്കെ എപ്പോഴെങ്കിലും പാവം പിടിച്ചോണ്ട് എവിടെയെങ്കിലും ഇരുന്നപ്പോൾ ഉള്ളതായിരിക്കും. അതെടുത്ത് സ്റ്റോക്ക് വെച്ചേക്കും, നമ്മൾ ആ സമയത്ത് എടുത്ത് പ്രയോഗിക്കും. ചിലപ്പം അത് മാത്രമല്ല, അപ്പം ഒരാൾ രാജി വെക്കുന്നില്ലെങ്കിൽ പോലും തലേദിവസം നമ്മൾ കൊടുക്കും, ഈ പടം കൊടുക്കും. പടം കൊടുത്തിട്ട് ഇന്നാരുടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിൽ എന്ന് കൊടുക്കും. അതല്ലെങ്കിൽ ഒന്നും കൊടുക്കാതെ പുള്ളി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതിൻ്റെ പുറത്തൊരു ചോദ്യചിഹ്നം മാത്രം കൊടുക്കും. ഇതെല്ലാം മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് വലിയ ആശയങ്ങളാണ് എറിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ആശയങ്ങൾ പോലെ തന്നെയാണ് അന്ന് മാപ്പ് ഉപയോഗിച്ചത്. മദ്രാശി പ്രദേശത്തെ കൈസോ ഗ്രൂപ്പുകൾ ഇത് പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞിരിക്കുന്ന മാപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. നമ്മൾ ഭൂമിയുടെ നമ്മൾ ഭൂപടം ആദ്യമായിട്ട് ഭൂപടം കാണുന്നത് രാജ്യസമാചാരത്തിലൂടെയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം രാജ്യസമാചാരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പത്രത്തിൻ്റെ ബ്യൂട്ടി. ഇപ്പോൾ നമ്മുടെ പത്രത്തിനകത്തെല്ലാം പേജ് ലേഔട്ടിനൊക്കെ അവാർഡൊക്കെ ഉണ്ട്, അല്ലേ? പേജ് ലേഔട്ടിനൊക്കെ അവാർഡുണ്ട്, അതിന് വലിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് തുടക്കത്തിൽ ആദ്യത്തെ പത്രത്തിനകത്ത് പോലും ഈ പേജിൻ്റെ ലേഔട്ട്, പേജിൻ്റെ ബ്യൂട്ടി സൂക്ഷിച്ചിരുന്നു എന്നതാണ് പ്രശ്നം. അതിൻ്റെ ഭംഗി ഇപ്പോൾ നമുക്ക് നോക്കുക, രാജ്യസമാചാരം എന്ന മുകളിൽ എഴുതിയിരിക്കുന്ന നോക്കുക, എന്തൊരു ഭംഗിയിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു ആർട്ടിസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്, പക്ഷേ ഒരു ആർട്ടിസ്റ്റിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ക്യാപ്ഷൻ തന്നെ രാജ്യസമാചാരം. ഇത് ശരിക്കും ഈ പത്രത്തിൻ്റെ തലക്കെട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അത് തന്നെ എടുത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രാജ്യസമാചാരം എന്ന് എഴുതിയിരിക്കുന്നതിനകത്തെ കാലിഗ്രാഫി വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളിപ്പം പത്രത്തിനകത്തെല്ലാം കാലിഗ്രാഫ്സ് എഴുതാൻ വേണ്ടി പ്രത്യേകം ആളുകളുണ്ട്. അല്ലെങ്കിൽ മിക്കവാറും പത്രങ്ങൾക്കും സ്വന്തമായി ടൈപ്പുണ്ട്. ഇപ്പോൾ സ്വന്തം ടൈപ്പാണ്, സ്വന്തമായിട്ട് ടൈപ്പ് ഡിസൈൻ ചെയ്ത് അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ അതിനകത്തുള്ള പത്രത്തിൻ്റെ പേജ് ലേഔട്ടിൻ്റെ ബ്യൂട്ടിയും പേജ് ലേഔട്ടിൻ്റെ പ്രത്യേകതയും സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ അകത്തേക്ക് നോക്കിയാൽ അറിയാം, ഇത് എപ്പോഴും മാർജിൻ കൃത്യമായിട്ട് കീപ്പ് ചെയ്ത്, രണ്ട് സൈഡിലുള്ള മാർജിൻ കൃത്യമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മുകളിൽ തലക്കെട്ട് കാണുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ പത്രം എന്ന് പറയുന്ന ഒരു രേഖയാണ്, ഗവേഷണത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന രേഖയാണ്. അപ്പോൾ അതിനകത്ത് എന്ത് വേണം? വർഷം വേണം, മാസം വേണം, എത്ര പേജസ് ഉണ്ടെന്ന് വേണം. ഇത്തരം വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ അത് ഒന്നാമത്തെ പത്രത്തിൽ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും തുടരുകയാണത്. ഇപ്പം നമ്മൾ നോക്കില്ല ഏത് തീയതിയിലെ പത്രത്തിൻ്റെ വർഷം, ഇതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഇത് അന്ന് കൊടുത്തിരുന്നു. മറ്റൊരു കാര്യം, മലയാളികൾ പിൽക്കാലത്ത് ഒന്നും ചെയ്യാത്തൊരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാരണം മലയാള അക്കങ്ങളാണ് ഉപയോഗിച്ചേക്കുന്നത്. നമ്മളിപ്പം പകുതി മലയാളിയും പകുതി ഇംഗ്ലീഷുകാരനുമാണ്, അല്ലേ? നമ്മൾ പല കാര്യത്തിലും കല്യാണക്കുറി അല്ല ഇംഗ്ലീഷല്ലേ അടിക്കത്തുള്ളൂ, മലയാളത്തിൽ അടിക്കത്തില്ലോ. ഏത് സായിപ്പാണോ ഇത് വായിക്കാൻ പോകുന്നത്? നമ്മളൊരിക്കലും മലയാളത്തിൽ കല്യാണക്കുറി അടിക്കത്തില്ല. പിന്നെ അപ്പോൾ ഇത് നമ്മുടെ ഒരു പൊതുശീലമാണ്, അത് അങ്ങനെ എഴുതുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഈ അക്കങ്ങളെല്ലാം പിന്നെ എനിക്കൊരു ഗുണം കിട്ടി. ഇതുകൊണ്ടാണ് ഞാൻ മലയാളം അക്കം പഠിച്ചത്. അതുകൊണ്ടാണ്. അല്ല, ഞാൻ ഒരിക്കലും ജീവിതകാലത്ത് മലയാളം അക്കം പഠിക്കുമായിരുന്നില്ല. എനിക്കിത് വായിച്ചെടുക്കണമെങ്കിൽ മലയാളം അക്കം പഠിച്ചേ പറ്റത്തുള്ളൂ. ഒന്ന് നമ്മളിങ്ങനെ എഴുതുന്ന വരം ഇങ്ങനെ 1, 2 നമ്മളിങ്ങനെ എഴുതുന്ന വരം ഇങ്ങനെ 2 എഴുതുന്നത്. അപ്പോൾ ഈ ഓരോ മലയാള അക്കങ്ങൾ മുഴുവൻ പഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ച സത്യത്തിൽ ഈ ഗുണ്ടട്ട് സാഹിബാണ് എന്നെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പഠിക്കാൻ അദ്ദേഹം, ഞാൻ കണ്ടിട്ടില്ലാത്ത അദൃശ്യനായ എൻ്റെ ഒരു വലിയ ഗുരുനാഥനാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മുന്നിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കാത്ത ദിവസങ്ങളില്ല. കാരണം ഒരുപാട് കാര്യങ്ങളും അദ്ദേഹമാണ് പഠിപ്പിച്ചു തന്നത്. അതുപോലെ ഈ പിന്നെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലയാച്ചെന്നൊക്കെ നമ്മൾ കവിയൊക്കെ എഴുതിയല്ലോ. ഈ കേരളത്തിൻ്റെ പച്ചപ്പ് എന്ന പ്രയോഗം നടത്തിയിരിക്കുന്ന അദ്ദേഹം ആദ്യം നടത്തിയിരിക്കുന്ന പ്രയോഗം പച്ചപ്പ് എന്നുള്ള പ്രയോഗം, ഗ്രീനറി എന്നുള്ള സംഭവം. മലയാളത്തിൽ പച്ചപ്പ് എന്നൊരു പ്രയോഗം നമ്മളെപ്പോഴും പറയാറുള്ളതാണല്ലോ, കേരളത്തിൻ്റെ പച്ചപ്പൊക്കെ എന്താണെന്നുള്ളത്. ഇത് ആദ്യം പ്രയോഗിച്ചേക്കുന്ന അദ്ദേഹമാണ്. അങ്ങനൊരു വാക്കില്ല, പച്ച നിറം എന്നുള്ളത്, പച്ചപ്പ് എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതൊരു ഇതുപോലുള്ള പുതിയ വാക്കുകൾ, നിരവധി വാക്കുകൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ പദങ്ങൾ കണ്ടെത്തുക, പുതിയ പദങ്ങൾ കണ്ടെത്തുക, പുതിയ പ്രയോഗങ്ങൾ നടത്തുക. പിന്നെ ഈ പറഞ്ഞ സൗന്ദര്യം, പത്രത്തിൻ്റെ സൗന്ദര്യം, പേജിൻ്റെ സൗന്ദര്യം, അത് കൃത്യമായി അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. ഇനി ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷം, ഇപ്പോൾ പിന്നെ ഇത് കണ്ടില്ലയോ, വർഷം എഴുതിയിട്ടുണ്ട്, ഡേറ്റ് എഴുതിയിട്ടുണ്ട്, തലശ്ശേരി സ്ഥലം എഴുതിയിട്ടുണ്ട്, എവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്നു, ഏത് വർഷമാണ്, ഏത് മാസമാണ്, പേജ് നമ്പർ, ഇതെല്ലാം കൃത്യമായിട്ട് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാം, നമ്മളിപ്പോഴാണെങ്കിൽ എല്ലാം വിൽക്കാൻ വേണ്ടിയാണ് വയ്ക്കുന്നത്, എല്ലാം വിൽക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഇവിടെ വരുന്ന പ്രസംഗകാരും പ്രസംഗത്തിന് പൈസ മേടിക്കത്തില്ല, പക്ഷേ പ്രസംഗർക്ക് പൈസ മേടിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ബില്ല് എഴുതി തരുന്ന കാലമാണ്. അപ്പോൾ പിന്നെ എല്ലാത്തിനും പൈസ വേണം. പണാധിപത്യം നിലനിൽക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചിരിക്കുന്നത്. ഒരു കുട്ടിയോട് ഒരിക്കൽ ചോദിച്ചു, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു, അച്ഛൻ എന്താണ്, അച്ഛനെയും അമ്മയെക്കുറിച്ചും പറയുക. അമ്മ ആഹാരം തരുന്നയാൾ, അച്ഛൻ പൈസ തരുന്നയാൾ. എളുപ്പമല്ലേ? അച്ഛനെയും അമ്മയെക്കുറിച്ചുള്ള നിർവചനം അതാണ്. കുട്ടിയെ സംബന്ധിച്ചുള്ള അതേ ഉള്ളൂ. കാരണം ഈ കുട്ടികളെ എടുത്ത് വാത്സലിക്കുന്നൊന്നുമില്ല. ഈ അച്ഛൻ ആവശ്യമുള്ള പൈസ കൊടുക്കും, പുള്ളി വളരെ തിരക്കിട്ട് വരും, പോകും. രാത്രിയിൽ കുഞ്ഞുറങ്ങുമ്പം പുള്ളി വരും, കുഞ്ഞുണരുമ്പം പുള്ളി പോകും. പൈസ ചോദിക്കുമ്പോൾ മാത്രം അച്ഛനെ കാത്തു നിന്ന് പൈസ മേടിക്കും. അപ്പോൾ അതേ ഉള്ളൂ. കുട്ടിയുടെ അനുഭവത്തിൽ നിന്നാണ് കുട്ടി ഒരാളിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ വർത്തമാനകാലത്തേക്ക് നമ്മൾ വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്. അങ്ങനെയാണ്. അതിന് കുട്ടികളല്ല കാരണക്കാർ, പേരൻസാണ് കാരണക്കാർ, രക്ഷകർത്താക്കളാണ് അതിന് കാരണക്കാർ. അതാണ് പ്രധാന കാര്യം. കുടുംബമെന്ന സങ്കല്പം, അത് പിന്നെ ഒക്കെ ഇതൊക്കെ നമ്മുടെ ഈ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തോ വിൽപ്പന ഒരു പ്രധാന കാര്യമാണ്. എല്ലാം വിൽക്കുക എന്നതാണ് പ്രധാന കാര്യം. രാജ്യസമാജത്തിൻ്റെ ഒരു ലക്കങ്ങളും വിൽക്കാനുള്ളതായിരുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് വിൽപ്പനയ്ക്കുള്ളതായിരുന്നില്ല. എന്തുകൊണ്ടാണ് വിൽപ്പനയ്ക്ക്? ഞാൻ ഒരുപാട് ദിവസങ്ങൾ ആലോചിച്ചു, എന്താണ് അതിൻ്റെ കാരണം. ഹെർമൻ ഗോഡട്ട് എന്തുകൊണ്ടാണ് ഇത് വിൽപ്പനയ്ക്കല്ല എന്ന് തീരുമാനിച്ചത്? ഇതിൻ്റെ കാരണം, ഇത് ഏത് വായനക്കാരാണ്? നേരത്തെ അദ്ദേഹം മനസ്സിലാക്കി, വായനാ സമൂഹം ഏതാണ്? ഇതിൻ്റെ വായനാ സമൂഹം പണം കൊടുത്തത് വാങ്ങാനുള്ള കഴിവുള്ളവരായിരുന്നില്ല. അതാണ് പ്രധാന കാര്യം. എന്തോ ഒരു ദീർഘവീക്ഷണം എന്ന് ആലോചിച്ച് നോക്കണം. കാശ് കൊടുത്തത് വാങ്ങാൻ പറ്റുന്നവരല്ല ഇത് വായിക്കുന്ന ആളുകൾ. വെറും സാധാരണക്കാരാണ്, പാവപ്പെട്ടവരാണ്, ദളിതരാണ്, കീഴാളരാണ്, കഷ്ടപ്പെട്ടവരാണ്, പാവപ്പെട്ടവരാണ്. അവിടെ ഈ പൈസ ഇല്ല. പത്രം ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമല്ല അവരെ സംബന്ധിച്ചോളം. അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത വായനക്കാർക്ക് വേണ്ടി ഇറക്കുന്ന പത്രത്തിന് പൈസ ഇടാൻ പാടില്ല, വിലയിടാൻ പാടില്ല. എന്തൊരു പിന്നെ ശ്രദ്ധയാണ് ആ കാര്യത്തിൽ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ വായനക്കാരെ വല്ലാതെ ഇഷ്ടപ്പെടുകയും വായനക്കാരെ പരിപാലിക്കുകയും വായനക്കാരെ സംരക്ഷിക്കുകയും അവരുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ഒരു പത്രം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത മഹാനായ പത്രാധിപരായിരുന്നു ഡോക്ടർ ഹെർമൻ ഗോഡട്ട് എന്ന കാര്യം നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ താൽക്കാലികമായി അവസാനിപ്പിക്കാം. ഈ കിടക്കുകയാണ്, ഇദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരുകയില്ല. ഈ കയ്യക്ഷരം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം എഴുതാൻ അറിയാമെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ, ഏതാണ്ട് മിക്കവാറും എല്ലാ ക്ലാസ്സുകളിലും നല്ല കയ്യക്ഷരത്തിന് സമ്മാനം മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ ഒരു നല്ല കയ്യക്ഷരമായിരുന്നു അന്ന് എൻ്റെ നേരത്തെയുള്ള അഭിമാനവും ഒട്ടൊക്കെ അഹങ്കാരവും. രാജ്യസമാചാരം പത്രത്തിൻ്റെ എല്ലാ ലക്കങ്ങളും കണ്ടപ്പോൾ എല്ലാ അഹങ്കാരവും പോയി. ഞാനിനി തല കുണിച്ച് ഒട്ടകപക്ഷി മണ്ണിനകത്ത് തല ഒഴിക്കുന്ന പോലെ താഴെയാണിപ്പോൾ തല. കാരണം ഇതിലെ കയ്യക്ഷരം കണ്ടപ്പോൾ നോക്കുക, ഈ രാജ്യസമാചാരം ഒക്കെ എഴുതിയേക്കുന്നതിൻ്റെ കയ്യക്ഷരത്തിൻ്റെ ഭംഗി നോക്ക്. നമുക്ക് എഴുതാൻ പറ്റത്തില്ല, ഇങ്ങനെ ഒരു കാരണത്തിലും എഴുതാൻ പറ്റത്തില്ല. എനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഈ കണ്യൻ കണ്ടു എന്ന് പറയുന്ന ഈ മഹാനായ ഇത് എഴുതിയ ആളിനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വെച്ചിട്ട് എനിക്ക് കിട്ടിയൊക്കെ തിരിച്ചു തരുന്നു എന്ന് പറയാൻ. കാരണം അദ്ദേഹം ഇത് മലയാളിയല്ല എഴുതിയത്, തമിഴ്നാട്ടുകാരനായ ജന്മനാ തമിഴ് ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ. ആ തമിഴ് മാതൃഭാഷയുള്ള ഒരാൾ എഴുതിയ അക്ഷരങ്ങളാണ് നിങ്ങളീ കാണുന്നതെല്ലാം. കണ്യൻ കണ്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പിന്നെ കയ്യക്ഷരങ്ങളിലൂടെയാണ് ഞാനിങ്ങനെ സ്പർശിച്ചു പോകുന്നത്. അത് തൊടുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്, അദ്ദേഹത്തെ സ്പർശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രൂപവും നമുക്കറിയാം, നമ്മൾ മനസ്സിലൊരു രൂപം കൊടുത്തിരിക്കുകയാണ്. വളരെ സൗമ്യനായ ഒരാളായിരുന്നിരിക്കാം, വളരെ സൗന്ദര്യബോധമുള്ള ഒരാളായിരുന്നിരിക്കാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇത്രയും മനോഹരമായിട്ട് ഈ അക്ഷരങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. പിന്നെ ഞാനൊക്കെ ഇപ്പോൾ എഴുതുന്നതെല്ലാം ഒറ്റ പ്രാവശ്യം എഴുതുന്നേ ഉള്ളൂ. എഴുതി പിന്നെ കോപ്പി ചെയ്യലില്ല, ഒറ്റ എഴുതാം. പിന്നെ എഴുത്തിനകത്ത് എങ്ങനെ അക്ഷരത്തെറ്റ് വന്നാൽ പെട്ടെന്ന് ഈ വൈറ്റ്നർ ഉപയോഗിക്കുക. എൻ്റെ അമ്മ പറയാറുണ്ടായിരുന്നു, ഈ വൈറ്റ്നർ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നിൻ്റെ കാര്യം തീർന്നേനെന്ന്. ഞാൻ ഈ വൈറ്റ്നർ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇടയ്ക്കൊക്കെ പിന്നെ മാറ്റി വേറൊരു പേജിനകത്ത് എഴുതണ്ടേ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ വൈറ്റ്നർ ഉപയോഗിക്കുന്ന അമ്മ കണ്ടിട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞോ, നീ വൈറ്റ്നർ കണ്ടുപിടിച്ച നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആരോ ആണത്. പക്ഷേ ഇതിനകത്ത് ഒരിടത്ത് പോലും തെറ്റുകളില്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾ നോക്കണം, അവിടെ നിന്ന് അത് എടുത്തൊന്ന് വായിച്ച് നോക്കണം. എവിടെയെങ്കിലും ഒരിടത്ത് കയ്യക്ഷരം തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. എവിടെയും വന്നിട്ടില്ല. ഗ്രേറ്റ്. എന്തോ ഒരു ഡിവൈനായിട്ടുള്ള എന്തോ അത്ഭുതകരമായ ഒരു ശക്തിവിശേഷമുള്ള ഒരാളാണ് ഇത് എഴുതിയതെന്നുള്ളത് ഒരു സംശയമില്ല. കാരണം എത്ര പണ്ഡിതനാണെങ്കിലും എഴുതുമ്പോൾ കയ്യക്ഷരം
ഇതിനകത്ത് തെറ്റ് വരും. ഇപ്പോൾ നമ്മൾ ഇവിടെ മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി പോകാമെങ്കിൽ കുമാരനാശാൻ്റെ ഹസ്തലിഖിതങ്ങൾ അവിടെയുണ്ട്. കുമാരനാശാൻ എഴുതിയിട്ടുള്ള മുഴുവൻ കയ്യക്ഷരത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഹസ്തലിഖിതം ശേഖരിച്ചിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തുമാത്രം വെട്ടും തിരുത്തും അവിടെ ഇവിടെയൊക്കെ അക്ഷരത്തെറ്റൊക്കെ നിരവധിയുണ്ട്. മഹാനായ കവി. മലയാളികൾ അഭിമാനം കൊള്ളുന്നത് ആശാൻ്റെ പേരിലാണ്. കേരളത്തിന് പുറത്ത് പോയാൽ നമുക്കിപ്പോൾ അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ കവി, മഹാനായ കവി ആശാനാണ്. 100 വർഷം കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുകയാണ്. ആ മഹാനായ എഴുത്തുകാരൻ്റെ പോലും എഴുത്തിനകത്ത് നിരവധി തെറ്റുകൾ, അക്ഷരത്തെറ്റുകൾ, വെട്ടിത്തിരുത്തലൊക്കെ വന്നിരിക്കുന്നു. ഇതിനകത്ത് ഒരിടത്ത് പോലും നിങ്ങൾ ഈ മുഴുവൻ ലക്കങ്ങളും പരിശോധിച്ചോ, ഒരിടത്ത് പോലും ഒരു തെറ്റുമില്ല, ഒരു കറക്ഷനുമില്ല, അങ്ങനെ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം വെറും വെള്ള പേപ്പറിൽ എഴുതിയല്ല, സൈക്ലോസ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയാണ്. ഓയിൽ പേപ്പർ ഉണ്ടല്ലോ, അതിനകത്ത് കട്ട് ചെയ്യുന്നതാണ്, സ്റ്റെൻസിൽ കട്ട് ചെയ്യുന്ന പോലെ എഴുതിയിരിക്കുകയാണ്. ഷാർപ്പായിട്ട് കുത്തിപ്പിടിച്ചെഴുതണം, അങ്ങനെ എഴുതിയിരിക്കുന്നതാണിത്. ഒരിടത്ത് പോലും കയ്യക്ഷരത്തെ തെറ്റില്ല. ഒരിടത്ത് പോലും നിങ്ങൾ ആധാരമൊക്കെ എഴുതിക്കുന്നതിനകത്ത് കാണും, ഏറ്റവും അവസാനം എഴുതിയേക്കും വെട്ടിത്തിരുത്തില്ല അല്ലേ, അങ്ങനെ എഴുതും. അവസാനം സർട്ടിഫിക്കറ്റ് എഴുതും. ഇതിനകത്തൊരു സർട്ടിഫിക്കറ്റും വേണ്ട, ഒരിടത്ത് പോലും വെട്ടിത്തിരുത്തില്ല, ഒരിടത്ത് പോലും ഓവർ റൈറ്റിംഗ് ഇല്ല. നമ്മൾ പലപ്പോഴും എഴുതുമ്പോൾ എനിക്ക് ഒത്തിരി അടി കൊണ്ടിട്ടുള്ള കാര്യമാണ്. ഈ എഴുതുമ്പോൾ ഒന്നുകൂടെ വൃത്തിയാക്കും നമ്മൾ, അതിൻ്റെ പുറത്തോടൊന്ന് ഓവർ റൈറ്റ് ചെയ്യും, ഒറ്റ അടി വരും. എൻ്റെ എഴുത്തിലും വായനയിലും ഒക്കെ ഏറ്റവും എന്നെ കൂടെ ഇരിക്കുന്ന അമ്മയായിരുന്നു. അമ്മ കയ്യിൽ ഒറ്റ അടി തരും. ഈ അടി എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ ഓവർ റൈറ്റ് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് വലിയ അടി വരുമെന്നുള്ള ഓർമ്മയുള്ളതുകൊണ്ട് ഓവർ റൈറ്റ് ചെയ്തില്ല. നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്, എഴുതിയിട്ട് നമ്മളൊന്ന് അതിന് പുറത്തോട്ട് ഒന്നുകൂടെ വരയ്ക്കും. ഒരു ആവശ്യമില്ല, ഒന്നുകൂടെ വരയ്ക്കും. ഒരിടത്ത് പോലും ഓവർ റൈറ്റിംഗ് ഇല്ല, തെറ്റുകളില്ല. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ആദ്യമൊക്കെ ഞാനും ഈ നിങ്ങളൊക്കെ ആ ട്രിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഉണ്ടായിരിക്കും ഞാൻ വയ്ക്കുന്നത്, ഞാൻ സ്വകാര്യമായിട്ട് പറയാം. വരയിട്ട ഒരു പേപ്പർ എടുക്കും, എന്നിട്ട് മറ്റേ വെള്ള പേപ്പറിൻ്റെ ഇത് അടിയിൽ ഓരോ വയ്ക്കും, എന്നിട്ട് അതിൻ്റെ പുറത്തോടെ നീട്ടായി എഴുതും. എന്നിട്ട് കൊണ്ട് അച്ഛനെയും അമ്മയൊക്കെ കാണിക്കും, ഇതാ നല്ല ലൈൻ പിടിച്ച് എഴുതിയിരിക്കുന്നു. അച്ഛനും അമ്മയ്ക്കും അറിയാം ഈ അടിയിൽ ഈ സാധനം വെച്ച് അവനെ എഴുതുകയെന്നറിയാം. എന്നാലും അവരൊരിക്കലും അത് അങ്ങനെ എഴുതിയോ എന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കള്ളത്തരം നമ്മൾ അവരറിയാതെ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് കരുതുന്നത്. അങ്ങനെയല്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരിത് അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മളോട് ചോദിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇതെടുത്ത് മാറ്റിയിട്ട് അല്ലാതെ എഴുതാൻ ശീലിക്കും. ഇപ്പോൾ അത് വേണ്ട, എഴുതുമ്പോൾ നല്ല ലൈനായിട്ട് പോകും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് എഴുതിയാൽ ഗവർണത്തിൽ ചെല്ലും. കേരളത്തിൽ നിന്ന് എഴുതാൻ നേരെ ഗവർണത്തോട്ട് ഇങ്ങനെ കയറി അങ്ങ് പോകും. സാധാരണഗതി പലരും എഴുതുന്ന അങ്ങനെ, വലിയ ആൾക്ക് പോലും അങ്ങനെ പ്രശ്നമുണ്ട്. ഇതിനകത്ത് നോക്കുക, നിങ്ങൾ ലൈൻ പിടിച്ച് എഴുതിയിരിക്കുന്നത്, എങ്ങനെ ഇത് എഴുതിയിരിക്കുന്നത്? ഇത് സാധാരണഗതിയിൽ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം നമ്മൾ ചെയ്തതുപോലെയുള്ള ഒരു വരയിട്ട പേപ്പർ അടി വെച്ചാണ്. അങ്ങനെ പറ്റത്തില്ല, കാരണം ഇത് സൈക്ലോസ്റ്റൈൽ ചെയ്യുകയാണിത്. അതിൻ്റെ അടിയിൽ വെച്ചാൽ കാണാൻ പറ്റത്തില്ല. ഓയിൽ പേപ്പർ അറിയാമല്ലോ, സൈക്ലോസ്റ്റൈൽ ഷീറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, കല്ലച്ചൻ്റെ ഷീറ്റ് അറിയാമല്ലോ. ആ ഷീറ്റിനകത്ത് എഴുതുമ്പോൾ അടിയിലുള്ള ട്രാൻസ്പെറൻ്റ് അല്ല, അത് കാണാൻ പറ്റത്തില്ല. ഇത് കട്ട് ചെയ്യണം, ഈ മുകളിലുള്ള പേപ്പർ കട്ട് ചെയ്ത് പോകണം, എങ്കിൽ മാത്രമേ ഇത് കറക്കി എടുക്കുമ്പോൾ നമുക്കിത് പ്രിൻ്റ് എടുക്കാൻ പറ്റും. സൈക്ലോസ്റ്റൈൽ സിസ്റ്റം അറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് അടിയിലൊരു വരയിട്ട പേപ്പർ വെച്ച് എഴുതാൻ പറ്റുന്നതല്ല സൈക്ലോസ്റ്റൈൽ പേപ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് ഈ ലൈൻ എഴുതിയിരിക്കുന്നു. ആ ലൈനിനകത്തുള്ള തമ്മിലുള്ള അകലം നോക്കുക, സ്പേസിൻ്റെ ഡിസ്റ്റൻസ് എത്ര കൃത്യമാണെന്ന് നോക്കുക. നമുക്ക് കമ്പ്യൂട്ടറിനകത്തൊക്കെ നമുക്ക് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കൈകൊണ്ടൊരു മനുഷ്യൻ രാവും പകലും ഇല്ലാതിരുന്ന് എഴുതി തയ്യാറാക്കിയതാണ്. ഈ ലക്കങ്ങളെല്ലാം ഒരെണ്ണമല്ല, എല്ലാ മാസത്തിലും അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ആഗസ്റ്റിലെ പത്രം എടുത്തിട്ട് പിന്നെ സെപ്റ്റംബറിലെയോ നവംബറിലെയോ പത്രം നോക്കിയാലും വ്യത്യാസമില്ല, സ്പേസിങ്ങിന് വ്യത്യാസമില്ല. അതിനകത്ത് ആഗസ്റ്റിലെ പത്രത്തിൽ രണ്ട് വരികൾക്കിടയിലുള്ള സ്പേസ് തന്നെയാണ് പിന്നെ നവംബറിലെ പത്രം വരുമ്പോഴും ഇതിന് തമ്മിലുള്ള സ്പേസ്. ഇതൊക്കെ സാങ്കേതികമാണ്. ഞാൻ ഈ പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടി പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണത്. അപ്പോൾ ഈ സ്പേസിങ്ങിനകത്തുള്ള പ്രത്യേകത അത്ഭുതകരമാണ്, വിസ്മയകരമായൊരു കാര്യമാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഈ കണ്യൻ കണ്ടു തനിയെ അങ്ങ് ചെയ്തതായിരിക്കും അല്ല, നിശ്ചയമായിട്ടും പത്രാധിപർ നിർദ്ദേശിച്ചിട്ടുണ്ടാവും. പേജിന് ബ്യൂട്ടി ഉണ്ടായിരിക്കണം, അക്ഷരങ്ങൾ നിങ്ങൾ ഇത്ര അകലം ഉണ്ടായിരിക്കണം, ഇങ്ങനെ ഒരുപക്ഷെ അദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ടാവും, ഒരു മോഡൽ അദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ടാവും. അത് കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ മറ്റേ അദ്ദേഹം എഴുതിയിട്ടുണ്ടാവുക. എന്തായാലും പത്രാധിപരുടെ നിരന്തരമായ സാന്നിധ്യം അടിമുതൽ മുടി വരെ കാണുന്ന ഒരു പത്രമാണിത്. പത്രാധിപർ അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ചിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തെ മുഴുവൻ ജനങ്ങൾക്ക് നൽകിയിരുന്നു. ഇതിൻ്റെ പേര് രാജ്യസമാചാരമാണ്, രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും ഇറക്കിയ പത്രമാണ്. ഈ പത്രത്തിൻ്റെ പത്രാധിപർ ഒരിക്കലും ജർമ്മൻകാരനോ മലയാളിയോ ഒന്നും ആയിരുന്നില്ല, വിശ്വപൗരനായിരുന്നു, ലോകത്തിൻ്റെ മുഴുവൻ പുത്രനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, രാജ്യസമാചാരം എന്ന ഈ പത്രത്തിൻ്റെ തലക്കെട്ട് പൂർണ്ണമായിട്ടും സാർത്ഥകമാണ്, അർത്ഥപൂർണ്ണമായൊരു തലക്കെട്ടാണിത്. ആ തലക്കെട്ട് അദ്ദേഹത്തിൻ്റെ പത്രത്തിലുടനീളം കാത്തു സൂക്ഷിച്ചു എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന മഹാനായ ഈ പത്രപ്രവർത്തകൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ എൻ്റെ ഈ വർത്തമാനം ഞാൻ സമർപ്പിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള നിരവധിയായിട്ടുള്ള ചർച്ചകളും ആലോചനകളും പരിചിന്തനങ്ങളും ഒക്കെ നമുക്ക് ശേഷമുള്ള തലമുറ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ സ്നാപക യോഹന്നാനെ പോലെ പിന്നാലെ സാറിനെ പോലുള്ള ആളുകൾ ഇനി വരാനുണ്ട്. അപ്പോൾ ഒരു വഴി തെളിക്കുക എന്ന ജോലി മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നേക്കാൾ പ്രഗത്ഭരായ മഹാപണ്ഡിതന്മാർ പിന്നാലെ പ്രഭാഷണത്തിനായി വരുന്നുണ്ട്. അവർക്കായി കാതോർക്കുക. എല്ലാവർക്കും നമസ്കാരം, നന്ദി.